ഹായ് ഫ്രണ്ട്സ്, ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഏപ്രിൽ 30 നടക്കാൻ പോകുന്ന ഇലക്ട്രീഷ്യൻ, ഓവർസിയർ ഗ്രേഡ് 2, ഡ്രാഫ്റ്റ്സ്മാൻ ഗ്രേഡ് 2, ഇലക്ട്രീഷ്യൻ പോലീസ് കോൺസ്റ്റബിൾ, സ്കിൽഡ് അസിസ്റ്റൻറ്റ്, ട്രേഡ്സ്മാൻ, ലൈൻമാൻ, ഈ കോമൺ എക്സാമുകൾ, ഇത്രയും കോമൺ എക്സാമുകളുടെ മൊഡ്യൂൾ 1 സിലബസ് വൈസുള്ള ക്ലാസ്സുകൾ, മൊഡ്യൂൾ വൈസുള്ള ക്ലാസ്സുകളാണ് നമ്മൾ ഇനി അങ്ങോട്ട് ചെയ്യുന്നത്. ഇനി 7 ദിവസമാണ് എക്സാമിനുള്ളത്. ഒരു ദിവസം 1-2 മൊഡ്യൂൾ വെച്ച് നമുക്ക് എക്സാമിന് മുമ്പ് മൊഡ്യൂൾ വൈസ് ക്ലാസ്സുകൾ തീർക്കണമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഫസ്റ്റ് മൊഡ്യൂൾ എന്ന് പറയുന്നത് ബേസിക് ഇലക്ട്രിസിറ്റിയാണ്. ഫസ്റ്റ് മൊഡ്യൂൾ എന്ന് പറയുന്നത്. അപ്പോൾ ഫസ്റ്റ് മൊഡ്യൂളിൽ നമുക്ക് എന്തൊക്കെയാണുള്ളത് നോക്കാം. നമ്പർ 1, ഫസ്റ്റ് മൊഡ്യൂളിലുള്ളത് 1 ഫണ്ടമെന്റൽസ് ഓഫ് ഇലക്ട്രിസിറ്റിയുടെ ഫണ്ടമെന്റൽസ് ആയിട്ടുള്ള കാര്യങ്ങൾ. രണ്ടാമത്തത് ഫ്ലെക്സ് ആൻഡ് സോൾഡറിങ് ടെക്നിക്സ്. മൂന്നാമത്തത് റെസിസ്റ്റൻസിന്റെ പ്രോപ്പർട്ടി, കണ്ടക്ടർ, ഇൻസുലേറ്റർ, സെമി കണ്ടക്ടർ, ടൈപ്സ് ഓഫ് വയേഴ്സ് ആൻഡ് കേബിൾസ്. ഇത്രയും ടോപ്പിക്കാണ് നമുക്ക് ഒന്നാമത്തെ മൊഡ്യൂളിൽ വരുന്നത്. അപ്പോൾ നമുക്ക് ഓരോന്നോരോന്നായിട്ട് നോക്കാം. ഫസ്റ്റ് 1 ഫണ്ടമെന്റൽസ് ഓഫ് ഇലക്ട്രിസിറ്റിയിലെ കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ നോക്കുന്നത്. ഈ ഒരു ക്ലാസ്സിൽ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് പറയുന്നത്. ഇൻഡെപ്ത് ആയിട്ട് നമുക്ക് ഓരോ കാര്യങ്ങൾക്കും പോകാനുള്ള സമയം ഒരു പക്ഷേ ഉണ്ടാവില്ല. അപ്പോൾ ഒരു റിവിഷൻ പോലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഇലക്ട്രിസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഡേ ടു ഡേ ലൈഫിൽ ഏറ്റവും കൂടുതൽ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു സോഴ്സ് ഓഫ് എനർജിയാണ് നമുക്ക് ഇലക്ട്രിസിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഇന്ന് മോഡേൺ ആയിട്ടുള്ള അല്ലെങ്കിൽ മോഡേൺ വേൾഡിലുള്ള എക്യുപ്മെന്റ്സും മെഷീനറീസും എല്ലാം നമ്മൾ ഈവൻ ദോ നമ്മുടെ ഇപ്പോൾ ഓട്ടോമൊബൈൽസ് വരെ നമ്മൾ ഇലക്ട്രിസിറ്റിയിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫീൽഡാണ് ഇലക്ട്രിസിറ്റി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഒരു സോഴ്സ് ഓഫ് എനർജിയാണ് ഇലക്ട്രിസിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഇലക്ട്രിസിറ്റി നമുക്ക് 2 രീതിയിലുണ്ട്. ഒന്ന് ഇലക്ട്രിസിറ്റി മോഷൻ ഉള്ളതാണ് ഒന്നാമത്തെ രീതി. രണ്ടാമത്തത് ഇലക്ട്രിസിറ്റി സ്റ്റാറ്റിക് ആയിട്ടുള്ള അല്ലെങ്കിൽ മൂവ് ചെയ്യാത്തതാണ് രണ്ടാമത്തെ ഇലക്ട്രിസിറ്റി. അപ്പോൾ ഇലക്ട്രിസിറ്റി ഇൻ മോഷൻ അല്ലെങ്കിൽ ചാർജസ് ഇൻ മോഷൻ ഈസ് കോൾഡ് ഇലക്ട്രിക് കറണ്ട്. അതിനെയാണ് നമ്മൾ പറയുന്നത് ഇലക്ട്രിക് കറണ്ട് എന്ന് പറയുന്നത്. ഇനി ഇലക്ട്രിസിറ്റി മൂവ് ചെയ്യുന്നില്ല എങ്കിൽ അതിനെയാണ് നമ്മൾ സ്റ്റാറ്റിക് ഇലക്ട്രിസിറ്റി എന്ന് പറയുന്നത്. ഇങ്ങനെ 2 രീതിയിലാണ് നമുക്ക് എന്തുള്ളത്, ഇലക്ട്രിസിറ്റി അവൈലബിൾ ആയിട്ടുള്ളത്. ഓക്കെ, ഇനി നമ്മൾ ഇലക്ട്രിസിറ്റിയിൽ നമ്മൾ പറയുന്ന സമയത്ത് ഇലക്ട്രിസിറ്റിയെ പറ്റി അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ എനർജിയെ നമ്മൾ പറയുന്ന സമയത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്ക് അറിയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഓരോ ആറ്ററിൻ്റെയും അറ്റോമിക് ബിൽഡിംഗ് ബ്ലോക്ക് ആയിട്ടുള്ള ആറ്റത്തിനെ പറ്റിയാണ്. എസ്പെഷ്യലി ആറ്റത്തിലെ സബാറ്റോമിക് പാർട്ടിക്കിൾസ് ആയിട്ടുള്ള ഇലക്ട്രോൺസും പ്രോട്ടോൺസും, അതിലും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് ഇലക്ട്രോൺസ് എന്ന് പറയുന്നത്. അതായത് ഈ ഒരു ഫ്ലോ ഓഫ് ഇലക്ട്രോൺസ് ആണ് ആക്ച്വലി ഇലക്ട്രിക് കറണ്ട് എന്ന് നമ്മൾ പറയുന്നത്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ആറ്റം എന്നെന്താ, ആറ്റവുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ നോക്കാം. ആറ്റം എന്ന് പറയുന്നത് ഫസ്റ്റ് പോയിന്റ്, മാറ്റർ എന്ന് പറയുന്നത് എന്തെങ്കിലും ഒരു ഒബ്ജക്റ്റ്, അതിന് ഒരു പർട്ടിക്കുലർ മാസും അതിന് ഓക്യുപ്പൈ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സ്ഥലവും ഉണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ മാറ്റർ എന്ന് പറയുന്നത്. അപ്പോൾ ഈ മാറ്റർ എന്ന് പറയുന്ന സാധനം വളരെ ഇൻവിസിബിൾ ആയിട്ടുള്ള ചെറിയ പാർട്ടിക്കിളായ മോളിക്യൂൾസ് കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. റെഡി? അപ്പോൾ മാറ്റർ എന്ന് പറയുന്ന സാധനം മോളിക്യൂൾസ് എന്നാണ് പറയുന്നത്. അപ്പോൾ ഓരോ മോളിക്യൂളിനെയും നമുക്ക് ചെറിയ ചെറിയ പാർട്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. ആ പാർട്സിനെ പറയുന്ന പേരാണ് ആറ്റംസ്. അപ്പോൾ ആറ്റംസ് കൂടി ചേരുമ്പോൾ മോളിക്യൂൾസ് ആവും, മോളിക്യൂൾസ് കൂടി ചേരുമ്പോൾ മാറ്റർ ആവും. മാറ്റർ എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു സാധനം, എനിത്തിങ് ദാറ്റ് ഹാസ് എ പർട്ടിക്കുലർ മാസ് ആൻഡ് occupies some space, it's called a matter. അപ്പോൾ മാറ്ററിന്റെ ഇൻവിസിബിൾ പാർട്ടിക്കിൾ ആണ് മോളിക്യൂള്. മോളിക്യൂളിനെ നമ്മൾ ഡിവൈഡ് ചെയ്യുന്ന സിമ്പിൾ പാർട്ടിനെയാണ് നമ്മൾ ആറ്റംസ് എന്ന് പറയുന്നത്. ഇനി ആറ്റത്തിലേക്ക് വരികയാണെങ്കിൽ, ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ആറ്റത്തിലേക്ക് വരികയാണെങ്കിൽ, അറ്റോമിക് സ്ട്രക്ചറിൽ ഒന്നാമത്തെ പാർട്ട് എന്ന് പറയുന്നത് ന്യൂക്ലിയസ് ആണ്. ന്യൂക്ലിയസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ആറ്റത്തിലെ സെൻട്രൽ പാർട്ടിനെയാണ് നമ്മൾ ന്യൂക്ലിയസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു സെൻട്രൽ പാർട്ടിൽ 2 സബാറ്റോമിക് പാർട്ടിക്കിൾസ് ആണുള്ളത്, അല്ലെങ്കിൽ 2 പാർട്ടിക്കിൾസ് ആണ് നമുക്ക് ഈ ഒരു ന്യൂക്ലിയസ് കാണുക. ഒന്ന് പ്രോട്ടോൺസും രണ്ടാമത്തത് ന്യൂട്രോൺസും. അതും ഈക്വൽ നമ്പറിലായിരിക്കും പ്രോട്ടോൺസും ന്യൂട്രോൺസും ഉണ്ടാവും. റെഡി? ഇനി നമ്മൾ പ്രോട്ടോണെ പറ്റി പറയുകയാണെങ്കിൽ, പ്രോട്ടോൺ എന്ന് പറയുന്നത് ഒരു പോസിറ്റീവ് ഇലക്ട്രിക് ചാർജ് ഉള്ള പാർട്ടിക്കിളാണ് പ്രോട്ടോൺ എന്ന് പറയുന്നത്. ഇത് ഇലക്ട്രോണിനെക്കാളും 1840 മടങ്ങ് ഹെവിയർ ആണ്. 1840 ടൈംസ് ഹെവിയർ ദാൻ ഇലക്ട്രോൺ. ഇതൊരിക്കലും ചോദിച്ചിട്ടുണ്ട്, ഒരിക്കലല്ല പലതവണ ഈ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട് PSC. തിരിച്ചും ചോദിച്ചിട്ടുണ്ട്, മറിച്ചും ചോദിച്ചിട്ടുണ്ട്. അതായത് എത്ര ഹെവിയർ ആണ് പ്രോട്ടോൺ ഇലക്ട്രോണിനെ കമ്പയർ ചെയ്യുന്ന സമയത്ത്, എത്ര ലോവർ ആണ്
ഇലക്ട്രോൺ പ്രോട്ടോണെ കമ്പയർ ചെയ്യുന്ന സമയത്ത്, അതായത് 1840 ടൈംസ് ആൻഡ് 1/1840 ടൈംസ്, ഇങ്ങനെ രണ്ട് രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. ഇനി പ്രോട്ടോൺ എന്ന് പറയുന്നത് ഒരു നമ്മളുടെ ഫ്ലോ ഓഫ് ഇലക്ട്രിസിറ്റി അല്ലെങ്കിൽ ട്രാൻസ്ഫർ ഓഫ് ഇലക്ട്രിക് എനർജിയിൽ ഒരു ആക്റ്റീവ് പാർട്ട് എടുക്കുന്നില്ല. നമുക്ക് ഇലക്ട്രോൺ ആണ് ഈ ഇലക്ട്രിക്കൽ എനർജിയിലെ വളരെ ആക്റ്റീവ് ആയിട്ടുള്ള ഒരു സബാറ്റോമിക് പാർട്ടിക്കിൾ എന്ന് പറയുന്നത്. റെഡി. ഇനി അറ്റോമിക് സ്ട്രക്ചറിന്റെ അടുത്ത ആളാണ് ഇലക്ട്രോൺ. നമ്മളെ സംബന്ധിച്ചിടത്തോളം, കറണ്ട് ഇലക്ട്രിസിറ്റിയെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പാർട്ടാണ് ഇലക്ട്രോൺ എന്ന് പറയുന്നത്. ഇലക്ട്രോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഒരു സ്മോൾ ആയിട്ടുള്ള, ഏറ്റവും സ്മോൾ ആയിട്ടുള്ള പാർട്ടിക്കിൾ ആണ്. ഇത് ന്യൂക്ലിയസിന് ചുറ്റും റിവോൾവ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പാർട്ടിക്കിളുമാണ്. ഇത് ന്യൂക്ലിയസിന് ചുറ്റും റിവോൾവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അത് മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ പ്രോട്ടോണും ന്യൂട്രോണും ഒക്കെ അവിടെ സ്റ്റേബിൾ ആണെങ്കിൽ കൂടെ ഇലക്ട്രോൺസ് എന്ത് ചെയ്യുന്നത്, ന്യൂക്ലിയസിന് ചുറ്റും റിവോൾവ് ചെയ്തിരിക്കുന്നു. ഇതിന്റെ ചാർജ് എന്ന് പറയുന്നത് നെഗറ്റീവ് ചാർജ് ആണ്. ഈ നെഗറ്റീവ് ചാർജുള്ള ഇലക്ട്രോൺ 3 മടങ്ങ് ഡയമീറ്റർ കൂടുതലാണ് പ്രോട്ടോണിനേക്കാൾ. നേരത്തെ നമ്മൾ പറഞ്ഞത് അതിന്റെ മാസാണ്, ഹെവി ആണ്, അത് ഹെവി എന്നാണ് പറയുന്നത്. പക്ഷെ ഇവിടെ അതിന്റെ സൈസ് ആണ് നമ്മൾ പറയുന്നത്. ഇലക്ട്രോൺ ഈസ് 3 ടൈംസ് ലാർജർ ദാൻ ഡയമീറ്റർ ഓഫ് എ പ്രോട്ടോൺ. ഓക്കെ, അപ്പോൾ ഒരു ആറ്റത്തിനകത്ത് എത്ര പ്രോട്ടോൺ ഉണ്ടോ അത്രയും നമ്പർ ഓഫ് ഇലക്ട്രോൺസും ആ ആറ്റത്തിനകത്ത് ഉണ്ടായിരിക്കും. അതിനെയാണ് നമ്മൾ അറ്റോമിക് നമ്പർ എന്ന് പറയുന്നത്. അറ്റോമിക് നമ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ആറ്റത്തിനകത്ത് എത്ര പ്രോട്ടോൺ ഉണ്ടോ അല്ലെങ്കിൽ എത്ര ഇലക്ട്രോൺ ഉണ്ടോ ആ എണ്ണത്തിനെ പറയുന്ന പേരാണ് അറ്റോമിക് നമ്പർ. നെക്സ്റ്റ് വൺ, ഇനി ആറ്റോമിക് സ്ട്രക്ചറിലെ അടുത്ത മറ്റു കാര്യങ്ങൾ കൂടെ പറയുകയാണ്. ഇനി നമ്മൾ പറയുന്നതാണ് ന്യൂട്രോൺ. ന്യൂട്രോൺ എന്ന് പറയുന്നത് ഇലക്ട്രിക്കലി ന്യൂട്രൽ ആയിട്ടുള്ള ആളാണ്. ന്യൂക്ലിയസിനകത്ത് പ്രോട്ടോണും ന്യൂട്രോണും ഉണ്ടെന്ന് പറഞ്ഞിരുന്നു. അത് ഇലക്ട്രിക്കലി ന്യൂട്രൽ ആയിട്ടുള്ള ആളാണ്. ഇതും നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇലക്ട്രിക്കൽ നേച്ചറിൽ യാതൊരു ഇൻഫ്ലുവൻസും ഉണ്ടാക്കുന്നില്ല. ഒരു അധികം ഇൻഫ്ലുവൻസ് ഒന്നും ഇതുണ്ടാക്കുന്നില്ല. ഓക്കെ, ഇനി നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇലക്ട്രോൺസ് എന്ന് പറയുന്നത് ന്യൂക്ലിയസിന് ചുറ്റും റിവോൾവ് ചെയ്യുന്നു എന്ന് പറയും. അതിനെയാണ് നമ്മൾ എനർജി ഷെൽസ് അല്ലെങ്കിൽ ഓർബിറ്റൽസ് എന്ന് പറയുക. അപ്പോൾ ഒരു ആറ്റത്തിനകത്ത് ന്യൂക്ലിയസിന് ചുറ്റും ഇലക്ട്രോൺസിനെ അറേഞ്ച് ചെയ്തിരിക്കുന്ന ഷെൽസ് ആണ് നമ്മൾ എനർജി സെൽസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഷെൽസിനെ നമ്മൾ ലെറ്റേഴ്സ് വെച്ചിട്ടാണ് നമ്മൾ ഐഡന്റിഫൈ ചെയ്യുന്നത്. അതായത് ആദ്യത്തെ ഷെല്ലിനെ നമ്മൾ കെ എന്ന് പറയുന്ന ലെറ്റർ, അതായത് അത് ന്യൂക്ലിയസിനോട് വളരെ അടുത്തായിട്ടുള്ള ഷെല്ലായിരിക്കും കെ ഷെൽ എന്ന് പറയുന്നത്. ഇനി അവിടുന്ന് അങ്ങോട്ട് ആൽഫബറ്റിക് ഓർഡറിൽ കെ കഴിഞ്ഞിട്ടുള്ള ആൽഫബറ്റിക് ഓർഡർ KLMNO ഇങ്ങനെയാണ് നമ്മൾ ഈ ഷെല്ലിൻ്റെ നെയിമിങ് ചെയ്യുന്നത്. അപ്പോൾ ന്യൂക്ലിയസിനോട് ഏറ്റവും അടുത്തുള്ള ഷെൽ എന്ന് പറയുന്നത് കെ ഷെല്ലായിരിക്കും. അത് കഴിഞ്ഞ് LMNO ഇങ്ങനെയാണ് ഷെല്ലിൻ്റെ നെയിമിങ് പോകുന്നത്. അപ്പോൾ ഓരോ ഷെല്ലിനകത്തും കൊള്ളാവുന്ന ഇലക്ട്രോൺസിന് മാക്സിമം നമ്പർ ഓഫ് കപ്പാസിറ്റി ഉണ്ട്. അതായത് കെ ഷെല്ലിന് മാക്സിമം 2 ഇലക്ട്രോണിനെ മാത്രമേ ഒക്യുപ്പൈ ചെയ്യാൻ പറ്റുള്ളൂ. എൽ ഷെല്ലിന് 8 ഇലക്ട്രോണിനെ മാത്രമേ ഒക്യുപ്പൈ ചെയ്യാൻ പറ്റുള്ളൂ. ഇത് കണ്ടുപിടിക്കാനുള്ള റിലേഷനാണ് 2n² എന്ന് പറയുന്നത്. n എന്ന് പറയുന്നത് ഷെല്ലിൻ്റെ വാല്യൂ ആണ്. അതായത് കെ ഷെല്ലാണെങ്കിൽ 2 × 1², ദാറ്റ് മീൻസ് 2. ഇനി എൽ ഷെല്ലാണെങ്കിൽ 2 × 2², ദാറ്റ്സ് ഈക്വൽ ടു 4 × 2 8. ഇങ്ങനെയാണ് നമ്മൾ ഒരു ഷെല്ലിനകത്ത് കിട്ടുന്ന മാക്സിമം ഇലക്ട്രോൺസിനെ ഐഡൻറ്റിഫൈ ചെയ്യുന്നത്, എത്ര എണ്ണം ഉണ്ടെന്നുള്ളത് കണ്ടുപിടിക്കുന്നു. ഓക്കെ, നെക്സ്റ്റ് വൺ ഇലക്ട്രോൺ ഡിസ്ട്രിബ്യൂഷൻ. ദെൻ ഒരു ആറ്റത്തിൻ്റെ കെമിക്കൽ ബിഹേവിയറും അതേപോലെ തന്നെ ഇലക്ട്രിക്കൽ ബിഹേവിയറും, ദ കെമിക്കൽ ആൻഡ് ഇലക്ട്രിക്കൽ ബിഹേവിയർ ഓഫ് ആൻ ആറ്റം ഡിപ്പെൻഡ്സ്. എങ്ങനെയാണ് ആ ഇലക്ട്രോൺസിന് ഷെല്ലുകളിൽ അല്ലെങ്കിൽ സബ് ഷെല്ലുകളിൽ ഫിൽ ചെയ്തിരിക്കുന്നത്, അതിനെ ബേസ് ചെയ്തിട്ടാണ് ആ ആറ്റത്തിൻ്റെ കെമിക്കൽ അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ ബിഹേവിയർ തീരുമാനിക്കുന്നത്. അപ്പോൾ ഈ ഒരു ആറ്റം കെമിക്കലി ആക്റ്റീവ് ആണെങ്കിൽ അതിന് കംപ്ലീറ്റ്ലി ഫിൽഡ് ഷെല്ലിനേക്കാളും ഇലക്ട്രോൺസ് ഒന്നധികമോ അല്ലെങ്കിൽ കുറവായിരിക്കും, അല്ലെങ്കിൽ അതിലധികമോ. കംപ്ലീറ്റ്ലി ഫിൽഡ് ഷെല്ലിനേക്കാളും ഇലക്ട്രോൺസിൻ്റെ എണ്ണത്തിലുള്ള മാറ്റങ്ങൾ ഉണ്ടാകുമ്പോഴാണ് അത് കെമിക്കലി ആക്റ്റീവ് ആവുന്നത്. അത് കംപ്ലീറ്റ്ലി ഫിൽഡ് ആണെങ്കിൽ, അതായത് ഒക്ടറ്റ് റൂൾ എന്ന് പറയും, ഒരു ആറ്റത്തിനകത്ത് 8 ഇലക്ട്രോൺ വാലൻസ് ഷെല്ലിനുണ്ടെങ്കിൽ അത് കംപ്ലീറ്റ്ലി ഇനാക്റ്റീവ് ആയിട്ടുള്ള ഒരു ആറ്റമാണ്. ഇതിന് പകരം നമുക്ക് 9 ആണ് അല്ലെങ്കിൽ 10 ആണ്, അതല്ലെങ്കിൽ 7 ആണ് അല്ലെങ്കിൽ 6 ആണ്. ഇതിൽ നിന്നും വേരിയേഷൻസ് മേലേക്കോ താഴേക്കോ ഉണ്ടാകുന്ന വേരിയേഷൻസ് കൊണ്ടാവുമ്പോൾ ആ ആറ്റം കെമിക്കലി ആക്റ്റീവ് ആണെന്ന് നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, അപ്പോൾ എക്സാക്ട്ലി 8 ഇലക്ട്രോൺ ആയിട്ട് അല്ലെങ്കിൽ എക്സാക്ട്ലി ഫുൾ കോൺഫിഗറേഷനിൽ വന്നിട്ടുണ്ടെങ്കിലും അത് നമുക്ക് കെമിക്കലി ഇനാക്റ്റീവ് ആണെന്ന് പറയും. അപ്പോൾ അത്തരത്തിലുള്ള എലമെൻസിനെയാണ് നമ്മൾ ഇനർട്ട് എലമെൻറ്റ്സ് എന്ന് പറയുന്നത്. ഓക്കെ,
നെക്സ്റ്റ് വൺ വാലൻസ് ഷെൽ ആൻഡ് ഫ്രീ ഇലക്ട്രോൺ. നമുക്ക് ഇലക്ട്രിസിറ്റിയായി ബന്ധപ്പെട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് അടുത്ത് പറയുന്നത് വാലൻസ് ഷെൽ ആൻഡ് ഫ്രീ ഇലക്ട്രോൺ. അതായത് ഒരു ആറ്റത്തിന്റെ ഔട്ടർ മോസ്റ്റ് ഷെല്ലിനെ പറയുന്ന പേരാണ് വാലൻസ് ഷെൽ എന്ന് പറയുന്നത്. ആ ഷെല്ലിനകത്തുള്ള ഇലക്ട്രോൺസിനെ പറയുന്ന പേരാണ് വാലൻസ് ഇലക്ട്രോൺസ്. ഇതും ഒരിക്കൽ ചോദിച്ചിട്ടുണ്ട്. ഒരു ഔട്ടർ മോസ്റ്റ് ഷെൽ, ഒരു ആറ്റത്തിലെ ഏറ്റവും പുറത്തുള്ള ഷെല്ലിനെയാണ് നമ്മൾ വാലൻസ് ഷെൽ എന്ന് പറയുന്നത്. ആ ഷെല്ലിലുള്ള ഇലക്ട്രോൺസിനെയാണ് നമ്മൾ വാലൻസ് ഇലക്ട്രോൺസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഷെല്ലിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ന്യൂക്ലിയസിൽ നിന്നും ഡിസ്റ്റൻസ് ഏറ്റവും കൂടുതലുള്ള ഷെൽ ആയതുകൊണ്ട് തന്നെ ഇതിൻ്റെ അട്രാക്റ്റീവ് ഫോഴ്സ് എന്ന് പറയുന്നത്, ഇലക്ട്രോൺസിൻ്റെ അട്രാക്റ്റീവ് ഫോഴ്സ് എന്ന് പറയുന്നത് വളരെ കുറച്ചായിരിക്കും, വളരെ ചെറിയ അട്രാക്റ്റീവ് ഫോഴ്സ് ആയിരിക്കും ഉണ്ടാവുക. അപ്പോൾ വാലൻസ് ഇലക്ട്രോൺസ് നമുക്ക് ഈസി ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും, ഫ്രീ ചെയ്യാൻ പറ്റും, ഈസി ആയിട്ട് അതിനെ ഫ്രീ ചെയ്യാൻ പറ്റും. അപ്പോൾ ഒരു വാലൻസ് ഇലക്ട്രോണ് ആ ഷെല്ലിൽ നിന്നും എപ്പോഴാണോ നമ്മൾ അതിനെ ഫ്രീ ആക്കുന്നത് ആ സമയത്ത് അതിനെ പറയുന്ന പേരാണ് ഫ്രീ ഇലക്ട്രോൺ. അപ്പോൾ അത് വാലൻസ് ഷെല്ലിൽ നിന്നും പുറത്തുപോയി. ആ വാലൻസ് ഷെല്ലിൽ നിന്ന് പുറത്തു പോയി കഴിഞ്ഞാൽ ആ ഇലക്ട്രോൺസ് എന്തായി, ഫ്രീ ഇലക്ട്രോൺസ് ആയി. ആ ഇലക്ട്രോണിനെ പറയുന്ന പേരാണ് ഫ്രീ ഇലക്ട്രോൺ എന്ന് പറയുന്നത്. അപ്പോൾ ഇലക്ട്രിസിറ്റി എന്ന് പറയുന്നത് നമ്മൾ നോർമലി ഡിഫൈൻ ചെയ്യുന്നത് ഈ ഫ്രീ ഇലക്ട്രോൺ, വാലൻസ് ഷെല്ലിൽ നിന്ന് പുറത്തു പോയിട്ടുള്ള ഈ ഫ്രീ ഇലക്ട്രോൺസ്, കണ്ടക്ടറിൽ കൂടെയുള്ള ഈ ഫ്രീ ഇലക്ട്രോൺസിൻ്റെ മൂവ്മെൻറ്റിനെയാണ് നമ്മൾ ആക്ച്വലി ഇലക്ട്രിസിറ്റി എന്ന് പറയുന്നത്. സോ ഇലക്ട്രിസിറ്റി ഈസ് കോമൺലി ഡിഫൈൻഡ് ആസ് ദ ഫ്ലോ ഓഫ് ഫ്രീ ഇലക്ട്രോൺസ് ത്രൂ എ കണ്ടക്ടർ. ഇതാണ് ഇലക്ട്രിസിറ്റിയുടെ ഡെഫിനിഷൻ. ഓക്കെ, നെക്സ്റ്റ് വൺ. ഇനി നമ്മൾ കൂടുതലായിട്ട് അടുത്ത ടോപ്പിക്ക് പോവാണ്. കണ്ടക്ടേഴ്സ്, ഇൻസുലേറ്റേഴ്സ്, സെമി കണ്ടക്ടേഴ്സ്. അപ്പോൾ കണ്ടക്ടേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മെറ്റീരിയലിനകത്ത് ഒരുപാട് വാലൻസ് ഇലക്ട്രോൺ ഉണ്ടെങ്കിൽ ആ ഇലക്ട്രോൺസ് അതിലൂടെ മൂവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു മൂവ്മെന്റും കൂടെ പെർമിറ്റ് ചെയ്യുകയാണെങ്കിൽ അതിനെയാണ് നമ്മൾ കണ്ടക്ടേഴ്സ് എന്ന് പറയുന്നത്. അതിനകത്ത് ഒരുപാട് വാലൻസ് ഇലക്ട്രോൺസ് ഉണ്ട്. അപ്പോൾ നോർമലി കണ്ടക്ടേഴ്സിൻ്റെ വാലൻസ് ഷെല്ലിനകത്ത് 1, 2 അല്ലെങ്കിൽ 3 ഇലക്ട്രോൺസ് ആണ് ഉണ്ടാവുക. അതല്ലെങ്കിൽ ലെസ് ദാൻ 4 എന്ന് വേണമെങ്കിൽ ഒറ്റ വാക്കിൽ പറയാം. അപ്പോൾ അത്രയും ഫ്രീ ഇലക്ട്രോൺസ് അല്ലെങ്കിൽ വാലൻസ് ഇലക്ട്രോണെ നമുക്ക് ഫ്രീ ആക്കാൻ പറ്റും. അത്രയും ഫ്രീ ഇലക്ട്രോൺസ് ഉണ്ടെന്നാണ് അർത്ഥം. അല്ലെങ്കിൽ അതിനെ നമുക്ക് ഫ്രീ ആക്കാൻ പറ്റും എന്നാണ് അർത്ഥം. അപ്പോൾ മിക്കവാറും മെറ്റൽസ് എല്ലാം നമുക്ക് കണ്ടക്ടേഴ്സിൻ്റെ കാറ്റഗറിയിൽ പറയാൻ പറ്റും. അതേപോലെ തന്നെ നമുക്ക് കുറച്ച് കോമൺ ആയിട്ടുള്ള കണ്ടക്ടേഴ്സ് എന്ന് പറയുന്നത് കോപ്പർ, അലൂമിനിയം, സിങ്ക്, ലെഡ്, ടിന്ന്, യുറേക്ക, നിക്രോം, സിൽവർ, ഗോൾഡ്. ഇതൊക്കെ നോർമലി നമ്മൾ യൂസ് ചെയ്യുന്ന കണ്ടക്ടേഴ്സിനുള്ള എക്സാമ്പിൾസ് ആണ്. ഇനി ഇൻസുലേറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഇൻസുലേറ്ററിനകത്ത് ഫ്രീ ഇലക്ട്രോൺസിൻ്റെ എണ്ണം വളരെ കുറവായിരിക്കും. അതായത് അത് ഇലക്ട്രോൺസിൻ്റെ ഫ്ലോയെ റെസിസ്റ്റ് ചെയ്യുന്ന മെറ്റീരിയൽസിനെയാണ് നമ്മൾ ഇൻസുലേറ്റേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇൻസുലേറ്റേഴ്സിന് നോർമലി ഗ്രേറ്റർ ദാൻ 4 ഇലക്ട്രോൺസ് ആണ് അതിൻ്റെ വാലൻസ് ഷെല്ലിനകത്ത് ഉണ്ടാവുക. അതായത് 5, 6, 7, 8 ആയി കഴിഞ്ഞാൽ അത് ഇനേർട്ട് എലമെൻ്റ് ആയി കഴിഞ്ഞു. അത് കെമിക്കലി ഇനാക്റ്റീവ് ആണ്, അല്ലെങ്കിൽ ഇലക്ട്രിക്കലി കണ്ടക്ട് ചെയ്യില്ല. കെമിക്കലി ഇനാക്റ്റീവ് ആണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും അതിനകത്ത് 5, 6, 7 ഇലക്ട്രോൺസ് ആണ് നോർമലി ഒരു ഇൻസുലേറ്റേഴ്സിൻ്റെ വാലൻസ് ഷെല്ലിനകത്ത് ഉണ്ടാവുക. അപ്പോൾ നോർമലി നമ്മൾ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന ഇൻസുലേറ്റേഴ്സ് എന്ന് പറയുന്നത് എയർ ഒരു ഇൻസുലേറ്ററാണ്, ഗ്ലാസ് ഒരു ഇൻസുലേറ്ററാണ്, റബ്ബർ ഒരു ഇൻസുലേറ്ററാണ്, പ്ലാസ്റ്റിക് ഒരു ഇൻസുലേറ്ററാണ്, പേപ്പർ ഒരു ഇൻസുലേറ്ററാണ്, പോർസലൈൻ ഒരു ഇൻസുലേറ്ററാണ്, PVC ഒരു ഇൻസുലേറ്ററാണ്, ഫൈബർ ഒരു ഇൻസുലേറ്ററാണ്, മൈക്ക ഒരു ഇൻസുലേറ്ററാണ്. ഇതെല്ലാം ഇൻസുലേറ്റേഴ്സിൻ്റെ കാറ്റഗറിയിൽ പെടുന്ന മെറ്റീരിയൽസാണ്. ദെൻ ഇത് രണ്ടുമല്ലാത്ത മൂന്നാമതൊരു കാറ്റഗറിയാണ് സെമി കണ്ടക്ടേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ സെമി കണ്ടക്ടേഴ്സിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന് കുറച്ച് ക്യാരക്ടേഴ്സ് കണ്ടക്ടേഴ്സിൻ്റെയും ബാക്കി കുറച്ച് ക്യാരക്ടേഴ്സ് ഇൻസുലേറ്റേഴ്സിൻ്റെ, അതായത് രണ്ടിൻ്റെയും ക്യാരക്ടറിസ്റ്റിക്സ് കാണിക്കാൻ പറ്റുന്ന ആളാണ് സെമി കണ്ടക്ടർ. ഇതിന് പാർഷ്യലി കണ്ടക്ട് ചെയ്യുക എന്നൊരു മീനിങ് ഇല്ല. നമുക്ക് സെമി കണ്ടക്ടറായിട്ടും ഇൻസുലേറ്ററായിട്ടും രണ്ടിൻ്റെ പ്രോപ്പർട്ടിയും ഉള്ള ഒരാളിനെയാണ് നമ്മൾ സെമി കണ്ടക്ടേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ വാലൻസ് ഷെല്ലിൽ നേരത്തെ പറഞ്ഞ ലെസ് ദാൻ 4ഉം ഗ്രേറ്റർ ദാൻ 4ഉം ആണെങ്കിൽ സെമി കണ്ടക്ടേഴ്സിൻ്റെ വാലൻസ് ഷെല്ലിനകത്ത് 4 ഇലക്ട്രോൺസ് ആണുള്ളത്. 4 ഇലക്ട്രോൺ ആണ് സെമി കണ്ടക്ടറിൻ്റെ വാലൻസ് ഷെല്ലിനുള്ളത്. അപ്പോൾ നോർമലി നമ്മൾ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന പ്യുവർ സെമി കണ്ടക്ടർ മെറ്റീരിയൽസ് എന്ന് പറയുന്നത് ഒന്ന് സിലിക്കണും രണ്ടാമത്തത് ജെർമേനിയുമാണ്. ഇത് രണ്ടുമാണ് പ്യുവർ സെമി കണ്ടക്ടറാണ്. ഇൻഡെപ്ത് ആയിട്ട് നമുക്ക് സെമി കണ്ടക്ടേഴ്സിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് പറയുമ്പോൾ അതല്ലാത്തുള്ള സെമി കണ്ടക്ടേഴ്സിൻ്റെ ഡീറ്റെയിൽസും കൂടെ നമുക്ക് പറയാം. നെക്സ്റ്റ് വൺ. ഇനി ഇലക്ട്രിക്കൽ സർക്യൂട്ട്സിലേക്ക് പോവുകയാണ് നമ്മൾ. ഇലക്ട്രിക്കൽ സർക്യൂട്ട്സിലേക്ക് പോകുന്ന സമയത്ത് ഇലക്ട്രിക്കൽ സർക്യൂട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ സിമ്പിൾ ഇലക്ട്രിക്കൽ സർക്യൂട്ട് ഈസ് വൺ വിച്ച് കറണ്ട് ഫ്ലോ ഒരു സോഴ്സിൽ നിന്നും ലോഡിലേക്ക് തിരിച്ച് ലോഡിൽ നിന്നും സോഴ്സിലേക്ക് ആ പാത്ത് കംപ്ലീറ്റ് ചെയ്തുകൊണ്ട് കറണ്ട് ഫ്ലോ ചെയ്യുന്ന സർക്യൂട്ടിനെ പറയുന്ന പേരാണ് സിമ്പിൾ ഇലക്ട്രിക്കൽ സർക്യൂട്ട്സ്. അപ്പോൾ അതിനൊരു സോഴ്സ് ഓഫ് EMF വേണം. അതിൽ നിന്നും ഒരു ലോഡിലേക്ക് കറണ്ട് ഫ്ലോ ചെയ്ത് തിരിച്ച് ഈ ലോഡിൽ നിന്നും സോഴ്സിലേക്ക് പാത്ത് കംപ്ലീറ്റ് ചെയ്യുന്ന ഒരു സർക്യൂട്ടിനെയാണ് നമ്മൾ ഇലക്ട്രിക് സർക്യൂട്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു ഇലക്ട്രിക് സർക്യൂട്ടിന് നിർബന്ധമായിട്ടും വേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ഒന്നാമത്തതാണ് എനർജി സോഴ്സ് എന്ന് പറയുന്നത്. ഈ എനർജി സോഴ്സ്
ഇതിലുള്ള കറണ്ട് ഫ്ലോ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഫോഴ്സ് സപ്ലൈ ചെയ്യുന്ന ആളാണ് ഈ എനർജി സോഴ്സ്, അതല്ലെങ്കിൽ സെൽ എന്ന് നമ്മൾ സിംപ്ലി പറയും. ഇനി ഈ കറണ്ടിന് ഫ്ലോ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു പാത്ത് വേണം, അതിനെയാണ് നമ്മൾ കണ്ടക്ടേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഒന്നാമത്തെ ക്രൈറ്റീരിയ അതിനകത്തൊരു സെൽ ഉണ്ടായിരിക്കണം, രണ്ടാമത്തത് അതിനൊരു കണ്ടക്ടേഴ്സ് ഉണ്ടായിരിക്കണം, മൂന്നാമത്തത് ഒരു ലോഡ് ഉണ്ടായിരിക്കണം. അതായത് ഇതിനകത്തുള്ള കറണ്ടിനെ എമൗണ്ടിനെ കൺട്രോൾ ചെയ്ത് കഴിഞ്ഞിട്ട് അതിനെ യൂട്ടിലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ലോഡ് ഉണ്ടായിരിക്കണം. ഇനി നാലാമത് പറയുന്ന ഒരു കാര്യം, ഇതൊന്ന് ഓപ്ഷണലാണ്, പക്ഷേ ഇതുണ്ടെങ്കിൽ ആ സർക്യൂട്ട് ഒന്ന് കംപ്ലീറ്റ് ആവും എന്ന് നമുക്ക് പറയാം. പക്ഷേ ഇത് മൂന്നുമാണ് എസെൻഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങൾ. ഇത് മൂന്നും എസെൻഷ്യലാണ്. ഇതില്ലെങ്കിൽ നമുക്ക് ഇലക്ട്രിക്കൽ സർക്യൂട്ട് ആണെന്ന് പറയാൻ പറ്റില്ല. ഇനി ഇതിലുള്ള കറണ്ടിൻ്റെ ഫ്ലോയെ നമുക്ക് കൺട്രോൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ, അതായത് കറണ്ടിൻ്റെ ഫ്ലോയെ ഒരു പർട്ടിക്കുലർ മൊമെൻറ്റിൽ വെച്ച് സ്റ്റാർട്ട് ചെയ്യിക്കണം, പർട്ടിക്കുലർ മൊമെൻറ്റിൽ വെച്ച് നമുക്ക് അതിനെ സ്റ്റോപ്പ് ചെയ്യിക്കണം. അത്തരം സിറ്റുവേഷൻസിൽ നമ്മൾ യൂസ് ചെയ്യുന്നതാണ് കൺട്രോൾ ഡിവൈസസ് അല്ലെങ്കിൽ ഒരു സ്വിച്ച്. ഇത് ഓപ്ഷണലാണ്, പക്ഷേ ബാക്കിയുള്ള മൂന്നെണ്ണം എസെൻഷ്യൽ ആണ്. ഇത് രണ്ടും രണ്ട് രീതിയിൽ PSC ചോദിച്ചിട്ടുണ്ട്. എസെൻഷ്യലും ചോദിച്ചിട്ടുണ്ട്, അതേപോലെ തന്നെ ബാക്കി 4 വരുന്ന ഓപ്ഷൻസും ചോദിച്ചിട്ടുണ്ട്. ദെൻ വാട്ട് ഈസ് ഇലക്ട്രിക് കറണ്ട്? ഇലക്ട്രിക് കറണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞതാണ്, നത്തിങ് ബട്ട് ഇറ്റ്സ് ഫ്ലോ ഓഫ് ഫ്രീ ഇലക്ട്രോൺസ്. ഫ്രീ ഇലക്ട്രോൺസിന്റെ ഫ്ലോയെ പറയുന്ന പേരാണ് ഇലക്ട്രിക് കറണ്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഇലക്ട്രോൺസ് എന്ന് പറയുന്നത് നെഗറ്റീവ് ടെർമിനലിൽ നിന്നും, ഒരു ബാറ്ററിയുടെ നെഗറ്റീവ് ടെർമിനലിൽ നിന്നും ലാമ്പിലൂടെ ഫ്ലോ ചെയ്ത് കഴിഞ്ഞിട്ട് ബാറ്ററിയുടെ പോസിറ്റീവ് ടെർമിനലിലാണ് എത്തുക. അപ്പോൾ നോർമൽ കൺവെൻഷണൽ കറണ്ടിൻ്റെ ഡയറക്ഷൻ എന്ന് നമ്മൾ പറയുന്നത് പോസിറ്റീവ് ടെർമിനൽ ഓഫ് ദി ബാറ്ററി ടു നെഗറ്റീവ് ടെർമിനൽ. ഇലക്ട്രോണിൻ്റെ മൂവ്മെൻ്റ് ആണ് നെഗറ്റീവ് ടെർമിനൽ ടു പോസിറ്റീവ് ടെർമിനൽ. അപ്പോൾ കൺവെൻഷണൽ കറണ്ടിൻ്റെ ഫ്ലോ എന്ന് പറയുന്നത് ഓപ്പോസിറ്റ് ടു ദ ഫ്ലോ ഓഫ് ഇലക്ട്രോൺസ്, അതായത് പോസിറ്റീവ് ഡയറക്ഷനിൽ നിന്ന്, പോസിറ്റീവ് ടെർമിനലിൽ നിന്നും നെഗറ്റീവ് ടെർമിനലിലേക്കാണ് നമ്മൾ ആരെ പറയുന്നത്, ഇലക്ട്രിക് കറണ്ടിൻ്റെ ഡയറക്ഷൻ ഡിഫൈൻ ചെയ്യുന്നത്. ഓക്കെ, ദ നെക്സ്റ്റ് വൺ, കറണ്ടിൻ്റെ യൂണിറ്റ് ആണ് ആംപിയർ എന്ന് പറയുന്നത്. നമ്മൾ എല്ലാവർക്കും അറിയാവുന്ന സാധനമാണ്, കറണ്ടിൻ്റെ യൂണിറ്റ് ആണ് ആംപിയർ എന്ന് പറയുന്നത്. എന്താണ് ആംപിയർ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു സെക്കൻഡിൽ 6.24 × 10⁻18 ഇലക്ട്രോൺസ് ഫ്ലോ ചെയ്യാണ്. ഏതിലൂടെ? ഒരു ഓം റെസിസ്റ്റൻസും പൊട്ടൻഷ്യൽ ഡിഫറൻസ് 1 വോൾട്ട് പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഉള്ള 1 ആംപിയർ കറണ്ട് പാസിംഗ് ത്രൂ ദ കണ്ടക്ടർ. അതായത് ഇത്രയും ഇലക്ട്രോൺസ് ഫ്ലോ ചെയ്യുന്ന സമയത്താണ് നമുക്കത് 1 ആംപിയർ എന്ന് പറയുന്നത്. 1 വോൾട്ട് നമ്മൾ സപ്ലൈ കൊടുത്തു, 1 ഓം റെസിസ്റ്റൻസും കൊടുത്തു. ഒരു സെക്കൻഡിൽ 6.24 × 10⁻18 ഇലക്ട്രോൺസ് മൂവ് ചെയ്യുകയാണെങ്കിൽ അതിനെയാണ് നമ്മൾ 1 ആംപിയർ എന്ന് പറയുന്നത്. റെഡി? അപ്പോൾ ഈ ആംപിയർ ആണ് കറണ്ടിന്റെ യൂണിറ്റ് എന്ന് പറയുന്നത്. ആംപിയറിനെ മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട്, കറണ്ടിനെ മെഷർ ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ഇൻസ്ട്രുമെന്റ് ആണ് അമ്മീറ്റർ എന്ന് പറയുന്നത്. ഈ അമ്മീറ്റർ നോർമലി നമ്മൾ ലോഡിന് സീരീസ് ആയിട്ടാണ് കണക്ട് ചെയ്യുന്നത്. റെസിസ്റ്റൻസ് അല്ലെങ്കിൽ ലോഡിന് സീരീസ് ആയിട്ടാണ് നമ്മൾ അമ്മീറ്ററിനെ കണക്ട് ചെയ്യുന്നത്. ക്ലിയർ? അപ്പോൾ ഇത്രയാണ് അമ്മീറ്ററിനെ പറ്റി പറയാനുള്ളത്. ഇനി അടുത്ത കാര്യം എന്ന് പറയുന്നത് EMF ആണ്. ഇതൊക്കെ കറണ്ടുമായി ബന്ധപ്പെട്ട കുറച്ച് ടേമിന്റെ ഡെഫിനിഷൻസ് ആണ് ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഒന്ന് ആംപിയർ നമ്മൾ പറഞ്ഞു, രണ്ടാമത്തതാണ് ഇലക്ട്രോമോട്ടീവ് ഫോഴ്സ്. ഇലക്ട്രോമോട്ടീവ് ഫോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു ഇലക്ട്രിക്കൽ സോഴ്സിൽ അവൈലബിൾ ആയിട്ടുള്ള ഫോഴ്സ് ആണ്. ഇതൊരു ഇലക്ട്രിക്കൽ ഫോഴ്സ് ആണ്, ഒരു ഇലക്ട്രിക്കൽ സോഴ്സിൽ അവൈലബിൾ ആയിട്ടുള്ള ഇലക്ട്രിക്കൽ ഫോഴ്സ് ആണ്. അതായത് നമ്മുടെ സെല്ലിനകത്ത്, സെല്ല് എന്ന് പറയുന്നത് ഒരു ഇലക്ട്രിക്കൽ സോഴ്സ് ആണ്, അതിനകത്തുള്ള ഒരു ഫോഴ്സ്, അതിനുള്ള ഒരു കപ്പാസിറ്റി അല്ലെങ്കിൽ അതിനുള്ള ഒരു ഫോഴ്സ് എന്ന് വേണമെങ്കിൽ പറയും. എന്തിനുള്ള ഫോഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കണ്ടക്ടറിൽ കൂടെ ഫ്രീ ഇലക്ട്രോൺസിനെ മൂവ് ചെയ്യിക്കാനുള്ള ഫോഴ്സ് അപ്പം ഉള്ള ഒരാളിനെയാണ് നമ്മൾ EMF എന്ന് പറയുന്നത്. ആ ഫോഴ്സിനെ പറയുന്ന പേരാണ് EMF എന്ന് പറയുന്നത്. ഓക്കെ, ഇതിന്റെ യൂണിറ്റ് എന്ന് പറയുന്നത് വോൾട്ട് ആണ്. നമ്മൾ നോർമലി റെപ്രസെന്റ് ചെയ്യുന്നത് E എന്ന് പറയുന്ന ലെറ്റർ കൊണ്ടാണ് നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത്. ഇത് നമുക്ക് ഒരു മീറ്ററും വെച്ച് മെഷർ ചെയ്യാൻ പറ്റില്ല. നമ്മൾ വോൾട്ട് മീറ്റർ വെച്ച് മെഷർ ചെയ്യുന്നത് EMF അല്ല, അത് പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആണ് അല്ലെങ്കിൽ വോൾട്ടേജ് ആണ്. EMF എന്ന് പറയുന്നത് നമുക്ക് ഒരു മീറ്ററും വെച്ച് നമുക്ക് മെഷർ ചെയ്യാൻ പറ്റില്ല. അത് നമ്മൾ ഒരു മാത്തമാറ്റിക്കൽ കാൽക്കുലേഷനിൽ മാത്രം കണ്ടുപിടിക്കുന്ന ഒരു ക്വാണ്ടിറ്റിയാണ്. അപ്പോൾ EMF എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ് പ്ലസ് വോൾട്ടേജ് ഡ്രോപ്പ്. ഈ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആണ് നമ്മൾ വോൾട്ട് മീറ്റർ വെച്ച് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അതേപോലെ തന്നെ വോൾട്ടേജ് ഡ്രോപ്പും നമുക്ക് വോൾട്ട് മീറ്റർ വെച്ച് കാൽക്കുലേറ്റ് ചെയ്യാം. അപ്പോൾ ഈ രണ്ട് വാല്യൂസും നമുക്ക് അറിയാമെങ്കിൽ EMF എന്ന് പറയുന്നത് പൊട്ടൻഷ്യൽ ഡിഫറൻസ് പ്ലസ് വോൾട്ടേജ് ഡ്രോപ്പ് ആയിരിക്കും. ഓക്കെ, ദെൻ അപ്പോൾ ഈ അടുത്ത കാര്യമാണ് നമ്മൾ പറയാൻ പോകുന്നത് പൊട്ടൻഷ്യൽ ഡിഫറൻസ്. എന്താണ് പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ? അപ്പോൾ പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സർക്യൂട്ടിലെ ഏതെങ്കിലും രണ്ട് പോയിന്റുകൾക്കിടയിലുള്ള വോൾട്ടേജ് ഡിഫറൻസിനെ പറയുന്ന പേരാണ് പൊട്ടൻഷ്യൽ ഡിഫറൻസ്. ഒരു സർക്യൂട്ടിനകത്തുള്ള ഏതെങ്കിലും രണ്ട് പോയിന്റ്, ഇപ്പോൾ നമ്മളൊരു സെൽ എടുത്തു കഴിഞ്ഞാൽ ഇതൊരു പോയിന്റ് ആണ്, ഇതൊരു പോയിന്റ് ആണ്. അപ്പോൾ ഇതിനിടയിലുള്ള വോൾട്ടേജ് ഡിഫറൻസിനെ നമുക്ക് പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്ന് പറയാം. അതേപോലെ നമ്മൾ ഇതൊരു ലോഡ് ആണെങ്കിൽ ഇതൊരു പോയിന്റ് ആണ്, ഇതൊരു പോയിന്റ് ആണ്. ഇതിനിടയിലുള്ള വോൾട്ടേജിനെ നമുക്ക് പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്ന് പറയാം. അപ്പോൾ ഒരു സർക്യൂട്ടിലെ ഏതെങ്കിലും രണ്ട് പോയിന്റുകൾക്കിടയിലുള്ള വോൾട്ടേജ് ഡിഫറൻസിനെ പറയുന്ന പേരാണ് പൊട്ടൻഷ്യൽ ഡിഫറൻസ്. ഓക്കെ, ഒരു പർട്ടിക്കുലർ സിറ്റുവേഷൻസ് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു EMF നമുക്ക് ഇതിൽ കൂടെ മെഷർ ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ നമ്മൾ സ്വിച്ച് ഓപ്പൺ കണ്ടീഷനാണെന്ന് വിചാരിക്കാം.
ആ സർക്യൂട്ടിനകത്തുള്ള സ്വിച്ച് ഓപ്പൺ കണ്ടീഷൻ ആണെങ്കിൽ ഈ രണ്ട് സെല്ലിനിടയിലുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസിന് പറയുന്ന പേരാണ് ഇലക്ട്രോമോട്ടീവ് ഫോഴ്സ്. അപ്പോൾ അത്തരം സിറ്റുവേഷനിൽ ഒരു സർക്യൂട്ടിലൂടെ ഓപ്പൺ കണ്ടീഷനിലാണെങ്കിൽ നമുക്ക് ആ രണ്ട് ടെർമിനലിനിടയിലുള്ള വോൾട്ടേജ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് എന്തായിരിക്കും? EMF ആയിരിക്കും. ദെൻ സ്വിച്ച് ക്ലോസ്ഡ് പൊസിഷൻ ആണെങ്കിൽ ദ വോൾട്ടേജ് അക്രോസ് ദ സെൽ ഈസ് കോൾഡ് പൊട്ടൻഷ്യൽ ഡിഫറൻസ്. അതാണ് പൊട്ടൻഷ്യൽ ഡിഫറൻസും EMF തമ്മിലുള്ള ഡിഫറൻസ്. സർക്യൂട്ട് ഓപ്പൺ ആണെങ്കിൽ അതിനെയാണ് നമ്മൾ EMF എന്ന് പറയാം. സർക്യൂട്ട് ക്ലോസ്ഡ് ആണെങ്കിൽ അതിനെയാണ് നമ്മൾ പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്ന് പറയുന്നത്. അപ്പോൾ പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്ന് പറയുന്നത് എപ്പോഴും EMF-നേക്കാൾ താഴെയായിരിക്കും. എപ്പോഴും EMF ആയിരിക്കും പൊട്ടൻഷ്യൽ ഡിഫറൻസിനേക്കാളും കൂടുതൽ ഉണ്ടാകും. റെഡി? ഇത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സെല്ലിനകത്തുള്ള ഇന്റേണൽ റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റെസിസ്റ്റൻസ് ഓഫേർഡ് ബൈ എ സെൽ. ഒരു സെൽ ഓഫർ ചെയ്യുന്ന റെസിസ്റ്റൻസിനെയാണ് നമ്മൾ ഇന്റേണൽ റെസിസ്റ്റൻസ് എന്ന് പറയാം. അപ്പോൾ ഈ ഇന്റേണൽ റെസിസ്റ്റൻസ് കൊണ്ടുണ്ടാവുന്ന വോൾട്ടേജ് ഡ്രോപ്പ് കുറച്ചിട്ടാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? പൊട്ടൻഷ്യൽ ഡിഫറൻസ് കിട്ടുന്നത്. ഓക്കെ. ദെൻ ടെർമിനൽ വോൾട്ടേജ് എന്ന് പറയുന്നത് പൊട്ടൻഷ്യൽ ഡിഫറൻസ് തന്നെയാണ്. അതായത് ഒരു സോഴ്സ് ഓഫ് സപ്ലൈയുടെ ടെർമിനലിനിടയിൽ കിട്ടുന്ന സിമ്പലിനാണ് നമ്മൾ ടെർമിനൽ വോൾട്ടേജ് എന്ന് പറയാം. ഇതിനെ നമ്മൾ നോർമലി റെപ്രസെൻറ്റ് ചെയ്യുന്നത് VT എന്നാണ്. ടെർമിനൽ വോൾട്ടേജ് VT എന്നാണ്. ഇതിൻ്റെ യൂണിറ്റും വോൾട്ടേജ് തന്നെയാണ്. ഇത് നമുക്ക് വോൾട്ടിമീറ്റർ വെച്ച് മെഷർ ചെയ്യാൻ പറ്റും. അതല്ല എങ്കിൽ EMF മൈനസ് വോൾട്ടേജ് ഡ്രോപ്പ് എടുത്തു കഴിഞ്ഞാലും നമുക്ക് ഈ ഒരു റിലേഷൻ വെച്ചിട്ട്, നമ്മൾ നേരത്തെ പറഞ്ഞ റിലേഷൻ വെച്ചിട്ട് നമുക്ക് ഇപ്പോൾ ടെർമിനൽ വോൾട്ടേജ് കണ്ടുപിടിക്കാൻ പറ്റും. ദെൻ അടുത്ത ടേമാണ് റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സർക്യൂട്ടിലൂടെയുള്ള കറണ്ടിൻ്റെ ഫ്ലോയെ ഒപ്പോസ് ചെയ്യാൻ പറ്റുന്ന കപ്പാസിറ്റി അല്ലെങ്കിൽ ആ പ്രോപ്പർട്ടിയെ പറയുന്ന പേരാണ് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു സർക്യൂട്ടിലൂടെയുള്ള കറണ്ടിൻ്റെ ഫ്ലോയെ ഒപ്പോസ് ചെയ്യാനുള്ള ഒരു സബ്സ്റ്റൻസിൻ്റെ പ്രോപ്പർട്ടി അല്ലെങ്കിൽ ഒരു മെറ്റീരിയലിൻ്റെ പ്രോപ്പർട്ടിയാണ് നമ്മൾ എന്ത് പറയുന്നത്? റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്. അപ്പോൾ റെസിസ്റ്റൻസ് ഇല്ല എങ്കിൽ, ഒരു സർക്യൂട്ടിനകത്ത് ഇപ്പോൾ നമുക്കൊരു റെസിസ്റ്റൻസ് ഇല്ല എങ്കിൽ അത് ഒരു അബ്നോർമൽ ലെവലിലേക്ക് നമ്മുടെ സർക്യൂട്ട് കറണ്ടിനെ കൊണ്ടുപോകാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് തന്നെ സർക്യൂട്ടിനകത്ത് റെസിസ്റ്റൻസിൻ്റെ ഇമ്പോർട്ടൻസ് വളരെ വലുതാണ്. അപ്പോൾ റെസിസ്റ്റൻസ് ഇല്ലെങ്കിൽ ഒരു അബ്നോർമൽ ഹൈ വാല്യൂവിലേക്ക് നമ്മൾ കറണ്ടിനെ കൊണ്ടുപോവുകയും അത് നമ്മുടെ സർക്യൂട്ടിനെ ഡാമേജ് വരുത്തുകയും അല്ലെങ്കിൽ ഡേഞ്ചർ സിറ്റുവേഷൻസിൽ കൊണ്ടുപോവുകയും ചെയ്യും. ഇനി റെസിസ്റ്റൻസിൻ്റെ യൂണിറ്റ് എന്ന് പറയുന്നത് ഓം ആണ്. നമ്മൾ നോർമലി ഈ സിമ്പിൾ കൊണ്ടാണ് നമ്മൾ ഓമിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഇനി ഒരു റെസിസ്റ്റൻസിൻ്റെ വാല്യൂ മെഷർ ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ഇൻസ്ട്രുമെൻ്റ് ആണ് ഓം മീറ്റർ അല്ലെങ്കിൽ വീറ്റ്സ്റ്റോൺ ബ്രിഡ്ജ്. മൾട്ടിമീറ്റർ യൂസ് ചെയ്തിട്ടും നമുക്ക് റെസിസ്റ്റൻസ് മെഷർ ചെയ്യാൻ പറ്റും. അപ്പോൾ നോർമലി റെസിസ്റ്റൻസ് മെഷർ ചെയ്യാൻ വേണ്ടിയുള്ള ഇൻസ്ട്രുമെൻറ്റ്സ് എന്ന് പറയുന്നത് ഒന്നുകിൽ ഓം മീറ്റർ എന്ന് പറയും, അല്ലെങ്കിൽ വീറ്റ്സ്റ്റോൺ ബ്രിഡ്ജ് വെച്ചിട്ടും നമുക്ക് റെസിസ്റ്റൻസ് മെഷർ ചെയ്യാൻ പറ്റും. ഓക്കെ, അതായത് മൾട്ടിമീറ്ററിൽ നമുക്ക് ഓമിക് റെസിസ്റ്റൻസ് വാല്യൂ ചെയ്യാനുള്ള ഓപ്ഷൻസ് അവൈലബിൾ ആണ്. ഇനി നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഓം എന്ന് പറയുന്നത് റെസിസ്റ്റൻസിൻ്റെ യൂണിറ്റ് ആണ്. അപ്പോൾ ഈ റെസിസ്റ്റൻസിൻ്റെ യൂണിറ്റിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഇൻ്റർനാഷണൽ ഓം എന്ന് പറയുന്ന യൂണിറ്റ്. ഇൻ്റർനാഷണൽ യൂണിറ്റ് ഓം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കോളം ഓഫ് മെർക്കുറി ഐസിൻ്റെ മെൽറ്റിംഗ് പോയിൻ്റ് ആയിട്ടുള്ള 0 ഡിഗ്രി സെൽഷ്യസിൽ ടെമ്പറേച്ചറിനകത്ത് അതിൻ്റെ മാസ് എന്ന് പറയുന്നത് 14.4521 ഗ്രാം ഇൻ ആസും അതിൻ്റെ ക്രോസ് സെക്ഷണൽ ഏരിയ 1 സ്ക്വയർ സെൻറ്റിമീറ്ററും 106.3 സെൻറ്റിമീറ്റർ ലെങ്ത്തുള്ള ഒരു കോളം ഓഫ് മെർക്കുറി ഓഫർ ചെയ്യുന്ന റെസിസ്റ്റൻസിനെ പറയുന്ന പേരാണ് ഇൻ്റർനാഷണൽ ഓം. ഇതിൽ ഞാൻ ഈ റെഡ് കളറിലാക്കി വെച്ചത് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് പലപ്പോഴും ചോദിച്ചിട്ടുണ്ട്. അത് എന്താണ് ഇൻ്റർനാഷണൽ ഓമിനെ ഡിഫൈൻ ചെയ്യുന്നത്? ഒന്ന്, റെസിസ്റ്റൻസ് ഓഫ് എ കോളം ഓഫ് മെർക്കുറി. അത് എപ്പോൾ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പർട്ടിക്കുലർ ടെമ്പറേച്ചേഴ്സിൽ, അതായത് മെൽറ്റിംഗ് ഓഫ് ഐസ് ടെമ്പറേച്ചർ അതായത് 0 ഡിഗ്രി സെൽഷ്യസ് ആയിരിക്കണം. അതിൻ്റെ വെയിറ്റ് എന്ന് പറയുന്നത് 14.4521 ഗ്രാം ആയിരിക്കണം. അതിൻ്റെ ക്രോസ് സെക്ഷൻ ഏരിയ എന്ന് പറയുന്നത് 1 സ്ക്വയർ സെൻറ്റിമീറ്റർ ആയിരിക്കണം, 1 സ്ക്വയർ മില്ലിമീറ്റർ ആയിരിക്കണം. ഇനി അതിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് 106.3 സെൻറ്റിമീറ്റർ ആയിരിക്കണം. ആ ഡയമെൻഷനിലുള്ള ആ ടെമ്പറേച്ചറിലുള്ള കോളം ഓഫ് മെർക്കുറി ഓഫർ ചെയ്യുന്ന റെസിസ്റ്റൻസിനെയാണ് നമ്മൾ ഇൻ്റർനാഷണൽ ഓം എന്ന് പറയുന്നത്. ഇനി ഇൻ്റർനാഷണൽ ആംപിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഒരു DC കറണ്ട് പാസ് ചെയ്യുന്ന DC കറണ്ടിൻ്റെ വാല്യൂ ആണ്. ഏതിലൂടെ പാസ് ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സിൽവർ നൈട്രേറ്റ് സൊല്യൂഷൻസിലൂടെ ഒരു DC കറണ്ട് പാസ് ചെയ്യുന്ന സമയത്ത് ഇനി അത് ഡെപ്പോസിറ്റ് റേറ്റ് എന്ന് പറയുന്നത് 1.118 മില്ലിഗ്രാം പെർ സെക്കൻഡ് അറ്റ് ദ കാഥോഡിൽ ഇത്രയും ഇത് ഡെപ്പോസിറ്റ് ചെയ്യുന്നു. ആ ഇക്വലൻ്റ് ആയിട്ടുള്ള DC കറണ്ടിനെയാണ് നമ്മൾ ഇൻ്റർനാഷണൽ ആംപിയർ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനകത്ത് സൊല്യൂഷൻ ഓഫ് സിൽവർ നൈട്രേറ്റ് ആണ് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, സൊല്യൂഷൻ ഓഫ് സിൽവർ നൈട്രേറ്റ് ഇൻ വാട്ടർ. ഇനി ഇൻ്റർനാഷണൽ റെസിസ്റ്റൻസിൻ്റെയും ഇൻ്റർനാഷണൽ ഓമിൻ്റെയും മൾട്ടിപ്ലിക്കേഷനാണ് നമുക്ക് എന്ത് പറയുന്നത്? ഇൻ്റർനാഷണൽ വോൾട്ട് എന്ന് പറയുന്നത്. ഇൻ്റർനാഷണൽ വോൾട്ടിൽ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സാധനം ഇൻ്റർനാഷണൽ വോൾട്ട് ഈസ് ഈക്വൽ ടു 1.0049 നോർമൽ വോൾട്ടേജ്.
ദ നെക്സ്റ്റ് ടേം ഇസ് കണ്ടക്റ്റൻസ്. കണ്ടക്റ്റൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റെസിസ്റ്റൻസിന് ഇൻവേഴ്സ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ടേമിനെയാണ് നമ്മൾ കണ്ടക്റ്റൻസ് എന്ന് പറയുക. അപ്പോൾ കണ്ടക്റ്റൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞിരുന്നു കറണ്ടിൻ്റെ ഫ്ലോയെ ഒപ്പോസ് ചെയ്യുന്ന ആൾ. അപ്പോൾ കറണ്ടിൻ്റെ ഫ്ലോയെ നമ്മൾ ഫീസ് ചെയ്യുന്ന ആൾ അല്ലെങ്കിൽ കറണ്ടിൻ്റെ കറണ്ട് ഫ്ലോ ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന പ്രോപ്പർട്ടിയെ പറയുന്ന പേരാണ് കണ്ടക്റ്റൻസ് എന്ന് പറയുന്നത്. കണ്ടക്റ്റൻസ് എന്ന് പറഞ്ഞാൽ റെസിസ്റ്റൻസിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ട് വരും സ്വാഭാവികമായിട്ടും അതിൻ്റെ ഡെഫിനിഷൻ പറയുമ്പോൾ തന്നെ. അപ്പോൾ അതിൻ്റെ സിമ്പിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ G ആണ്, 1/R അതിൻ്റെ യൂണിറ്റ് മോ, അത് റെപ്രസെൻറ്റ് ചെയ്യുന്ന ലെറ്റർ ഓമിനെ തിരിച്ചെഴുതി. ദെൻ ക്വാണ്ടിറ്റി ഓഫ് ഇലക്ട്രിസിറ്റി. ക്വാണ്ടിറ്റി ഓഫ് ഇലക്ട്രിസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ദ ക്വാണ്ടിറ്റി ഓഫ് ഇലക്ട്രിസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സർക്യൂട്ടിലൂടെ പാസ് ചെയ്യുന്ന എമൗണ്ട് ഓഫ് ഇലക്ട്രിസിറ്റി. അതിനെ നമ്മൾ നോർമലി റിപ്രസെൻറ്റ് ചെയ്യുന്നത് കുളൂം എന്ന് പറയുന്ന യൂണിറ്റ് വെച്ചിട്ടാണ്. അതല്ലെങ്കിൽ ചാർജ് തന്നെയാണ് ആക്ച്വലി ക്വാണ്ടിറ്റി ഓഫ് ഇലക്ട്രിസിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ എത്ര ആംപിയർ കറണ്ട് എത്ര ടൈമിലൂടെ പാസ് ചെയ്യുന്നു അതിനെയാണ് നമ്മൾ ക്വാണ്ടിറ്റി ഓഫ് ഇലക്ട്രിസിറ്റി അല്ലെങ്കിൽ Q എന്ന് റെപ്രസെൻറ്റ് ചെയ്യുന്ന കുളൂം എന്ന് പറയുന്ന സാധനം. അപ്പോൾ 1 ആംപിയർ കറണ്ട് 1 സെക്കൻഡിൽ പാസ് ചെയ്യുന്ന ഇലക്ട്രിസിറ്റിയാണ് നമ്മൾ കുളൂം എന്ന് പറയുന്നത്. ഇതിൻ്റെ മറ്റൊരു യൂണിറ്റ് ആണ് ആംപിയർ സെക്കൻഡ്. കുളൂമിൻ്റെ മറ്റൊരു യൂണിറ്റ് ആണ് ആംപിയർ സെക്കൻഡ്. ഓക്കെ, ഇനി നമുക്ക് പലതരത്തിലുള്ള സപ്ലൈ സിസ്റ്റംസ് ഉണ്ട്, ഇലക്ട്രിക്കൽ സപ്ലൈ സിസ്റ്റംസ് ഉണ്ട്. 2 ടൈപ്പ് സിസ്റ്റംസ് ആണ് നമുക്ക് നോർമലി ഇലക്ട്രിക്കൽ സപ്ലൈയിലുള്ളത്. ഒന്ന് ആൾട്ടർനേറ്റിംഗ് കറണ്ടും അതേപോലെ തന്നെ ഡയറക്റ്റ് കറണ്ടും. അപ്പോൾ ഇതിനകത്ത് ഡയറക്റ്റ് കറണ്ട് സപ്ലൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോർമലി എല്ലാ സോഴ്സ് ഓഫ് DC സപ്ലൈ നമ്മൾ സെൽ അല്ലെങ്കിൽ ബാറ്ററിയാണ് നമുക്ക്, അതല്ലെങ്കിൽ DC ജനറേറ്റേഴ്സ് അല്ലെങ്കിൽ ഡൈനാമോ എന്ന് പറയുന്ന DC ജനറേറ്റർ. ഇതാണ് നമുക്ക് DC സപ്ലൈ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു സോഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ മാഗ്നിറ്റ്യൂഡ് അല്ലെങ്കിൽ ആംപ്ലിറ്റ്യൂഡ് എന്ന് പറയുന്നത് കോൺസ്റ്റൻറ്റ് വാല്യൂ ആയിരിക്കും, ഡയറക്റ്റ് അല്ലെങ്കിൽ കോൺസ്റ്റൻറ്റ് വാല്യൂ ആയിരിക്കും. അപ്പോൾ ഇതിൻ്റെ പൊളാരിറ്റി എന്ത് ചെയ്യില്ല, ചേഞ്ച് ചെയ്യില്ല. ഇത് കോൺസ്റ്റൻ്റ് ആയിട്ടുള്ള ഒരു പർട്ടിക്കുലർ പൊളാരിറ്റിയിൽ ഒരു പർട്ടിക്കുലർ മാഗ്നിറ്റ്യൂഡുള്ള സോഴ്സ് ഓഫ് വോൾട്ടേജ് ആണ് നമുക്ക് DC സപ്ലൈ തരുന്നത്. ഇനി AC സപ്ലൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നമുക്ക് തരുന്നത് AC ജനറേറ്റേഴ്സിൽ നിന്നാണ് അല്ലെങ്കിൽ ആൾട്ടർനേറ്റേഴ്സിൽ നിന്നാണ് നമുക്ക് ഈ AC സപ്ലൈ കിട്ടുന്നത്. അപ്പോൾ AC സപ്ലൈയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ പൊളാരിറ്റി ടൈം ടു ടൈം ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും. അത് പോസിറ്റീവ് വാല്യൂയിൽ നിന്നും നെഗറ്റീവ് വാല്യൂയിലേക്കും നെഗറ്റീവ് വാല്യൂയിൽ നിന്നും പോസിറ്റീവ് വാല്യൂയിലേക്കും ചേഞ്ച് ചെയ്യും. അതേപോലെ തന്നെ അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് വോൾട്ടേജിൻ്റെ മാഗ്നിറ്റ്യൂഡ് എന്ത് ചെയ്തുകൊണ്ടിരിക്കും, ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും. ഓക്കെ, അപ്പോൾ AC സപ്ലൈ നമ്മൾ നോർമലി റെപ്രസെൻറ്റ് ചെയ്യുന്നത് അതിൻ്റെ എഫക്റ്റീവ് വോൾട്ടേജ് വെച്ചിട്ടാണ്. അതേപോലെ തന്നെ എത്ര പ്രാവശ്യം അത് ഒരു സെക്കൻഡിൽ അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് അല്ല പൊളാരിറ്റി ചേഞ്ച് ചെയ്യുന്നു. ആ 2 ഫാക്ടേഴ്സ് വെച്ചിട്ടാണ് നമ്മൾ ഒരു ആൾട്ടർനേറ്റിംഗ് കറണ്ടിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഒന്ന് അതിൻ്റെ എഫക്റ്റീവ് വാല്യൂം, രണ്ടാമത്തത് എത്ര പ്രാവശ്യം ഒരു സെക്കൻഡിൽ അതിൻ്റെ പൊളാരിറ്റി ചേഞ്ച് ചെയ്യുന്നു. അതിനെയാണ് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത് ഫ്രീക്വൻസി എന്ന് പറയുന്ന ടേം കൊണ്ടാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഫ്രീക്വൻസിയുടെ യൂണിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹെഡ്സ് ആണ്. അപ്പോൾ ഈ ഒരു 2 കാര്യങ്ങൾ വെച്ചിട്ടാണ് നമ്മൾ ആൾട്ടർനേറ്റിംഗ് കറണ്ടിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഓക്കെ, ദെൻ അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഡയറക്റ്റ് കറണ്ട് എന്ന് പറയുന്നത് പൊളാരിറ്റി ചേഞ്ച് ചെയ്യില്ല, ആൾട്ടർനേറ്റിംഗ് കറണ്ട് എന്ന് പറയുന്നത് പൊളാരിറ്റി ചേഞ്ച് ചെയ്യുമെന്ന് പറയുന്നു. അപ്പോൾ ഡയറക്റ്റ് കറണ്ടിനെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ പൊളാരിറ്റി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ പൊളാരിറ്റി ചേഞ്ച് ചെയ്യുന്നില്ല. അപ്പോൾ പോസിറ്റീവ് ടെർമിനലായിട്ടും നെഗറ്റീവ് ടെർമിനലായിട്ടും കറക്റ്റായിട്ട് കണക്ട് ചെയ്തിരിക്കണം. ആരുടെ കണ്ടീഷനിൽ DC സപ്ലൈ ആണെങ്കിൽ. ഇല്ല എങ്കിൽ ആ ഒരു മെഷീൻ അല്ലെങ്കിൽ ആ ഒരു സിസ്റ്റം പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യില്ല, ഡാമേജ് ആവാനുള്ള സാധ്യതയുണ്ട്. ഓക്കെ, ഇനി നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ വോൾട്ട് മീറ്റർ മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് വോൾട്ടേജ് മെഷർ ചെയ്യാൻ വേണ്ടി വോൾട്ട് മീറ്റർ ഉണ്ട്, കറണ്ട് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് അമ്മീറ്റർ ഉണ്ട്. അപ്പോൾ ഒരു പർട്ടിക്കുലർ ടൈപ്പുള്ള മീറ്റേഴ്സിനെയാണ് MC മീറ്റേഴ്സ് എന്ന് പറയാം, മൂവിങ് കോയിൽ മീറ്റേഴ്സ് എന്ന് പറയും. ഇത് DC മെഷർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഇൻസ്ട്രുമെൻ്റ് ആണ്. അപ്പോൾ ഇത് വെച്ചിട്ടാണ് നമ്മൾ നോർമലി എന്തിനെ ടെസ്റ്റ് ചെയ്യുന്നത്, പൊളാരിറ്റി ടെസ്റ്റ് ചെയ്യുന്നത്. DC MC മീറ്ററിനെ പറ്റി നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് ആ മൊഡ്യൂളിൽ പറയാം. അപ്പോൾ ഒരു MC മീറ്റർ യൂസ് ചെയ്തിട്ട് എങ്ങനെ പൊളാരിറ്റി ടെസ്റ്റ് ചെയ്യാം എന്നുള്ളതാണ് നമുക്ക് നോക്കുന്നത്. അപ്പോൾ ഒരു MC മീറ്ററിൽ പോസിറ്റീവ് നെഗറ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് 2 ടെർമിനൽ മാർക്ക് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ നമുക്കറിയില്ല ഏതാണ് പോസിറ്റീവ് ഏതാണ് നെഗറ്റീവ്. എനിക്ക് മെഷർ ചെയ്യേണ്ട ആളുടെ അല്ലെങ്കിൽ എനിക്ക് കണ്ടുപിടിക്കേണ്ട പൊളാരിറ്റി കണ്ടുപിടിക്കേണ്ട സർക്യൂട്ടിൽ പോസിറ്റീവ് ഏതാണെന്നും നെഗറ്റീവ് ഏതാണെന്നും എനിക്ക് അറിയില്ല. അപ്പോൾ ഈ പോസിറ്റീവും നെഗറ്റീവിലേക്കും ഓരോ സപ്ലൈ കണക്ട് ചെയ്യുന്ന സമയത്ത് നമ്മളുടെ മീറ്റർ പോസിറ്റീവ് റീഡിംഗ് ആണ് കാണിക്കുന്നതെങ്കിൽ അത് നമ്മുടെ പൊളാരിറ്റി കറക്റ്റ് പൊളാരിറ്റിയാണ്. അതായത് നമ്മൾ പോസിറ്റീവിലേക്കും നെഗറ്റീവിലേക്കുമാണ് കണക്ട് ചെയ്തിരിക്കുന്നതെന്ന് പറയും. ഇനി നെഗറ്റീവ് റീഡിംഗ് ആണ് കാണിക്കുന്നതെങ്കിൽ, റിവേഴ്സ് റീഡിംഗ് ആണ് കാണിക്കുന്നതെങ്കിൽ, 0ക്ക് താഴേക്കാണ് കാണിക്കുന്നതെങ്കിൽ അതിൻ്റെ പൊളാരിറ്റി കറക്റ്റ് അല്ല, അത് റിവേഴ്സ് പൊളാരിറ്റിയിലാണ് നമ്മളിപ്പോൾ കണക്ട് ചെയ്തിരിക്കുന്നതെന്നാണ് അർത്ഥം. അപ്പോൾ അതിനെ പൊളാരിറ്റി ചേഞ്ച് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് നോർമൽ കറക്റ്റ് പൊളാരിറ്റിയിലേക്ക് മാറ്റാൻ പറ്റും. ഓക്കെ,
അപ്പോൾ ഡി സി സോഴ്സിന് നോർമലി പോസിറ്റീവ് ടെർമിനൽ ഉണ്ടാവും, അതേപോലെ തന്നെ നെഗറ്റീവ് ടെർമിനൽ ഉണ്ടാവും. പോസിറ്റീവ് ടെർമിനൽ നമ്മൾ നോർമലി കണക്ട് ചെയ്യുന്ന കളർ എന്ന് പറയുന്നത് റെഡ് കളറാണ്. നെഗറ്റീവ് ടെർമിനൽ നമ്മൾ കൊടുക്കുന്ന കളർ ഒന്നെങ്കിൽ ബ്ലാക്ക് ആയിരിക്കും, അതല്ലെങ്കിൽ ബ്ലൂ ആയിരിക്കും. ബ്ലാക്ക് അല്ലെങ്കിൽ ബ്ലൂ കളേഴ്സ് വെച്ചിട്ടാണ് നമ്മൾ നെഗറ്റീവ് ടെർമിനൽ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ദെൻ പൊളാരിറ്റി ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള മറ്റൊരു ഡിവൈസ് ആണ് നിയോൺ പൊളാരിറ്റി ഇൻഡിക്കേറ്റർ എന്ന് പറയും. നിയോൺ പൊളാരിറ്റി ഇൻഡിക്കേറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നിയോൺ ലാമ്പാണ് ആ പൊളാരിറ്റി ഇൻഡിക്കേറ്ററിൻ്റെ അകത്തുണ്ടാവുന്ന സാധനം. അതിന് സീരീസ് ആയിട്ട് ഒരു 220K റെസിസ്റ്റർ കണക്ട് ചെയ്തിട്ടുണ്ടായിരിക്കും. ഒരു 220K റെസിസ്റ്ററും ഒരു നിയോൺ ലാമ്പും കണക്ട് ചെയ്തിരിക്കുന്നതിനാണ് നമ്മൾ നിയോൺ പൊളാരിറ്റി ടെസ്റ്റർ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ നിയോൺ പൊളാരിറ്റി ഇൻഡിക്കേറ്റർ എന്ന് പറയുന്നത്. അപ്പോൾ ഏത് സർക്യൂട്ടിലാണോ നമ്മൾ പൊളാരിറ്റി കണ്ടുപിടിക്കേണ്ടത് അതിന് എഗെയിൻസ്റ്റ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഈ ഒരു രണ്ട് പ്രോബിനെ, ഈ പ്രോബുകൾ നിയോൺ ടാമ്പിൻ്റെ പ്രോബുകൾ ചെക്ക് ചെയ്യും. അപ്പോൾ രണ്ട് ഇലക്ട്രോഡുകളും, അതിനകത്ത് രണ്ട് ഇലക്ട്രോഡ് ഉണ്ട്, ആ രണ്ട് ഇലക്ട്രോഡുകളും ഗ്ലോ ചെയ്യുകയാണെങ്കിൽ അത് AC പവർ സോഴ്സ് ആണെന്നും, ഒരു ഇലക്ട്രോഡാണ് ഗ്ലോ ചെയ്യുന്നതെങ്കിൽ അത് DC പവർ സോഴ്സ് ആണെന്നും, ഏത് സൈഡിലുള്ള ഇലക്ട്രോഡാണോ ഗ്ലോ ചെയ്യുന്നത് അത് നെഗറ്റീവ് സൈഡ് എന്നാണെന്നും നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. ഇത്രയും കാര്യങ്ങളാണ് നിയോൺ പൊളാരിറ്റി ടെസ്റ്റർ നമുക്ക് തരുന്ന ഇൻഫർമേഷൻ. അത് അതിനകത്ത് രണ്ട് ഇലക്ട്രോഡ് ഉണ്ട്, രണ്ട് ഇലക്ട്രോഡും ഒരുമിച്ച് ഗ്ലോ ചെയ്യുകയാണെങ്കിൽ അത് AC പവർ ആണ്. ഒരു ഇലക്ട്രോഡെ ഗ്ലോ ചെയ്യുന്നുവെങ്കിൽ അത് DC പവർ ആണ്. ഏതാണോ ഗ്ലോ ചെയ്യുന്ന ഇലക്ട്രോഡ് ആ സൈഡുള്ളത് നെഗറ്റീവ് സൈഡുള്ള അല്ലെങ്കിൽ നെഗറ്റീവ് പൊളാരിറ്റി ഉള്ള ആളാണെന്നും സോഴ്സിൻ്റെ നെഗറ്റീവ് പൊളാരിറ്റി ആണെന്നും നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. ഇത് പൊളാരിറ്റി ടെസ്റ്റ് ചെയ്യാനുള്ള ഒരു ഡിവൈസാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇലക്ട്രിക് കറണ്ടുമായി ബന്ധപ്പെട്ട കുറേ കാര്യങ്ങൾ പറഞ്ഞു. ഇനി ഈ ഇലക്ട്രിക് കറണ്ട് പ്രൊഡ്യൂസ് ചെയ്യുന്ന കുറേ എഫക്റ്റുകളുണ്ട്. ഏതൊക്കെയാണ് എഫക്റ്റ് എന്ന് നോക്കാം. ഒന്നാമത്തത് കെമിക്കൽ എഫക്റ്റ് എന്ന് പറയും. കെമിക്കൽ എഫക്റ്റ് നമ്മൾ നോർമലി യൂട്ടിലൈസ് ചെയ്യുന്നത് ഇലക്ട്രോപ്ലേറ്റിംഗ്, ബ്ലോക്ക് മേക്കിംഗ്, ബാറ്ററി ചാർജിങ്, മെറ്റൽ റിഫൈനറി പോലെയുള്ള സ്ഥലങ്ങളൊക്കെ യൂസ് ചെയ്യുന്നതാണ് കെമിക്കൽ എഫക്റ്റ്. ഇലക്ട്രിസിറ്റിക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്ന കെമിക്കൽ എഫക്റ്റ്. ഇലക്ട്രോളിസിസ് മറ്റൊന്നാണ്, സെല്ല്, ഇതൊക്കെ എക്സാമ്പിൾസ് ഓഫ് കെമിക്കൽ എഫക്റ്റ് ആണ്. ഹീറ്റിംഗ് എഫക്റ്റ് എന്ന് പറയുന്നത് അതിന് ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ട്. നമ്മൾ നോർമലി യൂസ് ചെയ്യുക ഹീറ്റേഴ്സ്, അതേപോലെ തന്നെ ഇലക്ട്രിക് ലാമ്പുകൾ, ഇൻകാൻഡസെന്റ് ലാമ്പ്, ഇതിലൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നത് ഹീറ്റിംഗ് എഫക്റ്റ് ആണ്. ദെൻ മാഗ്നറ്റിക് എഫക്റ്റ്, അതിനൊരു മാഗ്നറ്റിക് ഫീൽഡ് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും ഇലക്ട്രിക് കറണ്ടിന്. ഇത് നമ്മൾ നോർമലി യൂസ് ചെയ്യുന്നത് ഇലക്ട്രിക് ബെല്ല്, അതേപോലെ മോട്ടർ, ഫാന്, ഇൻസ്ട്രുമെൻസിലൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നത് മാഗ്നറ്റിക് എഫക്റ്റ് ആണ്. ഇനി ഗ്യാസ് അയണൈസേഷൻ എഫക്റ്റ്, ഇതിനൊരു ഗ്യാസ് അയണൈസേഷൻ എഫക്റ്റ് ഉണ്ട്. അതായത് ഇലക്ട്രോൺസ് ഒരു പർട്ടിക്കുലർ സീൽഡ് ആയിട്ടുള്ള ഒരു ഗ്ലാസ് ട്യൂബിലുള്ള ഗ്യാസ് കൂടെ പാസ് ചെയ്യുന്ന സമയത്ത് അതിനെ അയോണൈസ് ചെയ്യാനും അത് ലൈറ്റ് റേ എമിറ്റ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ട്. അതാണ് ഗ്യാസ് അയോണൈസേഷൻ എഫക്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള എഫക്റ്റുകൾ യൂസ് ചെയ്തിട്ടാണ് ഫ്ലൂറസെന്റ് ലാമ്പ്, മെർക്കുറി വേപ്പർ ലാമ്പ്, സോഡിയം വേപ്പർ ലാമ്പ്, നിയോൺ ലാമ്പുകളൊക്കെ വർക്ക് ചെയ്യുന്നത്. ഓക്കെ, നെക്സ്റ്റ് വൺ സ്പെഷ്യൽ എക്സ്റേ എഫക്റ്റ് അല്ലെങ്കിൽ സ്പെഷ്യൽ റേ എഫക്റ്റ്. ഒരു ചില റേസ്, എക്സാമ്പിളാണ് എക്സ്റേ പോലെയുള്ള ലേസർ റേസ് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ആരെ യൂസ് ചെയ്യാൻ പറ്റും, ഇലക്ട്രിക് കറണ്ടിനെ കൊണ്ട് പറ്റും. അത് നമ്മൾ എക്സ്റേ പർപ്പസുകൾക്ക് യൂസ് ചെയ്യും. ഇനി ഷോക്ക് എഫക്റ്റ് എന്ന് പറയുന്നത് ഒരു പർട്ടിക്കുലർ ലെവലിൽ, ഒരു പർട്ടിക്കുലർ സ്പെസിഫിക് വാല്യൂവിൽ നമുക്ക് ഒരു ഇലക്ട്രിക് കറണ്ടിനെ കൺട്രോൾ ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ ഇത് മെന്റൽ പേഷ്യൻസിനൊക്കെ ഷോക്ക് ട്രീറ്റ്മെന്റ് കൊടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ബട്ട് ദ കണ്ടീഷൻ ഈസ് we have to control the electric current for a specific value, otherwise it will cause damage. Okay, then ഇനി നമുക്ക് കണ്ടക്ടേഴ്സിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പോവാണ്. ക്ലാസിഫിക്കേഷൻ ഓഫ് കണ്ടക്ടേഴ്സ് അല്ലെങ്കിൽ വയർസ് ഓർ കേബിൾസ് നമുക്ക് പലതരത്തിലായിട്ട് എങ്ങനെ കവർ ചെയ്തിരിക്കുന്നു എന്നുള്ളതനുസരിച്ച് കുറേ ക്ലാസിഫിക്കേഷൻസ് ഉണ്ട്. ഒന്ന് ബെയർ കണ്ടക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന് വേറെ കവറിംഗ് ഒന്നും ഉണ്ടാവില്ല, കണ്ടക്ടർ അങ്ങനെ ബെയർ ആയിട്ടുണ്ടാവും. ലൈക്ക് നമ്മൾ OHEയിൽ യൂസ് ചെയ്യുന്ന അലുമിനിയം ACSR കണ്ടക്ടർ, അതിന് നമുക്ക് പുറത്തൊരു ഇൻസുലേഷനോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല. നമ്മൾ നോർമലി യൂസ് ചെയ്യുക ട്രാൻസ്മിഷൻ സിസ്റ്റത്തിലും അതേപോലെ ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റത്തിലും യൂസ് ചെയ്യുന്നത് ബെയർ കണ്ടക്ടേഴ്സ് ആണ്. അതിന് പുറത്ത് ഇൻസുലേഷൻസ് ഉണ്ടാവില്ല. ഇപ്പോൾ നിലവിൽ ഇൻസുലേറ്റഡ് ആയിട്ടുള്ള കണ്ടക്ടേഴ്സ് യൂസ് ചെയ്യാറുണ്ട്, പക്ഷേ എന്നാലും ഏറ്റവും കൂടുതൽ നമ്മൾ യൂസ് ചെയ്യുന്നത് ബെയർ കണ്ടക്ടേഴ്സ് ആണ്. അപ്പോൾ നമ്മൾ ഇതല്ലാതെ ബെയർ കണ്ടക്ടേഴ്സ് യൂസ് ചെയ്യുന്ന വേറൊരു സിറ്റുവേഷൻ എന്ന് പറയുന്നത് എർത്തിങ് ചെയ്യുന്ന സമയത്താണ്. നമ്മൾ ഡയറക്റ്റ്ലി കോപ്പർ കണക്ട് ചെയ്യുന്നത് ബെയർ കണ്ടക്ടറായിട്ടാണ്, അത് ഇൻസുലേഷന് ഇല്ല. ദെൻ അടുത്ത ടൈപ്പാണ് ഇൻസുലേറ്റഡ് കണ്ടക്ടേഴ്സ് എന്ന് പറയും. ഇതിനകത്ത് ഒരു ഇൻസുലേഷൻ്റെ കോട്ടിംഗ് ഉണ്ടായിരിക്കും. ഈ ഇൻസുലേഷൻസ് നമ്മളെ കണ്ടക്ടറിനെ ഇലക്ട്രിക്കലി പ്രൊട്ടക്ട് ചെയ്യും. നമ്മളെ പുറത്ത് സറൗണ്ടിങ്സിൽ നിന്നും ഇലക്ട്രിക്കലി പ്രൊട്ടക്ട് ചെയ്യും. നമ്മൾ ഹൗസ് വയറിങ്ങിന് യൂസ് ചെയ്യുന്ന സമയത്ത്, അല്ലെങ്കിൽ നമുക്ക് ഒരു ഇൻസുലേഷൻ വേണം, ഒരു കൺസീൽഡ് വയറിംഗ് ഒക്കെ ചെയ്യണം, അത്തരം സിറ്റുവേഷൻസിലൊക്കെയാണ് നമുക്ക് ഇൻസുലേറ്റഡ് കണ്ടക്ടേഴ്സ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ദെൻ അടുത്ത ടൈപ്പ് കണ്ടക്ടറാണ് സോളിഡ് അല്ലെങ്കിൽ സ്ട്രാൻഡഡ് കണ്ടക്ടേഴ്സ് എന്ന് പറയും.
അപ്പോൾ സ്ലോഡിൽ ആൻഡ് കണ്ടക്ടേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സോളിഡ് കണ്ടക്ടർ എന്ന് പറയുന്നത് ഒരൊറ്റ സിംഗിൾ കണ്ടക്ടർ ആയിട്ടുള്ള ആളാണ് നമ്മൾ സോളിഡ് കണ്ടക്ടർ എന്ന് പറയാം. സ്ട്രാൻഡഡ് കണ്ടക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് ചെറിയ ചെറിയ സോളിഡ് കണ്ടക്ടേഴ്സിനെ കണ്ടക്ടേഴ്സിൻ്റെ അല്ലെങ്കിൽ ചെറിയ കണ്ടക്ടേഴ്സിനെ ട്വിസ്റ്റ് ചെയ്തും കണ്ടിട്ട് അല്ലെങ്കിൽ അതിനെ ഒരു ഗ്രൂപ്പ് ആക്കി ചെയ്യുന്ന കണ്ടക്ടേഴ്സാണ് നമുക്ക് സ്ട്രാൻഡഡ് കണ്ടക്ടേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ സ്ട്രാൻഡഡ് കണ്ടക്ടേഴ്സിൻ്റെ പ്രധാന പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഫ്ലെക്സിബിൾ ആണ്. അതേപോലെ തന്നെ അതിന് നല്ലൊരു പർട്ടിക്കുലർ മെക്കാനിക്കൽ സ്ട്രെങ്ത് ഉണ്ടാവും. ഒരൊറ്റ സിംഗിൾ സോളിഡ് പീസ് ആവുന്ന സമയത്ത് നമുക്കതിന് ഫ്ലെക്സിബിലിറ്റി നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടാണ്. അതേപോലെ തന്നെ അതിൻ്റെ മെക്കാനിക്കൽ സ്ട്രെങ്ത് കുറയാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇത് രണ്ടും നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റുന്ന ആളാണ്. ഒന്ന് ഫ്ലെക്സിബിൾ ആണ്, അതേപോലെ തന്നെ മെക്കാനിക്കൽ സ്ട്രെങ്ത് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും. ആരുടെ കേസിൽ? സ്റ്റാൻഡേർഡ് കണ്ടക്ടേഴ്സിൻ്റെ കേസിൽ. ഓക്കെ, ഇനി നമ്മൾ കേബിളിനെ പറ്റി പറയണം. വയറിനെ പറ്റി പറഞ്ഞു, വയറിൻ്റെ ക്ലാസിഫിക്കേഷൻ പറഞ്ഞു. ഇനി കേബിളിനെ പറയാണ്. ഒരു സിംഗിൾ ഇൻസുലേറ്റഡ് കണ്ടക്ടറിന് പുറത്ത്, അതല്ലെങ്കിൽ ഒരുപാട് കണ്ടക്ടേഴ്സിന് പുറത്ത് ഒരുപാട് ഇൻസുലേഷൻസും മറ്റ് പല കാര്യങ്ങളും വെച്ചിങ്ങായിട്ടുള്ള ആളിനെയാണ് നമ്മൾ കേബിൾ എന്ന് പറയുന്നത്. പലതരത്തിലുള്ള കേബിളുകൾ. അപ്പോൾ അതിന് പല പ്രൊട്ടക്ഷൻ കൊടുക്കാൻ വേണ്ടിയിട്ട്, പല രീതിയിലുള്ള പ്രൊട്ടക്ഷൻ കൊടുക്കാൻ വേണ്ടി പലതരത്തിലുള്ള കവറിങ്ങുകൾ ആ കേബിളിന് ഉണ്ടായിരിക്കും. അപ്പോൾ കേബിൾ എന്ന് പറയുന്നത് ആർമേഡ് കേബിൾ എന്ന് പറയുന്ന ഒരു പർട്ടിക്കുലർ കേബിൾ ഉണ്ട്. ഈ ആർമേഡ് കേബിൾ എന്ന് പറയുന്നത് ഒരു മെറ്റൽ വെച്ചിട്ട് അല്ലെങ്കിൽ ഒരു ടേപ്പ് അല്ലെങ്കിൽ വയർ വെച്ച് കഴിഞ്ഞിട്ട് മെക്കാനിക്കൽ പ്രൊട്ടക്ഷൻ കൊടുക്കാൻ വേണ്ടിയിട്ട് അതിനെ കവർ ചെയ്തിരിക്കുന്ന കേബിളിനെയാണ് നമ്മൾ ആർമേഡ് കേബിൾ എന്ന് പറയുക. മെക്കാനിക്കൽ പ്രൊട്ടക്ഷൻ കൊടുക്കുക എന്നുള്ളതാണ് ആ ആർമേഡ് കേബിളിലെ ആ ഒരു പർട്ടിക്കുലർ പർപ്പസാണ് നമുക്ക് ആർമേഡ് കേബിൾ കിട്ടുന്നത്. ഓക്കെ, ഇനി ഫ്ലെക്സിബിൾ കേബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നോ രണ്ടോ കോർ അല്ലെങ്കിൽ ഒരുപാട് നമുക്ക് ആവശ്യമനുസരിച്ചുള്ള കോറുകൾ ഉണ്ടാവും. അത് ഒരു ഗ്രൂപ്പ് ഓഫ് വയർസ് ആയിട്ട് വെച്ച് കഴിഞ്ഞിട്ട് ഒരു ഫ്ലെക്സിബിലിറ്റി ഉള്ള ഒരു അഫോർഡബിൾ റേറ്റിൽ അല്ലെങ്കിൽ ഒരു സഫീഷ്യൻ്റ് ആയിട്ടുള്ള ഫ്ലെക്സിബിലിറ്റി കൊടുക്കാൻ പറ്റുന്ന രീതിയിലുള്ള കേബിളാണ് നമ്മൾ ഫ്ലെക്സിബിൾ കേബിൾ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ നോർമലി ഇലക്ട്രിക്കൽ വർക്കുകളിൽ കോപ്പർ അല്ലെങ്കിൽ അലൂമിനിയാണ് നമ്മൾ കണ്ടക്ടേഴ്സ് ആയിട്ട് യൂസ് ചെയ്യുക. പക്ഷേ അതിനേക്കാൾ കണ്ടക്ടിവിറ്റി ഉള്ള ആളാണ് ഒന്ന് സിൽവർ. പക്ഷേ നമുക്ക് സിൽവർ ബെസ്റ്റ് കണ്ടക്ടർ ആണെങ്കിൽ കൂടെ നമുക്ക് അതിൻ്റെ കോസ്റ്റ് വളരെ കൂടുതലായതുകൊണ്ട് നമ്മൾ ജനറൽ വർക്ക് അല്ലെങ്കിൽ ജനറൽ പർപ്പസുകൾക്ക് യൂസ് ചെയ്യാറില്ല. ഓക്കെ, അപ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന ഏറ്റവും ബെസ്റ്റ് കണ്ടക്ടർ എന്ന് പറയുന്നത് കോപ്പറാണ്. കോപ്പറിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സിൽവർ കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും നല്ല കണ്ടക്ടിവിറ്റി ഉള്ള മെറ്റീരിയലാണ് കോപ്പർ എന്ന് പറയുന്നത്. ഇനി ഇതിന് വളരെ വലിയ ഒരു ലാർജ് കറണ്ട് ഡെൻസിറ്റി ഉണ്ടായിരിക്കും. അപ്പോൾ അതേപോലെ തന്നെ അതായത് കറണ്ട് ഡെൻസിറ്റി മറ്റേതെങ്കിലും മെറ്റീരിയൽ അല്ലെങ്കിൽ മറ്റേതെങ്കിലും മെറ്റീരിയലിനെ കമ്പയർ ചെയ്യുന്ന സമയത്ത് നമുക്ക് നല്ല കറണ്ട് ഡെൻസിറ്റി ഓഫർ ചെയ്യുന്ന ആളാണ് കോപ്പർ എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ വളരെ കുറഞ്ഞ ഒരു വോളിയം മതി ഒരു പർട്ടിക്കുലർ കറണ്ട് ക്യാരി ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോൾ ഇതിനെ നമുക്ക് ഷീറ്റായിട്ടോ അല്ലെങ്കിൽ ഇതിനെ നമുക്ക് വയറായിട്ടോ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കൺസ്ട്രക്ട് ചെയ്യാൻ പറ്റും. ഇനി നല്ല അറ്റ്മോസ്ഫിയറിക് കൊറോഷൻ റെസിസ്റ്റൻസ് ഉള്ള ആളാണ് കോപ്പർ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഒരുപാട് കാലം നമുക്ക് കോപ്പർ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഇനി ഇതിന് വേറെ സ്പെസിഫിക് ഇലക്ട്രോലൈറ്റിക് ആക്ഷൻസ് ഒന്നുമില്ലാതെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇതിനെ ജോയിൻ ചെയ്യാൻ പറ്റും. ഈസി ആയിട്ട് ഇതിനെ ജോയിൻ ചെയ്തെടുക്കാൻ പറ്റും. ഇനി ഇത് ഡ്യൂറബിൾ ആണ്. ഇതിൻ്റെ സ്ക്രാപ്പ് വാല്യൂയും വളരെ വലിയ വാല്യൂ ആണ്. ഏറ്റവും കൂടുതൽ വാല്യൂ ഉള്ള ആളും കൂടിയാണ് ആര്? കോപ്പർ എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് വൺ, നമ്മൾ രണ്ടാമത്തെ ടൈപ്പ് കണ്ടക്ടർ അല്ലെങ്കിൽ കോപ്പർ കഴിഞ്ഞാൽ നമ്മൾ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന കണ്ടക്ടർ എന്ന് പറയുന്നത് അലൂമിനിയമാണ്. അലൂമിനിയത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നല്ല കണ്ടക്ടിവിറ്റി ഉണ്ട് നെക്സ്റ്റ് ടു കോപ്പർ. അതായത് കോപ്പറിനെ കമ്പയർ ചെയ്യുന്ന സമയത്ത് 60% ആണ് പെർഫെക്റ്റ് വാല്യൂ. 60% കോപ്പറിൻ്റെ 60% കണ്ടക്ടിവിറ്റി ഉള്ള ആളാണ് ആര്? അലൂമിനിയം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഒരു പർട്ടിക്കുലർ കറണ്ടിൻ്റെ വാല്യൂ എടുത്തു കഴിഞ്ഞാൽ നമ്മൾ കോപ്പർ വയറിനേക്കാളും കുറച്ച് കൂടിയ ക്രോസ് സെക്ഷൻ ഏരിയ ആർക്ക് വേണ്ടി വരും? സ്വാഭാവികമായിട്ടും കുറച്ച് കൂടിയ ഏരിയ ആർക്ക് വേണ്ടി വരും? അലൂമിനിയത്തിന് വേണ്ടി വരും. പക്ഷേ അലൂമിനിയത്തിൻ്റെ പ്രധാന പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന് വെയിറ്റ് കുറവാണ്, ലൈറ്റ് വെയിറ്റ് ആണ്. പക്ഷേ കോപ്പർ വെയിറ്റ് കൂടുതലാണ്. ഇതിനെയും നമുക്ക് വയറായിട്ടും ഷീറ്റായിട്ടും ചെയ്യാൻ പറ്റും. പക്ഷേ ഇതിനെ നമ്മൾ ക്രോസ് സെക്ഷണൽ ഏരിയ റെഡ്യൂസ് ചെയ്യുന്നതിനനുസരിച്ച് ഇതിൻ്റെ ടെൻസൈൽ സ്ട്രെങ്ത് എന്ത് ചെയ്തുകൊണ്ടിരിക്കും? കുറഞ്ഞുകൊണ്ടിരിക്കും. നമ്മൾ കോപ്പർ ആവുന്ന സമയത്ത് വളരെ തിന്നായിട്ട് ക്രോസ് സെക്ഷൻ ഏരിയ വളരെ മൈന്യൂട്ട് ക്രോസ് സെക്ഷൻ ഏരിയയിൽ നമുക്ക് വയർ കൺസ്ട്രക്ട് ചെയ്യാൻ പറ്റുമെങ്കിലും അലൂമിനിയത്തിൻ്റെ കേസിലൊക്കെ അങ്ങോട്ട് വരുന്ന സമയത്ത് അതിൻ്റെ ടെൻസൈൽ സ്ട്രെങ്ത് കുറയും. ഓക്കെ, ഇനി അലൂമിനിയത്തിൻ്റെ മറ്റൊരു ഡിസഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കോപ്പർ പോലെ ഈസി ആയിട്ട് അതിനെ ജോയിൻ ചെയ്യാൻ പറ്റില്ല.
അപ്പോൾ അതിൻ്റെ പ്രിക്കോഷൻസ് എല്ലാം എടുത്തതിന് ശേഷം മാത്രമേ അത് ജോയിൻ ചെയ്യാൻ പറ്റുള്ളൂ. ഇനി കോപ്പറിനെ കമ്പയർ ചെയ്യുന്ന സമയത്ത് അലൂമിനിയത്തിൻ്റെ മെൽറ്റിംഗ് പോയിന്റ് വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെ ലൂസ് കണക്ഷൻ ഉണ്ടാവാനും ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്ത് ഉണ്ടാകുന്ന ലൂസ് കണക്ഷൻ ഉണ്ടാവാനും ഡാമേജസ് ഉണ്ടാവാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ ഇത് കോപ്പറിനേക്കാളും ചീപ്പാണ്. അതുകൊണ്ടാണ് നമ്മൾ ചില സിറ്റുവേഷൻസിൽ അലൂമിനിയം തന്നെ യൂസ് ചെയ്യുന്നത്. ഓക്കെ, ദ നെക്സ്റ്റ് വൺ ഇൻസുലേറ്റിംഗ് മെറ്റീരിയൽസിൻ്റെ പ്രോപ്പർട്ടീസ്. അപ്പോൾ നമ്മളിപ്പോൾ പറഞ്ഞത് കണ്ടക്ടേഴ്സിൻ്റെ പ്രോപ്പർട്ടീസ് ആണ്. ഇൻസുലേറ്റിംഗ് മെറ്റീരിയൽസിൻ്റെ പ്രോപ്പർട്ടീസ് ആണ് നമ്മൾ പോകുന്നത്. ഇൻസുലേഷൻ റെസിസ്റ്റൻസ് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇൻസുലേഷൻ്റെ കറണ്ടിന് അഗെയിൻസ്റ്റ് ആയിട്ടുള്ള ഫ്ലോ ഓഫ് കറണ്ടിന് അഗെയിൻസ്റ്റ് ആയിട്ടുള്ള റെസിസ്റ്റൻസിന് നമ്മൾ പറയുന്ന പേരാണ് ഇൻസുലേഷൻ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്. നോർമലി ഇൻസുലേഷൻ റെസിസ്റ്റൻസ് മെഗാ ഓം റേഞ്ചിലാണ് ഉണ്ടാവുക. അത് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് മെഗാ ഓമീറ്റർ അല്ലെങ്കിൽ മെഗർ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ മെഷർ ചെയ്യുക. അപ്പോൾ ഈ ഒരു ഇൻസുലേഷൻ്റെ കണ്ടീഷൻ, ഇൻസുലേഷൻ്റെ ക്വാളിറ്റി ഇതെല്ലാം തീരുമാനിക്കുന്നത് അതിൻ്റെ എന്താണ് ഇൻസുലേഷൻ വാല്യൂ അല്ലെങ്കിൽ മെഗറിൻ്റെ വാല്യൂ ആണ് തീരുമാനിക്കുന്നത്. ഓക്കെ, ഇൻസുലേഷൻ്റെ വാല്യൂ അല്ലെങ്കിൽ മെഗറിൻ്റെ വാല്യൂ ആണ് അതിൻ്റെ എന്ത് തീരുമാനിക്കുന്നത്, ആ ഇൻസുലേഷൻ്റെ കണ്ടീഷൻ അല്ലെങ്കിൽ ക്വാളിറ്റി തീരുമാനിക്കുന്നത്. ഇനി ഡയലക്ട്രിക് സ്ട്രെങ്ത് എന്ന് പറയുന്നതാണ് ഇൻസുലേറ്റിംഗ് മെറ്റീരിയലിൻ്റെ അടുത്ത പ്രോപ്പർട്ടി എന്ന് പറയുന്നത്. ഇതിന് എത്ര പൊട്ടൻഷ്യൽ ഡിഫറൻസ് ബ്രേക്ക് ഡൗൺ ആവാതെ എത്ര പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഒരു ഇൻസുലേറ്റിംഗ് മെറ്റീരിയലിന് വിത്ത്സ്റ്റാൻഡ് ചെയ്യാൻ പറ്റും എന്നുള്ളതിൻ്റെ മെഷറിനെ പറയുന്ന പേരാണ് ഡയലക്ട്രിക് സ്ട്രെങ്ത് എന്ന് പറയുന്നത്. ഈ ഡയലക്ട്രിക് മെഷർ അതിനെയാണ് നമ്മൾ ഡയലക്ട്രിക് സ്ട്രെങ്ത് എന്ന് പറയുക. അപ്പോൾ ഈ ഡയലക്ട്രിക് സ്ട്രെങ്ത് എപ്പോഴാണോ അത് ബ്രേക്ക് ഡൗൺ ആവുന്നത് അതിനെയാണ് നമ്മൾ ബ്രേക്ക് ഡൗൺ വോൾട്ടേജ് ഓഫ് ഇൻസുലേഷൻ എന്ന് പറയുന്നത്. ആ ബ്രേക്ക് ഡൗൺ വോൾട്ടേജ് അത്രയും വോൾട്ടേജ് അതിന് വിത്ത്സ്റ്റാൻഡ് ചെയ്യാൻ പറ്റും. അതിൽ മേലെ കയറി കഴിഞ്ഞാൽ ഡയലക്ട്രിക് സ്ട്രെങ്ത് അതിന് വിത്ത്സ്റ്റാൻഡ് ചെയ്യാൻ പറ്റുന്നതാണ്. അതിന് മേലെ കയറി കഴിഞ്ഞാൽ അതെന്താവും, ബ്രേക്ക് ഡൗൺ ആവും. അപ്പോൾ ഒന്ന് നേരത്തെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇൻസുലേഷൻ റെസിസ്റ്റൻസ്, അതേപോലെ തന്നെ ഡയലക്ട്രിക് സ്ട്രെങ്ത് എന്ന് പറയുന്നത് ഇൻസുലേറ്ററിൻ്റെ ക്യാരക്ടറാണ്. ഇനി ഇതല്ലാതെ മറ്റു കാര്യങ്ങളെന്ന് പറയുന്നത് ഇൻസുലേഷൻ മെറ്റീരിയലിൻ്റെ ക്യാരക്ടേഴ്സ് എന്ന് പറയുന്നത് അതിന് നല്ല ഡയലക്ട്രിക് സ്ട്രെങ്ത് ഉണ്ടായിരിക്കണം, ടെമ്പറേച്ചർ റെസിസ്റ്റൻസ് ആയിരിക്കണം, ഫ്ലെക്സിബിൾ ആയിരിക്കണം, നല്ല മെക്കാനിക്കൽ സ്ട്രെങ്ത് ഉണ്ടായിരിക്കണം. ഇതൊക്കെ ഇൻസുലേറ്റേഴ്സിൻ്റെ പ്രോപ്പർട്ടീസാണ്. ഇനി ഒരു പർട്ടിക്കുലർ കേബിളിൻ്റെ കേസ് നമ്മൾ എടുത്തു നോക്കുകയാണെങ്കിൽ അതിൻ്റെ കറണ്ട് ക്യാരിയിങ് കപ്പാസിറ്റിയെ ഡിറ്റർമിൻ ചെയ്യുന്ന ഒരുപാട് ആളുകളുണ്ട്, ഒരുപാട് ഫാക്ടേഴ്സ് ഉണ്ട്. അപ്പോൾ കറണ്ട് ക്യാരിയിങ് കപ്പാസിറ്റി ഒരു പർട്ടിക്കുലർ ഏരിയ ഓഫ് ക്രോസ് സെക്ഷനുള്ള ഒരു കേബിളിൻ്റെ കറണ്ട് ക്യാരിയിങ് കപ്പാസിറ്റിയെ തീരുമാനിക്കുന്ന ആരൊക്കെയാണെന്ന് നോക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നാമത്തത് അതിനകത്തുള്ള കണ്ടക്ടർ ആരാണെന്നുള്ളതാണ്. കോപ്പർ ആണോ, അലൂമിനിയം ആണോ, അതല്ല വേറെ ഏതെങ്കിലും ആണോ? നമ്മൾ കോപ്പർ അലൂമിനിയാണ് ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നത്. അപ്പോൾ കോപ്പർ ആയാലും അലൂമിനിയത്തിനായാലും അതിൻ്റെ കറണ്ട് ക്യാരിയിങ് കപ്പാസിറ്റിയിൽ അതിനനുസരിച്ചുള്ള ഡിഫറൻസ് ഉണ്ടാകും. രണ്ടാമത്തത് ഏതാണ് അതിനകത്തുള്ള ഇൻസുലേഷൻ, ടൈപ്പ് ഓഫ് ഇൻസുലേഷൻ, അത് രണ്ടാമത്തെ ഫാക്ടറാണ്. ഇനി മൂന്നാമത്തെ ഫാക്ടർ കേബിൾ റൺ കോൺഡ്യൂട്ടിലാണോ അതോ ഓപ്പൺ സർഫസിലാണോ അതിൻ്റെ പാത്ത് എന്ന് പറയുന്നത്, കോൺഡ്യൂട്ടിലാണോ അല്ലെങ്കിൽ ഓപ്പൺ സർഫസിലാണോ, സിംഗിൾ ഫേസ് ആണോ 3 ഫേസ് സർക്യൂട്ട് ആണോ എന്നുള്ളത്. ഇനി അതിൻ്റെ പ്രൊട്ടക്ഷൻ, കോസ് കറണ്ട് പ്രൊട്ടക്ഷൻ ആണോ ക്ലോസ് എക്സസ് കറണ്ട് പ്രൊട്ടക്ഷൻ ആണോ, ഈ പ്രൊട്ടക്ഷൻ സിസ്റ്റം ബേസ് ചെയ്ത് കറണ്ട് ക്യാരിയിങ് കപ്പാസിറ്റി ഡിഫറൻസ് വരാം. ഇനി ആംബിയന്റ് ടെമ്പറേച്ചർ, ഇതിനകത്ത് ഒരു ബഞ്ചിനകത്ത് എത്ര നമ്പർ ഓഫ് കേബിൾസ് ഉണ്ട്, അതേപോലെ തന്നെ സർക്യൂട്ടിൻ്റെ ലെങ്ത് എത്ര. ഇത്രയും ഈ 8 ഫാക്ടേഴ്സ് ആണ് ഒരു കേബിളിനകത്തുള്ള കറണ്ട് ക്യാരിയിങ് കപ്പാസിറ്റിയെ ഡിറ്റർമിൻ ചെയ്യുന്നത്. ഇനി വോൾട്ടേജുകൾ, പല ടൈപ്പുള്ള വോൾട്ടേജ് ഗ്രേഡിൻ്റെ ക്ലാസിഫിക്കേഷനാണ്. ലോ വോൾട്ടേജ്, മീഡിയം വോൾട്ടേജ്, ഹൈ വോൾട്ടേജ്, എക്സ്ട്രാ ഹൈ വോൾട്ടേജ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അപ്പോൾ ലോ വോൾട്ടേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 250 വോൾട്ടിന് താഴെയുള്ള 0 to 250 വോൾട്ടുള്ള വോൾട്ടേജിനെയാണ് നമ്മൾ നോർമലി ലോ വോൾട്ടേജ് എന്ന് പറയുക. ഇനി 250ൽ നിന്നും 650 വരെയുള്ള വോൾട്ടേജിനെയാണ് നമ്മൾ മീഡിയം വോൾട്ടേജ് എന്ന് പറയുന്നത്. 650 മുതൽ 33 kV വരെയുള്ള വോൾട്ടേജിനെയാണ് നമ്മൾ ഹൈ വോൾട്ടേജ് എന്ന് പറയുക. എബവ് 33 kVക്കാണ് നമ്മൾ എക്സ്ട്രാ ഹൈ വോൾട്ടേജ് എന്ന് പറയുന്നത്. ഇത് വോൾട്ടേജിൻ്റെ ഗ്രേഡിംഗ് ആണ്. ഓക്കെ, ഇതൊക്കെ വോൾട്ടേജിൻ്റെ ഗ്രേഡിംഗ് ആണ്. നെക്സ്റ്റ് ഇനി നമ്മൾ പറയുന്നത് വയർ ജോയിൻറ്റുകളെ പറ്റിയിട്ടാണ്. ഈ വയർ ജോയിൻറ്റുകൾ നമുക്ക് പല ടൈപ്പ് വയർ ജോയിൻറ്റുകളുണ്ട്. ആ വയർ ജോയിൻറ്റുകൾ ഓരോ ജോയിൻറ്റുകളും പല പല സിറ്റുവേഷൻസിലാണ് നമ്മൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൽ ഒന്നാമത്തെ വയർ ജോയിൻ്റ് എന്ന് പറയുന്നത് പിക്ടൈൽ അല്ലെങ്കിൽ റാറ്റൈൽ അല്ലെങ്കിൽ ട്വിസ്റ്റഡ് ജോയിൻ്റ് എന്ന് പറയും. ഈ ജോയിൻ്റ് നമ്മൾ യൂസ് ചെയ്യുന്നത് നമുക്ക് മെക്കാനിക്കൽ സ്ട്രെങ്ത് അത്രയ്ക്ക് ആവശ്യമില്ലാത്ത, വളരെയധികം മെക്കാനിക്കൽ സ്ട്രെങ്ത് ഒന്നും ആവശ്യമില്ലാത്ത സിറ്റുവേഷൻസിലാണ് നമ്മൾ ആരെ യൂസ് ചെയ്യുന്നത്, ഈ ഒരു പിക്ടൈൽ അല്ലെങ്കിൽ റാറ്റൈൽ അല്ലെങ്കിൽ ട്വിസ്റ്റഡ് ജോയിൻറ്റുകൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ നോർമലി നമുക്ക് മെക്കാനിക്കൽ സ്ട്രെങ്ത് ഇല്ലാത്ത സിറ്റുവേഷൻ എന്ന് പറയുന്നത് നമ്മൾ കോൺഡ്യൂട്ടൽ ജംഗ്ഷൻ ബോക്സിൽ അല്ലെങ്കിൽ കോൺഡ്യൂട്ട് ആക്സസ് സീലിംഗ് റോസ് ഇങ്ങനെ പോലെയുള്ള ചില സിറ്റുവേഷൻസിലൊക്കെയാണ് നമ്മൾ ഈ ഒരു റാറ്റൈൽ ജോയിൻറ്റ് ഈസി ആയിട്ട് നമ്മളതിന് ജോയിൻ ചെയ്ത് വെക്കും. പക്ഷേ അവിടെ മെക്കാനിക്കൽ സ്ട്രെങ്ത് ഒന്നും ഉണ്ടാവില്ല എന്ന് മാത്രം. ഈ ഫിഗറിൽ കാണുന്നതാണ് റാറ്റൈൽ ജോയിൻറ്റ് എന്ന് പറയുന്നത്. അതായത് ജോയിൻറ്റുകളുടെ ഫിഗർ ഞാൻ അതായത് സ്ലൈഡിൽ കൊടുത്തിട്ടുണ്ട്. ഇനി മാരീഡ് ജോയിൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരു അത്യാവശ്യം ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി വേണം.
അത്യാവശ്യം ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി വേണം, കാണാനൊരു വൃത്തിയും മെനയൊക്കെ വേണം, നല്ലൊരു കോമ്പാക്ട്നെസ് ആയിരിക്കണം ഉണ്ടായിരിക്കണം. പക്ഷെ നമുക്ക് അത്യാവശ്യത്തിനുള്ള സ്ട്രെങ്ത് ഒക്കെ മതി, വലിയൊരു മെക്കാനിക്കൽ സ്ട്രെങ്ത് ഒന്നും വേണ്ട, ചെറിയൊരു മെക്കാനിക്കൽ സ്ട്രെങ്ത് മതി എന്ന് വിചാരിക്കുക. അത്തരം സിറ്റുവേഷൻസിലാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് മാരീഡ് ജോയിൻറ്റ്. നേരത്തെ പറഞ്ഞ സിറ്റുവേഷൻ തന്നെയാണ്, പക്ഷേ റാറ്റൽ ജോയിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു റഫ് ജോയിൻ്റ് ആണ്. പക്ഷേ നമുക്ക് കുറച്ചും കൂടെ ഫിനിഷിംഗ് വേണം, കുറച്ചും കൂടെ കണ്ടക്ടിവിറ്റി വേണം. അത്തരം സിറ്റുവേഷൻസിലാണ് നമ്മൾ മാരീഡ് ജോയിൻറ്റ് യൂസ് ചെയ്യുന്നത്. പക്ഷേ ഇതിന് മെക്കാനിക്കൽ സ്ട്രെങ്ത് കുറവാണ്, അതുകൊണ്ട് തന്നെ ടെൻസൈൽ സ്ട്രെങ്ത് സ്ട്രെസ് ആവശ്യമുള്ള സ്ഥലത്ത് ആരെ യൂസ് ചെയ്യാൻ പറ്റില്ല? മാരീഡ് ജോയിൻറ്റിനെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല. ഇനി ടി ജോയിൻറ്റ്. ടി ജോയിൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ടാപ്പിങ്ങുകൾ എടുക്കാൻ വേണ്ടിയിട്ടുള്ള ജോയിൻ്റ് ആണ് ടി ജോയിൻറ്റ് എന്ന് പറയുന്നത്. ഓവർ ഹെഡ് ലൈനിൽ നിന്നും അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും പോയിന്റിൽ നിന്നും ടാപ്പിംഗ് എടുക്കാൻ വേണ്ടിയിട്ടുള്ള ജോയിൻസിനെയാണ് നമ്മൾ ടി ജോയിൻറ്റ്സ് എന്ന് പറയുന്നത്. നോർമലി സർവീസ് കണക്ഷൻസ് ഒക്കെ എടുക്കുന്നത് ടി ജോയിൻറ്റ് വെച്ചിട്ടാണ്. ഇനി ബ്രിട്ടാനിയ ജോയിൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഓവർ ഹെഡ് ട്രാൻസ്മിഷൻ ലൈനിൽ നമുക്ക് നല്ല സ്ട്രെങ്ത് വേണം എന്ന് വിചാരിക്കുക. അത്തരം സിറ്റുവേഷൻസിലാണ് നമ്മൾ ബ്രിട്ടാനിയ ജോയിൻറ്റ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ 4 mm കൂടുതൽ വയറുള്ള സിറ്റുവേഷൻസ് യൂസ് ചെയ്യും. അതേപോലെ തന്നെ നമുക്ക് നല്ല സ്ട്രെങ്ത് വേണമെങ്കിൽ അവിടെയാണ് നമ്മൾ ആര് യൂസ് ചെയ്യുന്നത്? ബ്രിട്ടാനിയ ജോയിൻറ്റ് യൂസ് ചെയ്യുന്നത്. ഇനി ബ്രിട്ടാനിയ ടി ജോയിൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നല്ല സ്ട്രെങ്ത്തോടു കൂടെ പെർപെൻഡിക്കുലർ ആയിട്ട് നല്ല സ്ട്രെങ്ത്തോടു കൂടെ നമുക്ക് സർവീസ് ലൈനുകൾ എടുക്കണമെന്നുണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ ബ്രിട്ടാനിയ ജോയിൻറ്റ് യൂസ് ചെയ്യുന്നത്. നോർമൽ ടി ജോയിൻറ്റിന് അത്ര സ്ട്രെങ്ത് ഒന്നും ഉണ്ടാവില്ല, പക്ഷേ ബ്രിട്ടാനിയ ജോയിൻറ്റിന് നല്ല സ്ട്രെങ്ത് ഉണ്ടായിരിക്കും. ഈ ബ്രിട്ടാനിയ ടി ജോയിൻറ്റും ഈ ജോയിൻറ്റും തമ്മിലുള്ള വ്യത്യാസം നോക്കിയാൽ മനസ്സിലാവും. ഇതൊരു വയറാണ്, ഇത് രണ്ടാമത്തെ വയറാണ്. ഇത് പെർപെൻഡിക്കുലർ ആയിട്ടാണ് നമ്മൾ എന്ത് ചെയ്തിരിക്കുന്നത്? രണ്ടാമത്തെ വയറിന് എടുത്തിരിക്കുന്നത്. ഇത് ഒരു വയർ ഇങ്ങനെ പൊക്കോണ്ടിരിക്കുകയാണ്, അതിൽ നിന്ന് നമ്മൾ പെർപെൻഡിക്കുലർ ആയിട്ട് ഒരു വയർ ഇങ്ങനെ എടുക്കുകയാണ് ചെയ്യുന്നത്. നെക്സ്റ്റ് വൺ വെസ്റ്റേൺ യൂണിയൻ ജോയിൻറ്റ്. ഇത് ഓവർ ഹെഡ് ട്രാൻസ്മിഷൻ ലൈനുകളെ എക്സ്റ്റെൻഡ് ചെയ്യാൻ വേണ്ടി, ഇത് പലതവണ ചോദിച്ചതാണ് കേട്ടോ, ലെങ്ത് എക്സ്റ്റെൻഡ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ജോയിൻ്റ് ആണ് വെസ്റ്റേൺ യൂണിയൻ ജോയിൻറ്റ്. ബ്രിട്ടാനിയ ജോയിൻറ്റ് എന്ന് പറയുന്നത് നമ്മൾ ടെൻസൈൽ സ്ട്രെങ്ത്തിൽ ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ടും ലൈൻ എക്സ്റ്റെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ നമ്മൾ വെസ്റ്റേൺ യൂണിയൻ ജോയിൻറ്റ് എടുക്കും. സർവീസ് ലൈന് നല്ല സ്ട്രെങ്ത്തിന് വേണ്ടുള്ള സിറ്റുവേഷൻ എന്നതാണ് ബ്രിട്ടാനിയ ടി ജോയിൻറ്റ് യൂസ് ചെയ്യാമെന്ന് പറഞ്ഞു. ഇനി സ്കാഫ്റ്റ് ജോയിൻറ്റ്. ഇനി നല്ല അപ്പിയറൻസ് വേണം, നല്ല ഒരു വൃത്തി വേണം എന്നുള്ള സിറ്റുവേഷൻസിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഈ ഒരു ജോയിൻറ്റ് സ്കാർഫ്ഡ് ജോയിൻറ്റ് യൂസ് ചെയ്യുക. അതായത് നമ്മൾ സ്കാർഫ്ഡ് ജോയിൻറ്റ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ കട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് ഇവിടെ ഇങ്ങനെ ജോയിൻ ചെയ്ത് സോൾഡർ ചെയ്ത് വെക്കുകയാണ് ചെയ്യുക. പക്ഷേ ഇതിന് സ്ട്രെങ്ത് എന്തായിരിക്കും? കുറവായിരിക്കും. ഇത് നമ്മൾ നോർമലി ഇൻഡോർ വയറിങ്ങിൽ എർത്ത് കണ്ടക്ടേഴ്സിലൊക്കെയാണ് നമ്മൾ യൂസ് ചെയ്യുക. അത്ര സ്ട്രെങ്ത് അല്ലെങ്കിൽ അത്ര സ്ട്രെസ് ടെൻസൈൽ സ്ട്രെങ്ത് വിത്ത്സ്റ്റാൻഡ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഈ സ്കാർഫ്ഡ് ജോയിൻറ്റിന് ഇല്ല. ഇനി ടാപ്പ് ജോയിൻറ്റ്. ടാപ്പ് ജോയിൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ജോയിൻറ്റിൽ നിന്നും വേറെ ജോയിൻറ്റിൽ ഒരു ടാപ്പിംഗ് എടുക്കാൻ വേണ്ടിയിട്ടുള്ള ജോയിൻ്റാണ് ടാപ്പ് ജോയിൻറ്റ്. അപ്പോൾ നോർമലി ഉള്ള ടാപ്പ് ജോയിൻറ്റ് എന്ന് പറഞ്ഞാൽ പ്ലെയിൻ, ഏറിയൽ, നോട്ടഡ്, ക്രോസ് ഡബിൾ, ഡുപ്ലക്സ് ഒക്കെ ടാപ്പ് ജോയിൻറ്റുകൾ പറയുന്ന ജോയിൻറ്റുകളാണ്. അപ്പോൾ ഓരോന്നോരോന്ന് നോക്കാം. പ്ലെയിൻ ടാപ്പ് ജോയിൻറ്റ് എന്ന് പറയുന്നത് ഏറ്റവും കൂടുതലായിട്ട് ഏറ്റവും ക്വിക്ക്ലി ആയിട്ട് ഈസി ആയിട്ട് നമുക്ക് ഉണ്ടാകാൻ പറ്റുന്ന ഒരു ടാപ്പിംഗ് ആണ് ടാപ്പ് ജോയിൻറ്റ്, പ്ലെയിൻ ടാപ്പ് ജോയിൻറ്റ് എന്ന് പറയുന്നത്. ഇനി ഏരിയൽ ടാപ്പ് ജോയിൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചും കൂടെ ഈ ഇതാണ് ഈ ഏരിയൽ ടാപ്പ് ജോയിൻറ്റ് പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു നമ്മൾ ജോയിൻ ചെയ്ത ആളുകൾക്ക് ഒരു മൂവിങ് കപ്പാസിറ്റി, ഇതിന് പറയുന്ന ഈ ടാപ്പിങ്ങിന് ഒരു മൂവിങ് കപ്പാസിറ്റി വേണമെന്ന് വിചാരിക്കുക. അപ്പോൾ നമ്മൾ സോൾഡറിങ് ഒന്നും ചെയ്യാതെ ചെയ്യുന്ന ലോ കറണ്ട് സർക്യൂട്ടിൽ ചെയ്യുന്ന ടാപ്പിംഗ് ആണ് ഏരിയൽ ടാപ്പ് ജോയിൻറ്റ് എന്ന് പറയുന്നത്. ഇത് മൂവ് ചെയ്യാൻ പറ്റും, അതേപോലെ തന്നെ സോൾഡറിങ് ചെയ്തിട്ടുണ്ടാവില്ല. ഇനി നല്ല സ്ട്രെങ്ത് വേണമെന്ന് വിചാരിക്കാം. നല്ല സ്ട്രെങ്ത് വേണ്ട സിറ്റുവേഷൻസിലാണെങ്കിൽ അവിടെ നമ്മൾ യൂസ് ചെയ്യുന്ന ജോയിൻ്റ് ആണ് നോട്ടഡ് ടാപ്പ് ജോയിൻറ്റ്. ഇനി നമുക്ക് ഒരു ജംഗ്ഷൻ പോലെ 2 വയറുകളെ ജോയിൻ ചെയ്യുന്ന സിറ്റുവേഷൻ ആണെങ്കിൽ അവിടെയുള്ള ടാപ്പ് ജോയിന്റ് എന്ന് പറയുന്ന പേരാണ് ഡുപ്ലക്സ് ക്രോസ് ടാപ്പ് ജോയിന്റ് എന്ന് പറയുന്നത്. ഈ ഡുപ്ലക്സ് 2 ടെസ്റ്റിംഗ് വന്നിട്ട് ഒരു വയർ ഇങ്ങോട്ടും ഒരു വയർ ഇങ്ങോട്ടും 2 ടാപ്പിംഗ് വരുന്ന സിറ്റുവേഷനിലാണ് നമ്മൾ ഡുപ്ലക്സ് ക്രോസ് ടാപ്പ് ജോയിന്റ് യൂസ് ചെയ്യുന്നത്. ഇനി ഡബിൾ ക്രോസ് ടാപ്പ് ജോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിംപ്ലി നമ്മൾ നേരത്തെ ചെയ്തതിനേക്കാൾ ഇത്ര ഡുപ്ലക്സ് ആയിട്ടുള്ള രണ്ടും കൂടെ ഒരുമിച്ച് വെച്ചും കഴിഞ്ഞിട്ടുള്ള നല്ല സ്ട്രെസ് ഉള്ള നല്ല സ്ട്രെങ്ത് ഉള്ള ജോയിന്റ് ആയിരിക്കില്ല, കുറച്ച് സ്ട്രെങ്ത് കുറഞ്ഞിട്ടുള്ള 2 എണ്ണം ഇത്തരത്തിൽ സിമ്പിളായിട്ട് 2 എണ്ണത്തിന് ഇങ്ങനെ ജോയിൻ ചെയ്ത് വയ്ക്കുന്നതിനെയാണ് നമ്മൾ ഡബിൾ ക്രോസ് ടാപ്പ് ജോയിന്റ് എന്ന് പറയാം. നേരത്തെ പറഞ്ഞത് ഡബിൾ ക്രോസ് ടാപ്പ് ജോയിന്റിലെ പ്ലെയിൻ ടൈപ്പ്, 2 സിമ്പിളായിട്ടുള്ള പ്ലെയിൻ ടൈപ്പ്. അപ്പോൾ ഇത്രയാണ് നമുക്ക് വയർ ജോയിന്റുകളെ പറ്റി പറയാനുള്ളത്. ഇത് കഴിഞ്ഞിട്ട് നമുക്കിനി പറയാനുള്ളത് സോൾഡറിങ് ആണ്. സോൾഡറിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 മെറ്റൽ പ്ലേറ്റുകളെ അല്ലെങ്കിൽ 2 മെറ്റൽസിനെ ജോയിൻ ചെയ്യുന്നതാണ്. അതിന് മെൽറ്റ് ചെയ്യാതെ, വിത്തൗട്ട് മെൽറ്റിംഗ്, 2 മെറ്റലുകളെ
വിത്തൗട്ട് മെൽറ്റിംഗ് ചെയ്യാതെ നമ്മൾ ജോയിൻ ചെയ്യുന്ന പ്രോസസ്സിനെ പറയുന്ന പേരാണ് സോൾഡറിങ്. ഇനി നമ്മളത് മെൽറ്റ് ചെയ്തിട്ടാണ് ജോയിൻ ചെയ്യുന്നതെങ്കിൽ അതിനെ പറയുന്ന പേരാണ് വെൽഡിങ്. അതാണ് സോൾഡറിങ്ങും വെൽഡിങ്ങും തമ്മിലുള്ള വ്യത്യാസം. വെൽഡിങ്ങിൽ നമ്മൾ അതിനെ മെൽറ്റ് ചെയ്യും, സോൾഡറിങ്ങിൽ അതിനെ നമ്മൾ മെൽറ്റ് ചെയ്യില്ല. അപ്പോൾ സോൾഡറിങ്ങിൽ നമ്മൾ ഇതിനെ ജോയിൻ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ മെൽറ്റ് ചെയ്യാതെ നമ്മളൊരു അലോയ് യൂസ് ചെയ്യും. അതിന് അലോയെ പറയുന്ന പേരാണ് സോൾഡർ. അപ്പോൾ ഈ സോൾഡറിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതാണോ നമ്മൾ യൂസ് ചെയ്യുന്ന മെറ്റൽ, ഏത് മെറ്റലിനെയാണോ നമ്മൾ സോൾഡർ ചെയ്യുന്നത് അതിനേക്കാൾ മെൽറ്റിംഗ് പോയിന്റ് താഴെയുള്ള മെറ്റീരിയൽ ആയിരിക്കും നമ്മൾ ആരായിട്ട് യൂസ് ചെയ്യുന്നത്, സോൾഡറായിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പോൾ സോൾഡറിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് മെറ്റൽ പ്ലേറ്റുകളെ മെൽറ്റിംഗ് ചെയ്യാതെ നമ്മൾ ജോയിൻ ചെയ്യുന്ന പ്രോസസ്സിനെയാണ് സോൾഡറിങ് എന്ന് പറയുന്നത്. അവിടെ നമ്മൾ യൂസ് ചെയ്യുന്ന അലോയ് എന്ന് പറയുന്ന ആളാണ് സോൾഡർ. അതിൻ്റെ മെൽറ്റിംഗ് പോയിന്റ് ആരെയാണോ നമ്മൾ ജോയിൻ ചെയ്യുന്നത് അതിനേക്കാളും താഴെയായിരിക്കും അതിൻ്റെ മെൽറ്റിംഗ് പോയിന്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു സോൾഡറിങ് ചെയ്യുന്നതുകൊണ്ട് തന്നെ നമുക്ക് നല്ല മെക്കാനിക്കൽ സ്ട്രെങ്ത് കിട്ടും, നല്ല കണ്ടക്ടിവിറ്റി കിട്ടും, അതേപോലെ തന്നെ കൊറോഷൻ കുറയ്ക്കാനും പറ്റും. ഇതാണ് സോൾഡറിങ്ങിൻ്റെ അഡ്വാൻറ്റേജസ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് നേരത്തെ പറഞ്ഞു സോൾഡേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരു സോൾഡറിങ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന അലോയാണ് സോൾഡേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ സോൾഡേഴ്സ് പല ടൈപ്പ് സോൾഡേഴ്സ് ഉണ്ട്. ഒന്ന് പ്ലംബിംഗ് സോൾഡർ അല്ലെങ്കിൽ ടിൻമാൻ സോൾഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 50% ടിന്നും 50% ലെഡ്. നോർമലി ടിന്നിൻ്റെയും ലെഡിൻ്റെയും അലോയാണ് നമ്മൾ നോർമലി സോൾഡറായിട്ട് യൂസ് ചെയ്യുക. അപ്പോൾ 50-50 വരുന്ന സോൾഡറിനെയാണ് നമ്മൾ ടിൻമാൻ സോൾഡർ എന്ന് പറയുക. അതിൻ്റെ വർക്കിംഗ് ടെമ്പറേച്ചർ 212 ഡിഗ്രി സെൽഷ്യസ് ആണ്. നമ്മൾ ഹെവി ഡ്യൂട്ടി സോൾഡറിങ് എല്ലാം ചെയ്യുന്നത് ഇത് വെച്ചിട്ടാണ്. ഇലക്ട്രീഷ്യൻ സോൾഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് നമ്മൾ നോർമലി യൂസ് ചെയ്യുന്ന സോൾഡർ. 60-40% ടിന്നും ലെഡും 185 ഡിഗ്രി സെൽഷ്യസ്. അതേപോലെ തന്നെ ഇലക്ട്രിക്കൽ സോൾഡറിങ്, ഇലക്ട്രിക്കൽ ജോയിൻറ്റിംഗ് ഒക്കെ യൂസ് ചെയ്യുന്നത് ആരെയാണ്, നമ്മൾ ഇലക്ട്രീഷ്യൻ സോൾഡറാണ്. ഫൈൻ സോൾഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതേപോലെ തന്നെയാണ് 63 to 37 ആണ് ഫൈൻ സോൾഡർ. 183 ഡിഗ്രി. ചെറിയ മാറ്റങ്ങൾ ഉണ്ടാവുള്ളൂ. നമുക്ക് ടിന്നിങ്ങിന് ഇലക്ട്രിക്കൽ ഇലക്ട്രോണിക് കമ്പോണൻസുകൾക്ക് ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് സോൾഡർ ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന സോൾഡറാണ് ഫൈൻ സോൾഡർ എന്ന് പറയുന്നത്. ഇനി ഈ സോൾഡർ ചെയ്യുന്ന സമയത്ത് നമ്മൾ യൂസ് ചെയ്യുന്ന മറ്റൊരാളാണ് ഫ്ലക്സ് എന്ന് പറയുന്നത്. ഫ്ലക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സോൾഡറിങ് ചെയ്യുന്ന സർഫസുകളെ ഡീ ഓക്സിഡേഷനിൽ നിന്നും പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ആളുകളാണ് ഫ്ലക്സ് എന്ന് പറയുന്നത്. റെഡി? അപ്പോൾ ഈ ഓക്സൈഡ്സുകളെ ഡിസോൾവ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന അല്ലെങ്കിൽ ഡീ ഓക്സിഡേഷൻ പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ് ഫ്ലക്സ് എന്ന് പറയുന്നത്. ഓക്കെ, സോൾഡറിങ് പ്രോസസ്സിൽ ഉണ്ടാകുന്ന ഡീ ഓക്സിഡേഷൻ പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഫ്ലക്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഫ്ലക്സ് നോർമലി യൂസ് ചെയ്യുന്ന ഫ്ലക്സുകൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്ന് സിങ്ക് ക്ലോറൈഡ് ആണ്. ഇതൊരു അസിഡിക് ഫ്ലക്സ് ആണ്. സിങ്ക് ക്ലോറൈഡ് നമ്മൾ കാസ്റ്റ് അയൺ, റോട്ട് അയൺ, മൈൽഡ് സ്റ്റീല്, ബ്രാസ്, ബ്രോൺസ്, കോപ്പർ പോലെയുള്ള ഈ ആളുകൾക്കാണ് നമ്മൾ സിങ്ക് ക്ലോറൈഡ് യൂസ് ചെയ്യുക. അതേപോലെ തന്നെ ഹൈഡ്രോക്ലോറിക് ആസിഡ്, ഡൈല്യൂട്ട് ഹൈഡ്രോക്ലോറിക് ആസിഡ് ആണെങ്കിൽ സിങ്ക്, ഗാൽവനൈസ്ഡ് അയോൺ ഒക്കെ പോലെയുള്ള ആളുകൾക്കാണ് നമ്മൾ ഹൈഡ്രോക്ലോറിക് ആസിഡ് യൂസ് ചെയ്യുക. സാൽ അമോണിയ റോസിൻ എന്ന് പറയുന്നത് കോപ്പർ, ബ്രാസ്, ടിന്ന്, ഗൺമെറ്റലൊക്കെയാണ് സാൽ അമോണിയ റോസിൻ. ഇനി നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് റോസിനും അതേപോലെ തന്നെ ടാലോയും. ഇത് രണ്ടും നമ്മൾ ഇലക്ട്രിക്കൽ കണ്ടക്ടേഴ്സ് ജോയിൻ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഫ്ലക്സുകളാണ്. സോൾഡറിംഗിൽ ഇലക്ട്രിക്കൽ കണ്ടക്ടേഴ്സിൻ്റെ സോൾഡറിംഗ് പ്രോസസ്സിൽ യൂസ് ചെയ്യുന്ന ഫ്ലക്സുകളാണ്. ഒന്ന് റോസിൻ ഫ്ലക്സും അതേപോലെ തന്നെ ടാലോ ഫ്ലക്സും. ഓക്കെ, ദെൻ ടെക്നിക് ഓഫ് സോൾഡറിങ്. സോൾഡറിങ് എന്ന് പറയുന്നത് താഴെ കുറച്ച് പ്രോസസ്സ് ഓഫ് ഒരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രോസസ്സാണ്. ഒന്നാമത്തെ പ്രോസസ്സ് എന്ന് പറയുന്നത് ടിന്നിങ് ആണ്. സോൾഡറിങ് അയണിൻ്റെ ടിന്നിങ് ആണ്. രണ്ടാമത്തെ പ്രോസസ്സ് എന്ന് പറയുന്നത് എവിടെയാണോ നമ്മൾ സോൾഡർ ചെയ്യാനുള്ളത് അവിടെ നമ്മൾ ക്ലീനിങ് ചെയ്യുക. മൂന്നാമത്തത് അവിടെ നമ്മൾ സോൾഡറിങ് അപ്ലൈ ചെയ്യാം. അപ്പോൾ ഇതിനകത്ത് എന്താണ് ടിന്നിങ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ സോൾഡറിൻ്റെ ടിപ്പ്, നമ്മൾ സോൾഡറിങ് അയണിൻ്റെ ടിപ്പ് സോൾഡർ വെച്ച് ക്ലോട്ട് ചെയ്യുന്ന പ്രോസസ്സിനെ പറയുന്ന പേരാണ് ടിന്നിങ് എന്ന് പറയുന്നത്. സോൾഡറിങ്ങിൻ്റെ ടിപ്പ് നമ്മൾ സോൾഡർ വെച്ച് കഴിഞ്ഞിട്ട് കോട്ട് ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ടിന്നിങ് എന്ന് പറയുന്നത്. ബാക്കി ക്ലീനിങ്ങും അപ്ലൈ സോൾഡറിങ് ഒന്നും പറയേണ്ട ആവശ്യമില്ല എന്ന് വിചാരിക്കുന്നു. ടിന്നിങ് എന്താണെന്ന് മാത്രം പറയുന്നു. ഇനി നമ്മൾ ഒരുപാട് സോൾഡറിങ് പറഞ്ഞു. അതിൽ വളരെ വ്യത്യസ്തമായിട്ടുള്ളൊരു സോൾഡറിങ് ആണ് അലൂമിനിയം സോൾഡറിങ്. നമ്മൾ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന കണ്ടക്ടറാണ് അലൂമിനിയം എന്ന് പറഞ്ഞു. അപ്പോൾ അലൂമിനിയത്തിൻ്റെ സോൾഡറിങ് നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഈ അലൂമിനിയത്തിൻ്റെ സോൾഡർ നമ്മൾ നേരത്തെ പറഞ്ഞ സോൾഡറിൽ എവിടെയും അലൂമിനിയത്തിൻ്റെ കേസ് പറഞ്ഞിട്ടില്ല. അപ്പോൾ അലൂമിനിയത്തിൻ്റെ കേസിൽ നമ്മൾ വളരെ സോഫ്റ്റ് ആയിട്ടുള്ള സ്പെഷ്യൽ സോൾഡേഴ്സ് ആണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ സ്പെഷ്യൽ സോൾഡേഴ്സിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനകത്ത് ഒരു സ്മോൾ പെർസെൻറ്റേജ് സിങ്ക് കണ്ടൻറ്റും കൂടി ഉണ്ടായിരിക്കും അലൂമിനിയത്തിൻ്റെ സോൾഡറിങ് പ്രോസസ്സിൽ യൂസ് ചെയ്യുന്ന സോൾഡർ. അപ്പോൾ നോർമലി യൂസ് ചെയ്യുന്ന അലൂമിനിയത്തിൻ്റെ സോൾഡർ എന്ന് പറയുന്നത് 51% ലെഡും 31% ടിന്നും 9% സിങ്കും 9% കാഡ്മിയം, ഇത്രയും ഉള്ള ആളാണ് നമ്മൾ നോർമലി അലൂമിനിയത്തിൻ്റെ സോൾഡറായിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു മാനുഫാക്ചററാണ്, ഒരു ബ്രാൻഡ് നെയിമാണ് അൽക്യാപ്, ALKP,
ALCAP എന്നാണ്, പക്ഷെ നമ്മൾ നോർമലി അൽക്കാപ്പ് എന്ന് പറയും. അപ്പോൾ സോൾഡറാണ് നമ്മൾ നോർമലി മാർക്കറ്റിൽ യൂസ് ചെയ്യുന്ന ഒരു സോൾഡറാണ് ALCAP. ഓക്കെ, അതേപോലെ തന്നെ അലൂമിനിയത്തിന് സോൾഡറിൽ യൂസ് ചെയ്യുന്ന മറ്റൊരു സോൾഡറാണ് കെരാലൈറ്റ്. ഇതൊക്കെ മാനുഫാക്ചേഴ്സ് നെയിമാണ് ആക്ച്വലി, ALCAPും അതേപോലെ തന്നെ കെരാലൈറ്റും. അപ്പോൾ ഇവിടെ നമ്മൾ ഫ്ലെക്സും നമ്മൾ വ്യത്യാസം ഉണ്ടാവും. നമ്മൾ അവിടെ യൂസ് ചെയ്യുന്ന ഫ്ലെക്സ് അല്ല ഇവിടെ യൂസ് ചെയ്യുക. ഇവിടെ യൂസ് ചെയ്യുന്ന ഫ്ലെക്സ് എന്ന് പറയുന്നത് ഒന്ന് കൈനാൽ ഫ്ലെക്സും അല്ലെങ്കിൽ ഐർ നമ്പർ 7. ഇത് രണ്ടുമാണ് നമ്മൾ അലൂമിനിയത്തിൻ്റെ കേസിൽ യൂസ് ചെയ്യുന്ന ഫ്ലെക്സുകൾ. ഓക്കെ, ദ നെക്സ്റ്റ് വൺ ഇനി നമുക്ക് പറയാനുള്ളത് ഈ മൊഡ്യൂളിലെ ഏറ്റവും അവസാന പോർഷനിലേക്ക് വരികയാണ്, അണ്ടർഗ്രൗണ്ട് കേബിൾസ്. അണ്ടർഗ്രൗണ്ട് കേബിൾസ് എന്ന് പറയുന്ന പറ്റുന്ന ടോപ്പിക്കിനെ പറ്റിയാണ് നമുക്കിനി പറയാനുള്ളത്. കേബിൾസ് ആൻഡ് വയേഴ്സ് കൂടെ കഴിഞ്ഞാൽ അല്ലെങ്കിൽ അണ്ടർഗ്രൗണ്ട് കേബിളും കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു മൊഡ്യൂളിൻ്റെ ഏകദേശം കാര്യങ്ങളെല്ലാം നമ്മളൊന്ന് വൈൻഡപ്പ് ചെയ്ത് കഴിയും. അപ്പോൾ ഈ കേബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വയറിൽ നിന്നും കേബിളിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനൊരു പർട്ടിക്കുലർ പ്രഷർ വിത്ത്സ്റ്റാൻഡ് ചെയ്യാൻ പറ്റും. അതിന് പ്രഷർ വിത്ത്സ്റ്റാൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു കപ്പാസിറ്റി ഉണ്ട്. ഇതിനെ നമുക്ക് നോർമലി ബിലോ ഗ്രൗണ്ട് ലെവലിൽ കുറച്ചും കൂടെ ഈ എന്താ പറയുക കോമ്പാക്ട്നെസ് ആയിട്ട് നമുക്ക് ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റും അണ്ടർഗ്രൗണ്ട് കേബിൾസ് വെച്ചിങ്ങായിട്ട്. ഇനി ഈ അണ്ടർഗ്രൗണ്ട് കേബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1-2 കണ്ടക്ടേഴ്സ് അല്ലെങ്കിൽ 2 കോറോ 3 കോറോ 4 കോറോ ഡിപ്പെൻഡ്സ് അപ്പോൺ ദ നേച്ചർ അല്ലെങ്കിൽ ഡിപ്പെൻഡ്സ് അപ്പോൺ ദി ആവശ്യം എന്താണോ നമ്മുടെ ആവശ്യം അതനുസരിച്ച് കുറേ കണ്ടക്ടേഴ്സ് ഉണ്ടാവും. അതിന് ഇൻസുലേഷൻസ് വെച്ചിങ്ങാണ്ട് സെപ്പറേറ്റ് ചെയ്തിങ്ങാണ്ട് കുറച്ച് പ്രൊട്ടക്ഷൻ സിസ്റ്റംസ് എല്ലാം വെച്ചിട്ടുള്ള കാര്യങ്ങളാണ് അണ്ടർഗ്രൗണ്ട് കേബിൾ എന്ന് പറയും. അപ്പോൾ ഈ അണ്ടർഗ്രൗണ്ട് കേബിളിൻ്റെ അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നാമത്തെ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് സ്ട്രോംസ് അല്ലെങ്കിൽ ലൈറ്റിംഗ് പോലെയുള്ള എഫക്റ്റുകൾ ആരെ ബാധിക്കില്ല, അണ്ടർഗ്രൗണ്ട് കേബിളെ ബാധിക്കില്ല, പക്ഷേ അത് ഓവർ ഹെഡ് ലൈനെ ബാധിക്കും. ഇതിന് മെയിൻ്റനൻസ് കോസ്റ്റ് വളരെ കുറവാണ്, ഫാൾട്ട് ഉണ്ടാകാനുള്ള സാധ്യതയും വളരെ കുറവാണ്. കാരണം ഇത് അണ്ടർഗ്രൗണ്ടിൽ കൂടെയാണ് പോകുന്നത്. ഒരു തവണ നമ്മൾ അതവിടെ വെച്ച് കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ മെയിൻ്റനൻസ്, അതിന് ഫാൾട്ട് ഇതൊക്കെ വളരെ കുറവായിരിക്കും. ഓക്കെ, ഇനി നമ്മളായിട്ട് ഉണ്ടാക്കുന്ന മറ്റു പ്രോബ്ലംസ് ഒക്കെ ഉണ്ട്. ഹ്യൂമൻ പ്രോബ്ലംസ് ഒന്നും ഇതിനെ അഫക്റ്റ് ചെയ്യില്ല. അതേപോലെ തന്നെ വോൾട്ടേജ് റെഗുലേഷൻ, ഇതൊക്കെ നമ്മൾ ജനറലി പറയുന്ന കാര്യങ്ങളാണ്. നമ്മൾ ടെക്നിക്കലി പറഞ്ഞു കഴിഞ്ഞാൽ അണ്ടർഗ്രൗണ്ട് കേബിൾസിന് ഓവർ ഹെഡ് ട്രാൻസ്മിഷനേക്കാൾ കൂടുതൽ വോൾട്ടേജ് റെഗുലേഷൻ ഉണ്ട്, നല്ല ബെറ്റർ ആയിട്ടുള്ള വോൾട്ടേജ് റെഗുലേഷൻസ് ഉണ്ട്. അതിൻ്റെ ഇൻഡക്റ്റീവ് ലോസസ് എന്ന് പറയുന്നത് വളരെ കുറവാണ്. കമ്പയർ ടു ഓവർ ഹെഡ് ലൈൻസ് ഇൻഡക്റ്റീവ് ലോസസ് ഇല്ല എന്നല്ല, കുറവാണ്. ഓക്കെ, അതേപോലെ തന്നെ ഇതിന് നല്ലൊരു അപ്പിയറൻസ് കിട്ടും. ഇതാണ് ടെക്നിക്കലി ഉള്ള 2 അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. നല്ല വോൾട്ടേജ് റെഗുലേഷൻസ് ഉണ്ട്, ബെറ്റർ വോൾട്ടേജ് റെഗുലേഷൻസ്, അതേപോലെ തന്നെ ലെസ് ഇൻഡക്റ്റീവ് ലോസസ്. ഓക്കെ, ബാക്കിയൊക്കെ ജനറൽ ആയിട്ടുള്ള റീസൺസ് ആണ്, അഡ്വാൻറ്റേജസ് ആണ്. ഇനി ഇതിൻ്റെ ഡിസഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ UG കേബിൾ സിസ്റ്റം എന്ന് പറയുന്നത് വളരെ ഹെവിയാണ്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഇനീഷ്യൽ കോസ്റ്റ് വളരെ കൂടുതലാണ്. അപ്പോൾ എവിടെ നമുക്ക് ഓവർ ഹെഡ് ട്രാൻസ്മിഷൻ സിസ്റ്റം പോസിബിൾ അല്ലാതെ വരുന്നോ അവിടെ മാത്രമേ നമുക്ക് ആരെ യൂസ് ചെയ്യുള്ളൂ, അണ്ടർഗ്രൗണ്ട് സിസ്റ്റത്തിനെ യൂസ് ചെയ്യുള്ളൂ. ഇല്ലെങ്കിൽ നമ്മൾ അണ്ടർഗ്രൗണ്ട് സിസ്റ്റത്തിനെ പ്രിഫർ ചെയ്യില്ല. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ വളരെ ഇനീഷ്യൽ കോസ്റ്റ് ആണ്. ഇനി മറ്റൊരു കാര്യം, മെയിൻ്റനൻസ് കുറവാണ് അല്ലെങ്കിൽ ഫാൾട്ട് കുറവാണെന്ന് പറഞ്ഞു. സപ്പോസ് ഇനി എന്തെങ്കിലും മെയിൻ്റനൻസ് അല്ലെങ്കിൽ എന്തെങ്കിലും ജോയിൻറ്റ് സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ, ജോയിൻറ്റ് ചെയ്യേണ്ട സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ ആ ജോയിൻറ്റിങ്ങിൻ്റെ കോസ്റ്റ് എന്ന് പറയുന്നത് വളരെ കൂടുതലായിരിക്കും. ഇറ്റ്സ് വെരി ഹെവി കോസ്റ്റ്. ഓക്കെ, ഇനി ഇൻസുലേഷൻസ് ലെവൽ വളരെ കൂടിയ ഇൻസുലേഷൻ ലെവലായിരിക്കണം. ആ ഇൻസുലേഷൻ ലെവലിൻ്റെ കോസ്റ്റും അതേപോലെ തന്നെ ഇൻട്രൊഡക്ഷനും ആ ഇൻസുലേഷൻ്റെ പ്രോബ്ലംസ് ഓവർ ഹെഡ് കേബിൾസിനെ കമ്പയർ ചെയ്യുന്ന സമയത്ത് വളരെ കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ എവിടെയാണോ OH യൂസ് ചെയ്യാൻ പറ്റാത്തത്, ഓവർ ഹെഡ് ട്രാൻസ്മിഷൻ ലൈൻ യൂസ് ചെയ്യാൻ പറ്റാത്തത്, അവിടെ മാത്രമേ നമ്മൾ ആരെ യൂസ് ചെയ്യുള്ളൂ, അണ്ടർഗ്രൗണ്ട് കേബിൾസിനെ യൂസ് ചെയ്യുള്ളൂ. ഇനി അണ്ടർഗ്രൗണ്ട് കേബിൾസിൻ്റെ കൺസ്ട്രക്ഷനാണ് ഈ ഫിഗറിൽ കാണുന്നതാണ്. അണ്ടർഗ്രൗണ്ട് കേബിളിൻ്റെ ഒരു കൺസ്ട്രക്ഷൻ. ഇതിനകത്ത് ഫസ്റ്റ് കണ്ടക്ടർ ഉണ്ടാവും. ഈ കണ്ടക്ടറിനെ നമ്മൾ ഇൻസുലേഷൻ ചെയ്തിട്ടുണ്ടാവും. അതിന് പുറത്ത് നമ്മൾ ലക്ഷ്യത്ത് വെച്ചിട്ടുണ്ടാവും. ലക്ഷ്യത്തിന് പുറമെ ഒരു ബെഡിങ് ഉണ്ട്. അത് കഴിഞ്ഞിട്ട് ഒരു ആർമറിങ് പോർഷൻ ഉണ്ട്. അത് കഴിഞ്ഞിട്ട് ഒരു സർവിങ് പോർഷൻ ഉണ്ട്. ഇത്രയാണ് അണ്ടർഗ്രൗണ്ട് കേബിൾസിൻ്റെ കൺസ്ട്രക്ഷൻ എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഓരോന്നോരോന്ന് എന്താണെന്ന് നോക്കാം. കോർ അല്ലെങ്കിൽ കണ്ടക്ടർ എന്ന് പറയുന്നത് ഇത് നമ്മൾ നോർമലി ടിൻഡ് ആയിട്ടുള്ള കോപ്പറോ അല്ലെങ്കിൽ അലൂമിനിയമാണ് നമ്മൾ കണ്ടക്ടറായിട്ട് യൂസ് ചെയ്യുക. ഇത് കണ്ടക്ടിവിറ്റി, നല്ല കണ്ടക്ടിവിറ്റി ഉള്ള കോബിൾസ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇതിലാണ് നമ്മൾ കറണ്ട് പാസ് ചെയ്യുന്നത്, അതിനാണ് വരുന്നത് നമ്മുടെ നോർമൽ കണ്ടക്ടർ. ഇനി ഓരോ കണ്ടക്ടേഴ്സിനെയും അതിൻ്റെ തിക്നെസ് അനുസരിച്ച് ഇൻസുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പോർഷനെയാണ് നമ്മൾ ഫസ്റ്റ് ഇൻസുലേഷൻസ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഇൻസുലേഷൻ എന്ന് പറയും. ഇതിൻ്റെ ഇൻസുലേഷൻ്റെ ലെയർ, ഇൻസുലേഷൻ എത്ര വേണം എന്ന് തീരുമാനിക്കുന്നത് അതിലുള്ള വോൾട്ടേജ് ആണ്. എത്ര കറണ്ട് പാസ് ചെയ്യുന്നു എന്നുള്ളതല്ല, അതിന് വോൾട്ടേജ് ഗ്രേഡിംഗ് ആണ് ആ ഇൻസുലേഷൻ്റെ എമൗണ്ട് അല്ലെങ്കിൽ ലെയറിൻ്റെ തിക്നെസ് തീരുമാനിക്കുന്നത്. ഓക്കെ, അപ്പോൾ നോർമലി നമ്മൾ യൂസ് ചെയ്യുന്ന ഇൻസുലേറ്റിംഗ് മെറ്റീരിയൽസ് എന്ന് പറയുന്നത് ഒന്നുകിൽ ഇംപ്രഗ്നേറ്റഡ് പേപ്പറോ വാർണിഷ്ഡ് ക്യാമ്പ്രിക്കോ അതല്ലെങ്കിൽ റബ്ബർ പോലെയുള്ള ആളുകളാണ് നമ്മൾ നോർമലി ഇൻസുലേഷനായിട്ട് യൂസ് ചെയ്യുക. ഇതിൻ്റെ പർപ്പസ് സിംപ്ലി ആ കണ്ടക്ടറിന് അല്ലെങ്കിൽ കോറിനെ ഇൻസുലേറ്റ് ചെയ്യുക, അതിനെ പ്രൊട്ടക്ട് ചെയ്യുക, അതിന് ഇൻസുലേഷൻ പ്രൊട്ടക്ഷൻ കൊടുക്കുക, അല്ലെങ്കിൽ ഒരു ഇൻസുലേഷൻ കവർ ചെയ്യുക. ഓക്കെ, ഇനി അത് കഴിഞ്ഞിട്ടുള്ള അടുത്ത പോർഷനാണ് മെറ്റാലിക് ഷീറ്റ്.
ഇത് കേബിളിൻ്റെ മോയ്സ്ചർ, ഗ്യാസ്, അതേപോലെ തന്നെ മറ്റ് ഡാമേജ് ആവുന്ന ആളുകൾ, ലിക്വിഡുകൾ, ആസിഡ്, ആൽക്കലി, എന്തെങ്കിലും നമ്മളെ കേബിളിനെ കെമിക്കലി പ്രൊട്ടക്റ്റ് ചെയ്യാം എന്നുള്ള പർപ്പസാണ് മെറ്റാലിക് ഷീറ്റ് ചെയ്യുന്നത്. അപ്പോൾ അറ്റ്മോസ്ഫിയറിൽ നിന്നും സോയിലിൽ നിന്നും കെമിക്കലി പ്രൊട്ടക്റ്റ് ചെയ്യുക, കെമിക്കൽ ആക്ടിവിറ്റീസിൽ നിന്നും പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് മെറ്റാലിക് ഷീറ്റ് യൂസ് ചെയ്യുന്നത്. ആക്ച്വലി മെറ്റാലിക് ഷീറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് അലൂമിനിയത്തിൻ്റെ അല്ലെങ്കിൽ ലെഡിൻ്റെ ഒരു ഇൻസുലേഷനാണ്. ഇൻസുലേഷൻ്റെ പുറത്ത് വെക്കുന്ന അലൂമിനിയത്തിൻ്റെ അല്ലെങ്കിൽ ലെഡിൻ്റെ ഒരു ലെയറാണ് മെറ്റാലിക് ഷീറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത് ലെഡ് അല്ലെങ്കിൽ ലെഡിൻ്റെ അലോയ് ആണ്, അതല്ലെങ്കിൽ അലൂമിനിയം ആണ് ഉണ്ടാവും. ഇനി അടുത്തതാണ് പേപ്പർ ബെൽറ്റ്. ഇതിന് പുറത്ത് ഒരു ഇംപ്രഗ്നേറ്റഡ് പേപ്പർ വെച്ചിട്ടുള്ള ഒരു ബെൽറ്റ്. അത് എല്ലാ കേബിളിലും ഉണ്ടായിരിക്കണമെന്നില്ല, ചില കേബിളുകളിൽ ഉണ്ടായിരിക്കും, ചില കേബിളിൽ ഉണ്ടായിരിക്കില്ല. അപ്പോൾ ഒരു ഇംപ്രഗ്നേറ്റഡ് പേപ്പർ വെച്ചിട്ടുള്ള ഒരു ബെൽറ്റ് ആണ് പേപ്പർ ബെൽറ്റ് എന്ന് പറയുന്ന പോർഷൻ. ഇനി ബെഡിങ് എന്നുള്ളതാണ് അടുത്തത്. മെറ്റാലിക് ഷീറ്റ് കഴിഞ്ഞാൽ ഒരു പക്ഷേ പേപ്പർ ബെൽറ്റ് ഉണ്ടാവാം, ഉണ്ടാവാതിരിക്കാം. അത് കഴിഞ്ഞാൽ വരുന്ന ആളാണ് ബെഡിങ് എന്ന് പറയുന്നത്. ബെഡിങ്ങിൻ്റെ പർപ്പസ് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെറ്റാലിക് ഷീറ്റിന് പുറത്തുള്ള ഒരു ഫൈബ്രസ് മെറ്റീരിയലാണ് ആക്ച്വലി ബെഡിങ് എന്ന് പറയുന്നത്. ഫൈബ്രസ് അല്ലെങ്കിൽ ജൂട്ടിൻ്റെയോ അല്ലെങ്കിൽ ഹിസൈൻ ടൈപ്പിൻ്റെയോ ആയിട്ടുള്ള ഫൈബ്രസ് ആയിട്ടുള്ള ഒരു പോർഷനാണ് ബെഡിങ് എന്ന് പറയുന്നത്. ഇത് തൊട്ട് മുമ്പുള്ള മെറ്റാലിക് ഷീറ്റിനെ പ്രൊട്ടക്റ്റ് ചെയ്യുക എന്നുള്ളതാണ് പർപ്പസ്. മെറ്റാലിക് ഷീറ്റിനെ ആരിൽ നിന്ന് പ്രൊട്ടക്റ്റ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് കൊറോഷനിൽ നിന്നും, അതേപോലെ തന്നെ രണ്ടാമത്തെ അടുത്ത ലെയർ വരാൻ പോകുന്ന അടുത്ത ലെയർ ആയിട്ടുള്ള ആർമറിങ്ങിൽ നിന്നുണ്ടാവുന്ന മെക്കാനിക്കൽ ഇഞ്ചുറി. ആർമറിങ് എന്ന് പറയുന്നത് ആക്ച്വലി ഒരു നല്ല നമ്മൾ നേരത്തെ പറഞ്ഞ മെറ്റാലിക് ഷീറ്റ് പോലെയുള്ള ഒരു പാർട്ടാണ്. അപ്പോൾ ആർമറിങ്ങിൽ നിന്നും മെറ്റാലിക് ഷീറ്റിനെ പ്രൊട്ടക്റ്റ് ചെയ്യുക, കൊറോഷനിൽ നിന്നും മെറ്റാലിക് ഷീറ്റിനെ പ്രൊട്ടക്റ്റ് ചെയ്യുക. ഈ പർപ്പസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ജൂട്ടിൻ്റെ അല്ലെങ്കിൽ ഹിസൈൻ ടൈപ്പിൻ്റെ ഒരു പോർഷൻ, ഒരു ഫൈബ്രസ് ഒരു ലെയർ കൊടുക്കും. അതാണ് ബെഡിങ് എന്ന് പറയുന്നത്. ഇനി ആർമറിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ കേബിളിന് മെക്കാനിക്കൽ ഇഞ്ചുറിയിൽ നിന്നും പ്രൊട്ടക്റ്റ് ചെയ്യുക എന്നുള്ളത്. നമ്മൾ കേബിൾ നോർമലി അണ്ടർഗ്രൗണ്ട് കേബിളിൽ ലൈൻ ചെയ്തിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ആ അണ്ടർഗ്രൗണ്ട് കേബിളിൽ നിന്നും എർത്തിൻ്റെ അടിയിൽ നിന്നും ഉണ്ടാകുന്ന ഈ കേബിളിനെ മെക്കാനിക്കൽ ഇഞ്ചുറിയിൽ നിന്നും പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഗാൽവനൈസ്ഡ് സ്റ്റീലിൻ്റെ അല്ലെങ്കിൽ സ്റ്റീൽ ടേപ്പിൻ്റെ ഒരു ലെയറാണ് ആർമറിങ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതൊരു സ്റ്റീൽ ടേപ്പാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇതിന് മെക്കാനിക്കൽ ഇഞ്ചുറി ഉണ്ടാക്കാൻ പറ്റും ആരെ, ഉള്ളിലുള്ള ആളിനെ. അവിടെ നിന്ന് പ്രൊട്ടക്റ്റ് ചെയ്യാനാണ് നമ്മൾ നേരത്തെ പറഞ്ഞ ബെഡിങ് യൂസ് ചെയ്യുന്നത്. ഇനി ഇതെല്ലാം കഴിഞ്ഞ് ഏറ്റവും പുറത്ത് ആർമറിങ്ങിനെ അറ്റ്മോസ്ഫറിക് കണ്ടീഷനിൽ നിന്നും പ്രൊട്ടക്റ്റ് ചെയ്യുക, കേബിളിന് മൊത്തത്തിലൊരു കവറിങ് കൊടുക്കുക, ഇത്തരത്തിലുള്ള പർപ്പസ് ചെയ്യുന്ന ആളാണ് സെർവിങ്. ഇത് നമ്മളെ ബെഡിങ് പോലെയുള്ള ആൾ തന്നെയാണ്. ബെഡിങ്ങിൻ്റെ അതേപോലെ തന്നെയാണ് ആ സെർവിങ് വരിക. ഇതിൻ്റെ പർപ്പസ് എന്ന് പറയുന്നത് അറ്റ്മോസ്ഫറിക് കണ്ടീഷനിൽ നിന്ന് നമ്മുടെ ആർമറിങ്ങിനെ പ്രൊട്ടക്റ്റ് ചെയ്യുക, കേബിളിന് മൊത്തത്തിലൊരു കവറിങ് കൊടുക്കുക. ഇതാണ് സെർവിങ്ങിൻ്റെ പർപ്പസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമ്മൾ കേബിളിൽ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ കേബിളിനകത്തുള്ള ഇൻസുലേറ്റിംഗ് മെറ്റീരിയൽസിനെ പറ്റി പറയാണ്. ഇൻസുലേറ്റിംഗ് മെറ്റീരിയൽസ് ഫോർ കേബിൾ. ഈ ഇൻസുലേറ്റിംഗ് മെറ്റീരിയൽ കേബിൾസിൽ യൂസ് ചെയ്യുന്ന ഇൻസുലേറ്റിംഗ് മെറ്റീരിയലിന് നല്ല ഇൻസുലേഷൻ റെസിസ്റ്റൻസ് ഉണ്ടായിരിക്കണം. അത് ലീക്കേജ് കറണ്ട് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നല്ല ഡയലക്ട്രിക് സ്ട്രെങ്ത് ഉണ്ടായിരിക്കണം, നല്ല മെക്കാനിക്കൽ സ്ട്രെങ്ത് ഉണ്ടായിരിക്കണം, നോൺ ഹൈഗ്രോസ്കോപ്പിക് ആയിരിക്കണം, നോൺ ഇൻഫ്ലേമബിൾ ആയിരിക്കണം, നല്ല കോസ്റ്റ് കുറവായിരിക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അതേപോലെ തന്നെ കെമിക്കൽ ആക്ടിവിറ്റിയിൽ നിന്നുള്ള പ്രൊട്ടക്ഷനും ഉണ്ടായിരിക്കണം. അത് കെമിക്കൽ ആക്ടിവിറ്റി ആയിട്ട് അൺഅഫക്റ്റ് ചെയ്യാൻ പാടില്ല. അപ്പോൾ ഇത്തരത്തിലുള്ള പ്രോപ്പർട്ടി ഉള്ള ആളുകളാണ് ഒന്ന് റബ്ബർ, വൾക്കനൈസ്ഡ് ഇന്ത്യൻ റബ്ബർ, ഇംപ്രഗ്നേറ്റഡ് പേപ്പർ, വാർണിഷ്ഡ് ഗാംബ്രിക്, PVC അല്ലെങ്കിൽ പോളിവിനൈൽ ക്ലോറൈഡ്. ഇതൊക്കെ നമ്മൾ നോർമലി യൂസ് ചെയ്യുന്ന ഇൻസുലേറ്റിംഗ് മെറ്റീരിയൽ ആണ്. കേബിളിൻ്റെ കേസിൽ യൂസ് ചെയ്യുന്ന ഇൻസുലേറ്റിംഗ് മെറ്റീരിയൽസ് ആണ്. ഇനി ഈ കേബിളിൽ നമ്മൾ ക്ലാസിഫിക്കേഷൻസിലേക്ക് പോവുകയാണെങ്കിൽ കേബിളിൻ്റെ ക്ലാസിഫിക്കേഷൻ പല തരത്തിലാണ് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. ഒന്ന്, ഏത് വോൾട്ടേജിലാണ് ആ കേബിൾ മാനുഫാക്ചർ ചെയ്തിരിക്കുന്നത്, അതാണ് ഒന്നാമത്തെ ടൈപ്പ് ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത്. രണ്ടാമത്തത്, ഏത് ഇൻസുലേറ്റിംഗ് മെറ്റീരിയലാണ് ആ മാനുഫാക്ചർ അവിടെ യൂസ് ചെയ്തിരിക്കുന്നത്, അതാണ് രണ്ടാമത്തെ ക്ലാസിഫിക്കേഷൻസ്. അപ്പോൾ ഒന്നാമത്തത് അതിൻ്റെ വോൾട്ടേജ് ഗ്രേഡാണ്, രണ്ടാമത്തത് അതിൻ്റെ ടൈപ്പ് ഓഫ് ഇൻസുലേഷനാണ്. ഈ രണ്ട് കാര്യങ്ങൾ വെച്ചിട്ടാണ് നമ്മൾ കേബിളിനെ ക്ലാസിഫൈ ചെയ്യുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ വോൾട്ടേജ് ലെവലിൽ നോക്കുക. ലോ ടെൻഷൻ വോൾട്ടേജ് കേബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1.1 kV അല്ലെങ്കിൽ 1100 വോൾട്ടേജ് വരെയുള്ള കേബിളുകളെയാണ് നമ്മൾ ലോ ടെൻഷൻ കേബിൾ എന്ന് പറയുക. 11 kV വരെയുള്ള കേബിളുകളെയാണ് നമ്മൾ ഹൈ ടെൻഷൻ എന്ന് പറയുക. 22 to 33 kV ആണ് നമ്മൾ സൂപ്പർ ടെൻഷൻ കേബിൾ എന്ന് പറയും. 33 to 66 kV നമ്മൾ എക്സ്ട്രാ ഹൈ ടെൻഷൻ കേബിൾ എന്ന് പറയും. മോർ ദാൻ 132 kV, ബിയോണ്ട് 132 kV ഉള്ളതിനെ നമ്മൾ പറയുന്നത് പേരാണ് എക്സ്ട്രാ സൂപ്പർ വോൾട്ടേജ് കേബിൾ. ഓക്കെ,
ഇതാണ് വോൾട്ടേജ് ബേസ് ചെയ്തിട്ടുള്ള കേബിളിന്റെ ക്ലാസിഫിക്കേഷൻ. ഇനി നമ്മൾ ഏത് മെറ്റീരിയൽ ആണ് ഇതിനകത്ത് യൂസ് ചെയ്യുന്നത്, ഏത് മെറ്റീരിയൽ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ കേബിളിന്റെ ഇൻസുലേഷൻ ഉണ്ടാക്കിയിരിക്കുന്നത്, അതിനെ ബേസ് ചെയ്ത് കണ്ട് ഒന്ന് PVC പോളിവിനൈൽ ക്ലോറൈഡ്, രണ്ടാമത് MI മിനറൽ ഇൻസുലേഷൻ, അടുത്തത് PILC പേപ്പർ ഇൻസുലേറ്റഡ് ലെഡ് കവേർഡ്. ഇതിനൊക്കെ എക്സ്പാൻഷൻസ് പലതവണയും ചോദിച്ചിട്ടുണ്ട് കേട്ടോ. XLP ക്രോസ് ലിങ്ക്ഡ് പോളിയെത്തിലീൻ, PILCDTA എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പേപ്പർ ഇൻസുലേറ്റഡ് ലെഡ് കവേർഡ് ഡബിൾ ടാപ്പ് ആർമേഡ്. കേബിളിന്റെ മൊത്തം പേര് അങ്ങനെയാണ്. അപ്പൊ ഇതിന്റെയൊക്കെ എക്സ്പാൻഷൻ പലതവണ ചോദിച്ചിട്ടുണ്ട്, അതൊന്ന് ഓർത്തിരിക്കും. ഓക്കെ, നെക്സ്റ്റ് ഇനി നമ്മൾ 3 ഫേസ് സർവീസുകൾക്ക് വേണ്ടി യൂസ് ചെയ്യുന്ന കേബിളുകളാണ് പറയാൻ പോകുന്നത്. 3 ഫേസ് സർവീസുകൾക്ക് യൂസ് ചെയ്യുന്ന കേബിൾ നോർമലി നോർമലി സിംഗിൾ ഫേസിൽ യൂസ് ചെയ്യുന്നത് ചെറിയ ഡിഫറൻസ് ആണ്. അപ്പോൾ അപ് ടു 11 kV വരെയാണെങ്കിൽ നമ്മൾ അവിടെ യൂസ് ചെയ്യുന്നതാണ് ബെൽറ്റഡ് കേബിള്. 22 kV 66 kV വരെ യൂസ് ചെയ്യുന്നത് സ്ക്രീൻഡ് കേബിൾ ആയിരിക്കും. ഇനി മോർ ദാൻ 66 kV ആണെങ്കിൽ അവിടെ നമ്മൾ ഇത് രണ്ടും പോരാ, പ്രഷർ കേബിൾ തന്നെ യൂസ് ചെയ്യണം. ഇത് മൂന്നും 3 ഫേസ് കണക്ഷനിൽ യൂസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ 3 ഫേസ് സർവീസിൽ യൂസ് ചെയ്യുന്ന കേബിളുകളാണ് ഇത് മൂന്നും. ഓക്കെ, അപ്പോൾ ആ 3 കേബിളിനെ പറ്റി ഓരോന്നായി ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ബെൽറ്റഡ് കേബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 11 kV വരെ യൂസ് ചെയ്യുന്ന കേബിളാണ്. അപ്പോൾ ഇതിനകത്തുള്ള കോർ എന്ന് പറയുന്നത് ഓരോ കോറിനെയും നമ്മൾ ഇംപ്രഗ്നേറ്റഡ് പേപ്പർ വെച്ചിങ്ങായിട്ട് ഇൻസുലേറ്റ് ചെയ്യും. ഈ ഇൻസുലേറ്റ് ചെയ്തിരിക്കുന്ന ഇംപ്രഗ്നേറ്റഡ് പേപ്പർ വെച്ച് ഇൻസുലേറ്റ് ചെയ്യുന്ന ഇൻസുലേഷനെ ഒരു പേപ്പർ ബെൽറ്റ് വെച്ച്, അതുകൊണ്ടാണ് ഇതിനെ ബെൽറ്റഡ് കേബിൾ എന്ന് പറയുന്നത്, ഒരു പേപ്പർ ബെൽറ്റ് വെച്ചിങ്ങായിട്ട് ടേപ്പ് ചെയ്യും. ഒരു പേപ്പർ ബെൽറ്റ് വെച്ചിട്ട് ടാപ്പ് ചെയ്യും. അതിന് മൊത്തത്തിൽ ആ ഇൻസുലേഷന് പുറത്ത് ഒരു ഇൻസുലേഷൻ ടാപ്പ് ചെയ്യും. ഇനി ഇതിനിടയിൽ ഉണ്ടാകുന്ന ഗ്യാപ്പുകൾ, അപ്പോൾ നമ്മൾ ഈ ഇതിനിടയിലുള്ള ഇൻസുലേഷൻ ഈ കോറിനിടയിൽ ഉണ്ടാകുന്ന ഗ്യാപ്പുകൾ ജൂട്ട് പോലെയുള്ള ഫൈബ്രസ് ആയിട്ടുള്ള മെറ്റീരിയൽ വെച്ചിട്ട് ഫില്ല് ചെയ്യുകയാണ് ചെയ്യുക. ഇതാണ് ഇതിന്റെ കൺസ്ട്രക്ഷൻ. ഇതിന്റെ കൺസ്ട്രക്ഷൻ ബേസ് ചെയ്തിട്ടാണ് കേട്ടോ ഈ ക്ലാസിഫിക്കേഷൻ വരുന്നത്. അപ്പോൾ ബെൽറ്റഡ് കേബിൾ എന്ന് പറയുന്നത് ഇതാണ് ബെൽറ്റഡ് കേബിൾ. ഓക്കെ, ഇനി സ്ക്രീൻഡ് കേബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 33 kV വരെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഇതാണ് സ്ക്രീൻഡ് കേബിൾ. അപ്പോൾ ഈ സ്ക്രീൻഡ് കേബിൾ തന്നെ 2 ടൈപ്പ് ഉണ്ട്. ഒന്ന് H ടൈപ്പും അതേപോലെ തന്നെ SL ടൈപ്പും. H ടൈപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ കോറും നമ്മൾ ഇംപ്രഗ്നേറ്റഡ് പേപ്പർ വെച്ച് കഴിഞ്ഞിട്ട് ഇൻസുലേറ്റ് ചെയ്യും. ഓക്കെ, ഇനി ഈ ഇൻസുലേഷൻ ഓരോ കവറും ഇൻസുലേറ്റ് ചെയ്തിരിക്കുന്ന ഓരോ ഇൻസുലേഷനും നമ്മൾ എന്ത് ചെയ്തിരിക്കുന്നു, ഓരോ കോറും കവേർഡ് വിത്ത് എ മെറ്റാലിക് സ്ക്രീൻ. ഒരു മെറ്റാലിക് സ്ക്രീന് വെച്ച് കഴിഞ്ഞിട്ട്, ഒരു അലൂമിനിയം ഫോയിലിന് മെറ്റാലിക് സ്ക്രീൻ വെച്ച് കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഈ ഇൻസുലേറ്റ് ചെയ്തിരിക്കുന്ന കോറിനെ കവർ ചെയ്യും. അതാണ് H ടൈപ്പ് കേബിൾ എന്ന് പറയുന്നത്. ഇനി SL കേബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ലെഡ് ഷീത്ത് ആണ്. SL ഫുൾ ഫോം ലെഡ് ഷീത്ത് എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ കോർ കവർ ചെയ്തിരിക്കുന്ന അതിന്റെ തന്നെ ലെഡ് ഷീത്ത്, സെപ്പറേറ്റ് ലെഡ് ഷീത്ത് ഓരോ കോറിനും. നമ്മൾ നേരത്തെ ലെഡ് ഷീത്ത് എന്ന് പറയുന്നത് കോറിന് ഇൻസുലേഷൻ കൊടുക്കും, ഇൻസുലേഷന് പുറത്തായിരുന്നു ലെഡ് ഷീത്ത് ഉണ്ടായിരുന്നു. പക്ഷേ ഇവിടെ വരുന്ന സമയത്ത് ഓരോ കോറിനും സെപ്പറേറ്റ് ലെഡ് ഷീത്ത് കൊടുത്തിട്ടാണ് നമ്മൾ SL കേബിൾ ഉണ്ടാക്കുന്നത്. വോൾട്ടേജ് കൂടുന്നതിനനുസരിച്ച് അതിനനുസരിച്ചുള്ള പ്രൊട്ടക്ഷൻ സിസ്റ്റംസും കൂടിയേ പറ്റും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചേഞ്ചസ് വരുന്നത്. അപ്പോൾ SL കേബിളിന് മറ്റ് H ടൈപ്പ് കേബിളിനേക്കാളും 2 അഡ്വാൻറ്റേജ് ഉണ്ട്, 2 മെയിൻ അഡ്വാൻറ്റേജ് ഉണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന് നമ്മൾ മെറ്റാലിക് ഷീത്ത് ഓരോ കോറിനും സെപ്പറേറ്റ് മെറ്റാലിക് ഷീത്ത് കൊടുക്കുന്നത് കൊണ്ട് തന്നെ ഇതിന്റെ ബ്രേക്ക് ഡൗൺ, കോർ ടു കോർ ബ്രേക്ക് ഡൗൺ വളരെ അതിന്റെ കോർ ടു കോർ ബ്രേക്ക് ഡൗൺ ഉള്ള പോസിബിലിറ്റി വളരെ കുറവാണ്. ഓക്കെ, ഇനി ഓവറോൾ ആയിട്ടുള്ള ഒരു ലെഡ് ഷീത്ത് ഇതിന് ഉണ്ടാവില്ല. നമ്മൾ ഇൻഡിവിജ്വൽ കോറിന് ഓരോ ലെഡ് ഷീത്ത് കൊടുത്തതുകൊണ്ട് തന്നെ ഓവറോൾ ലെഡ് ഷീത്ത് ഇല്ലാത്തത് കൊണ്ട് നമുക്ക് ഇതിനെ ഈസി ആയിട്ട് ഫ്ലെക്സിബിൾ ആണ്. ഈ കേബിൾ കുറച്ചും കൂടെ ഫ്ലെക്സിബിൾ ആണ്. വലിയ ഒരു ലെഡ് ഷീറ്റിനെ നമ്മൾ ഫ്ലെക്സിബിൾ ചെയ്യുന്നതിനേക്കാൾ ഈസിയാണ് ചെറിയ ഈ ലെഡ് ഷീറ്റുകളെ ഫ്ലെക്സിബിൾ ആക്കാൻ പറ്റുന്നത്. അപ്പോൾ ഫ്ലെക്സിബിൾ ആണ് ഈ ഒരു കേബിൾ എന്ന് പറയുന്നത്. ഇനി പ്രഷർ കേബിളിലേക്ക് വരികയാണെങ്കിൽ പ്രഷർ കേബിൾ നമ്മൾ നോർമലി 60 kV മേലെയാണ്. ആ സമയത്ത് നമുക്ക് ഇത്തരത്തിലുള്ള നമ്മൾ ഇതുവരെ പറഞ്ഞ ബെൽറ്റഡ് കേബിളിനെയും അതേപോലെ തന്നെ സ്ക്രീൻഡ് കേബിളിനെയും പറയുന്ന കാറ്റഗറിയാണ് സോളിഡ് ടൈപ്പ് കേബിൾസ്. അപ്പോൾ ഈ സോളിഡ് ടൈപ്പ് കേബിൾസ് വോൾട്ടേജ് കൂടി വരുന്നതിനനുസരിച്ച് നമുക്ക് റിലയബിൾ അല്ലാതെ വരും, അത് അൺറിലയബിൾ ആയിട്ട് മാറും, അല്ലെങ്കിൽ റിലയബിൾ അല്ലാതെ വരും. അപ്പോൾ ആ ഡേഞ്ചർ ബ്രേക്ക് ഡൗൺ വോൾട്ടേജ് ഒക്കെ വളരെ കൂടുതലായതുകൊണ്ട് തന്നെ നമുക്ക് ഇൻസുലേഷൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അതുകൊണ്ട് ആ സമയത്താണ് നമുക്ക് എന്ത് ചെയ്യുന്നത്, പ്രഷർ കേബിളുകൾ യൂസ് ചെയ്യുന്നത്. എന്തുകൊണ്ടാണ് പ്രഷർ കേബിൾ യൂസ് ചെയ്യാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സോളിഡ് കേബിളുകൾ വോൾട്ടേജ് കൂടുന്നതിനനുസരിച്ച് അതിനകത്ത് വോയിഡ്സ് ക്രിയേറ്റ് ചെയ്യുകയും ആ വോയിഡ്സിന്റെ പ്രസൻസ് കാരണം ഇതിന് ബ്രേക്ക് ഡൗൺ ഉണ്ടാവുകയും ഇൻസുലേഷൻ ബ്രേക്ക് ഡൗൺ ഉണ്ടാവുകയും ചെയ്യും. ഓക്കെ, അപ്പോൾ പ്രഷർ കേബിളുകൾ നമുക്ക് 2 രീതിയിലുണ്ട്. ഒന്നെങ്കിൽ ഓയിൽ ഫീൽഡും അതേപോലെ തന്നെ ഗ്യാസ് ഫീൽഡ്. അപ്പോൾ ഈ ഓയിൽ ഫീൽഡിലും അതേപോലെ തന്നെ ഗ്യാസ് ഫീൽഡിലും ആക്ച്വലി എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ തൊട്ട് മുമ്പ് പറഞ്ഞ സോളിഡ് കേബിളിൽ ഉണ്ടാകുന്ന വോയിഡ്സുകൾ, ആ വോയിഡ്സിനെ കൺട്രോൾ ചെയ്യാണ് ആക്ച്വലി ഈ ഒരു പ്രഷർ കേബിളുകൾ ചെയ്യുന്നത്.
അപ്പോൾ ഓയിൽ ഫീൽഡ് കേബിൾ ആയിക്കോട്ടെ ഗ്യാസ് ഫീൽഡ് കേബിൾ ആയിക്കോട്ടെ ആ വോയിഡ്സിനെ കൺട്രോൾ ചെയ്യും. അപ്പോൾ ഇത് ഓയിൽ ഫീൽഡ് ആണ് ചെയ്തതെങ്കിൽ അതിന് ഓയിൽ ഫീൽഡ് കേബിൾ എന്നും, ഇനി നമ്മൾ ഗ്യാസ് ഫീൽഡ് ആണെങ്കിൽ അതിന് ഗ്യാസ് ഫീൽഡ് കേബിൾ എന്നാണ് പറയാം. അപ്പോൾ ഇതിനകത്ത് ഓയിൽ ഫീൽഡ് കേബിൾസിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഓയിൽ ഡക്റ്റുകൾ, ഒരു കേബിളിന്റെ ഉള്ളിൽ കൂടെ ഓയിൽ സർക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഓയിൽ ഡക്റ്റ് ഉണ്ടാവും. ഒരു ഓയിൽ ഡക്റ്റ് അതിന് പ്രൊവൈഡ് ചെയ്യും. എന്നിട്ട് ഒരു പർട്ടിക്കുലർ ഡിസ്റ്റൻസിൽ നമ്മൾ ഒരു ഓയിൽ ടാങ്ക് വെച്ച് കഴിഞ്ഞിട്ട് ഒരു റിസർവോയറിനകത്ത് ഒരു ഡിസ്റ്റൻസിൽ റിസർവോയറിനകത്ത് ഓയിൽ വെച്ചിട്ടുണ്ടാവും. ഈ ഓയിൽ ഇങ്ങനെ എന്ത് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടാവും, സർക്കുലേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കുന്നുണ്ടാവും. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ വോയിഡ്സുകൾ എലിമിനേറ്റ് ചെയ്യപ്പെടുക ചെയ്യുന്നത് കാരണം ഓയിൽ ഫിൽഡാണ്. അപ്പോൾ ഓയിൽ ഫിൽഡ് ആവുന്നത് കൊണ്ട് തന്നെ ഇതിന് വോയിഡ്സ് ക്രിയേറ്റ് ചെയ്യാനുള്ള ചാൻസുകൾ കുറയും. അപ്പോൾ ഇത് 230 വോൾട്ട് വരെ 230 kV വരെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഓയിൽ ഫീൽഡ് കേബിൾ യൂസ് ചെയ്യാൻ പറ്റും. അതിലും മേലെ പോകുന്ന സമയത്താണ് നമ്മൾ ഗ്യാസ് ഫീൽഡ്, കുറച്ചും കൂടെ സ്റ്റെബിലിറ്റി ഉള്ള ഗ്യാസ് ഫീൽഡ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഓയിൽ ഫീൽഡ് കേബിൾ 3 ടൈപ്പ് ഉണ്ട്. സിംഗിൾ കോർ, അതേപോലെ തന്നെ സിംഗിൾ കോർ ഷീറ്റ് ചാനൽ, 3 കോർ ഫീൽഡ് സ്പേസ്. ഇത് 3 ടൈപ്പ് ഓഫ് 3 ഫേസ് ഓയിൽ ഫീൽഡ് കേബിളുകളാണ്. ഇനി കുറച്ചും കൂടെ ഹയർ ഓപ്ഷൻസ് വേണമെന്നുള്ളതാണെങ്കിൽ അവിടെയാണ് നമ്മൾ ഗ്യാസ് പ്രഷർ കേബിളുകൾ യൂസ് ചെയ്യുക. അത് സോളിഡ് കേബിളുകൾ പോലെ തന്നെയാണ് അതിൻ്റെ കൺസ്ട്രക്ഷൻ എന്ന് പറയുന്നത്. പക്ഷേ അതിൻ്റെ ഷേപ്പ് എന്ന് പറയുന്നത് ട്രയാങ്കുലർ ഷേപ്പ് ആയിരിക്കും. ഓക്കെ, ഇനി ഇതിനകത്ത് എന്താണ് ഫില്ല് ചെയ്യുന്നത് എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഇതിനകത്ത് ഫില്ല് ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡൈ നൈട്രജൻ ഗ്യാസ് ആണ്, ഡ്രൈ ആയിട്ടുള്ള നൈട്രജൻ ഗ്യാസ് ആണ് ഫില്ല് ചെയ്യുന്നത്. അത് ഒരു പർട്ടിക്കുലർ പ്രഷറിലാണ്, 12 to 15 അറ്റ്മോസ്ഫിയർ, 12 to 15 അറ്റ്മോസ്ഫിയർ ATM പ്രഷറിൽ, 12 to 15 ATM പ്രഷറിൽ ഡ്രൈ നൈട്രജൻ ഗ്യാസ് ആണ് നമ്മൾ ഇവിടെ ഫില്ല് ചെയ്യുന്നത്, ഗ്യാസ് പ്രഷർ കേബിളിനകത്ത് ഫില്ല് ചെയ്യുന്നത്. ഓക്കെ, ദെൻ ഇനി നമ്മൾ UG കേബിളിനെ ലൈൻ മെത്തേഡ്, ഈ UG കേബിളിനെ നമ്മൾ വെക്കുന്നത് എങ്ങനെ വെക്കാം എന്ന് തീരുമാനിക്കുന്നത് പല രീതിയിലുള്ള ലൈൻ മെത്തേഡ് നമുക്കുണ്ട്. ലൈൻ ഡയറക്റ്റ് ഗ്രൗണ്ടിന് താഴത്ത് നമ്മൾ എന്ത് ചെയ്യുന്നു, അണ്ടർഗ്രൗണ്ട് ആയിട്ട് ഒരു ഡക്റ്റ് ഉണ്ടാക്കുന്നു. ഡയറക്റ്റ് ഗ്രൗണ്ടിൽ നമ്മൾ ലൈൻ ചെയ്യുകയാണെങ്കിൽ ഇതിനെ ഡയറക്റ്റ് ലൈൻ എന്ന് പറയാം. ഒരു ഡക്റ്റ് ഉണ്ടാക്കും, ആ ഡക്റ്റിന് അടിയിൽ കൂടെ നമ്മൾ ഡക്റ്റിനുള്ളിൽ കൂടെയാണ് നമ്മൾ കേബിൾ ലൈൻ ചെയ്യുന്നതെങ്കിൽ അതിനെ ലൈൻ ഇൻ ഡക്റ്റ് എന്ന് പറയും. ഇനി നമ്മൾ അണ്ടർഗ്രൗണ്ട് അല്ലാതെ നമുക്ക് UG കേബിൾ യൂസ് ചെയ്യാൻ പറ്റും. നിങ്ങൾ ഒരു പക്ഷേ കണ്ടിട്ടുണ്ടാവും, നിങ്ങൾ പല ബിൽഡിങ്ങുകളിൽ മേലെ കൂടെ ഒരു കേബിൾ റാക്ക് പോകുന്നത്, അതിലൂടെ നമ്മൾ അണ്ടർഗ്രൗണ്ട് കേബിളുകൾ ചെയ്യാൻ പറ്റും. അതാണ് ലേയിങ് ഓൺ റാക്ക് ഇൻ എയർ എന്ന് പറയുന്നത്. ഇനി നമ്മളൊരു കേബിൾ ടണൽ ഉണ്ടാക്കിയിട്ട് അതിലൂടെ പോവുകയാണെങ്കിൽ അതിനെയാണ് ലേയിങ് റാക്ക് ഇൻസൈഡ് ദ കേബിൾ ടണൽ. ഇതൊന്നും അല്ലാതെ ബിൽഡിങ്ങിന്റെ ബീമുകൾ, ബിൽഡിങ്ങിന്റെ പില്ലറുകൾ, ഇതിനുള്ളിൽ കൂടെ ബിൽഡിങ്ങിന്റെ സ്ട്രക്ചറിനുള്ളിൽ കൂടെ, കോൺക്രീറ്റിനുള്ളിൽ കൂടെ ഒക്കെ നമുക്ക് അതിനെ ലൈൻ ചെയ്യാൻ പറ്റും പെർമനന്റ് ആയിട്ട് വരുന്ന സമയത്ത്. അവിടെയാണ് നമ്മൾ ലൈൻ അലോങ് ബിൽഡിങ്സ് ഓഫ് സ്ട്രക്ചേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പോൾ ലൈൻ ഡയറക്റ്റ് ഗ്രൗണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ചെറിയൊരു ടഞ്ച് ഗിയറിംഗ് ആയിട്ടാണ് ചെയ്യുക. അപ്പോൾ ഇതിനകത്ത് മിനിമം 75 mm ബെഡിങ് ഉണ്ടായിരിക്കണം. അതിനകത്ത് സാൻഡ് ബോട്ടത്തിൽ കവർ ചെയ്തിരിക്കണം. അതേപോലെ തന്നെ അതിനെ കേബിൾ ഇട്ടതിന് ശേഷം നമ്മൾ സാൻഡ് ചെയ്തിരിക്കണം. അതിനെ ബ്രിക്കോ അല്ലെങ്കിൽ സ്ലാബോ വെച്ച് ടൈലോ വെച്ച് പ്രൊട്ടക്ട് ചെയ്തിരിക്കണം. ഇനി ഇതിന്റെ ഡക്റ്റ് വെച്ച് ഡക്റ്റ് എന്ന് പറയുന്നത് ആക്ച്വലി ഒരു പൈപ്പ് ഇട്ട് ലൈൻ ചെയ്യുന്നതിനാണ് ഡക്റ്റ് എന്ന് പറയുന്നത്. ലൈൻ ഡയറക്റ്റ് ഗ്രൗണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ട്രെഞ്ച് ഗ്രിഡ് എന്ന് പറയും. അപ്പൊ ഹൈ വോൾട്ടേജ് കേബിൾ എന്ന് പറയുന്നത് ഇതിന്റെ ഈ ട്രെഞ്ചിന്റെ ഡയമെൻഷൻ എന്ന് പറയുന്നത് ഡിപ്പെൻഡ്സ് അപ്പോൺ ദ വോൾട്ടേജ് ആണ്. അപ്പോൾ ഹൈ വോൾട്ടേജ് കേബിൾസിനാണെങ്കിൽ ഇതിന്റെ ഡെപ്ത് എന്ന് പറഞ്ഞാൽ 0.9 മീറ്റർ ആണ്. ഇനി ഹൈ വോൾട്ടേജ് 22 to 33 kV ആണെങ്കിൽ അത് 1.05 മീറ്റർ ആണ്. ഇനി ലോ മീഡിയം വോൾട്ടേജ് ആണെങ്കിൽ അത് 0.75 മീറ്റർ മതി. റോഡ് ക്രോസ് ചെയ്യുകയാണെങ്കിൽ അത് 1 മീറ്റർ ആണ് അതിൻ്റെ ഡെപ്ത്. ഇനി റെയിൽവേ ക്രോസിങ്ങോ അതേപോലെ തന്നെ ഒക്കെ ലെവൽ ക്രോസിങ്ങോ ക്രോസ് ചെയ്യുകയാണെങ്കിൽ അതും 1 മീറ്റർ ആണ് അതിൻ്റെ ഡെപ്ത് എന്ന് പറയുന്നത്. ഇനി ഡയറക്റ്റ് ഗ്രൗണ്ട് ചെയ്യുന്ന സമയത്ത് ഈ ട്രെഞ്ചിൻ്റെ വിഡ്ത്ത് എന്ന് പറയുന്നത് സിംഗിൾ കോർ ആണെങ്കിൽ ഇറ്റ് ഷുഡ് ബി 55 സിംഗിൾ കേബിൾ ഫോർ ലൈൻ. ഇനി മോർ ദാൻ കേബിളുകൾ ഉണ്ടെങ്കിൽ 2 കേബിളുകൾക്കിടയിൽ 20 സെൻറ്റിമീറ്റർ വേണം. അതേപോലെ തന്നെ ആ 2 സെൻറ്റിമീറ്റർ ഇതിൻ്റെ അടുത്ത് നിന്ന് സൈഡ് വാളിൽ നിന്നും 15 സെൻറ്റിമീറ്ററിൻ്റെ ഡിഫറൻസ് ഉണ്ടായിരിക്കണം. ഓക്കെ, ഇനി ഈ കേബിളിൽ പലതരത്തിലുള്ള ഫാൾട്ടുകൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അതിലൊന്നാമത്തെ ഫാൾട്ട് എന്ന് പറയുന്നത്, കേബിൾ ഫാൾട്ടുകൾ എന്ന് പറയുന്നത്, ഒന്ന് ഗ്രൗണ്ട് ഫാൾട്ടാണ്. ഗ്രൗണ്ട് ഫാൾട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻസുലേഷൻ ഫെയിലിയർ കാരണം ഡയറക്റ്റ് ഗ്രൗണ്ടുമായിട്ടുണ്ടാകുന്ന ഫാൾട്ടാണ് ഇൻസുലേഷൻ ഫാൾട്ട് എന്ന് പറയുന്നത്. ഗ്രൗണ്ട് ഫാൾട്ട് എന്ന് പറയുന്നത് നമ്മുടെ കോർ ഗ്രൗണ്ടുമായിട്ട് ഫാൾട്ട് ഉണ്ടാക്കുന്നതാണ് ഗ്രൗണ്ട് ഫാൾട്ട്. അതേപോലെ ഷോർട്ട് സർക്യൂട്ട് ഫാൾട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 കോറുകൾക്കിടയിൽ ഉണ്ടാകുന്ന ഫാൾട്ടാണ് ഷോർട്ട് സർക്യൂട്ട് ഫാൾട്ട്. ഓക്കെ, ഇത് ഷോർട്ട് സർക്യൂട്ട് ഫാൾട്ട് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടും ഇത് എർത്ത് ഫാൾട്ട് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടൊക്കെ നമുക്ക് ലൂപ്പ് ടെസ്റ്റുകൾ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഫാൾട്ട് കണ്ടുപിടിക്കുന്നത്. ഓക്കെ,
അപ്പോൾ ഇത്രയാണ് നമുക്ക് ഫസ്റ്റ് മൊഡ്യൂളിനകത്ത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ എന്ന് പറയുന്നത്. ഈ ഫസ്റ്റ് മൊഡ്യൂളിനകത്ത് ഇത്രയും കാര്യങ്ങളാണ്, ഒരു റിവിഷൻ പോലെ ഇത്രയും കാര്യങ്ങൾ ഇൻഡെപ്ത് ആയിട്ട് നിങ്ങളൊന്ന് റിവൈസ് ചെയ്യണം എന്നാണ് ഞാൻ ഈ പറഞ്ഞതിൻ്റെ അർത്ഥം. ഓക്കെ, ഈ പറഞ്ഞ കവർ ചെയ്തിരിക്കുന്ന ടോപ്പിക്കുമായി ബന്ധപ്പെട്ട് നമുക്ക് ഡീറ്റെയിൽഡ് ക്ലാസ്സുകൾ ഓരോ ടോപ്പിക്കിൻ്റെയും സെപ്പറേറ്റ് വീഡിയോ ക്ലാസ്സുകൾ അവൈലബിൾ ആണ്. അത് നിങ്ങളത് പോയി കാണുക, ഇല്ലെങ്കിൽ നിങ്ങൾ പ്രിപ്പയർ ചെയ്തിരിക്കുന്ന നോട്ട് പ്രിപ്പയർ ചെയ്ത് വെച്ച് കണ്ടൊന്ന് റിവൈസ് ചെയ്യുക. ഇതൊരു ജസ്റ്റ് റിവൈസ് മാത്രമാണ്. ഇത് ഇൻഡെപ്ത് ആയിട്ട് ഇത് മാത്രം പഠിച്ചു പോയാൽ മതി എന്ന് ഞാൻ പറയില്ല. കാരണം ഇതൊരു റിവിഷൻ മാത്രമാണ്. എന്തൊക്കെ ഉണ്ട്, എന്തൊക്കെ പഠിക്കണം, എന്തൊക്കെ കാര്യങ്ങളുണ്ട് എന്നറിയാൻ വേണ്ടിയിട്ട് മാത്രം. അല്ലെങ്കിൽ നമ്മൾ പഠിച്ച കാര്യങ്ങളൊക്കെ നമ്മളൊന്ന് റീകളക്ട് ചെയ്തിരിക്കണം. ഇതൊക്കെ ഞാൻ നോക്കിയോ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്തത്. ഇപ്പോൾ ഇത്രയും പറഞ്ഞ് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ കോൺടാക്ട് ചെയ്യാം. അതല്ലെങ്കിൽ അതേപോലെ മറ്റ് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വീഡിയോ എടുത്തു പോയി കാണുക. വിൽ സീ ഇൻ ദ നെക്സ്റ്റ് ക്ലാസ് വിത്ത് ദ മൊഡ്യൂൾ നമ്പർ 2. ഓക്കെ, താങ്ക് യു.